विष्णु गुरुर्देवो महेश्वर गुरु साक्षात् परब्रह्म तस्मै श्री गुरुवे नमः। എല്ലാവർക്കും നമസ്കാരം. കന്നഡയിലെ ആളും മലയാളികളും ഒക്കെ ഉണ്ട്. അനിൽ ക്ലാസ്സിലുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് അൺമ്യൂട്ട് ചെയ്തോളൂ. ഗുരുജി നമസ്തേ. നമസ്തേ. ഞാൻ എല്ലാവരും മ്യൂട്ട് ചെയ്ത് വച്ചേക്കാണ്. നമസ്തേ ഗുരുജി. ഞാൻ വീണ്ടും എല്ലാവരെയും മ്യൂട്ട് ചെയ്യാണ് കേട്ടോ. അനിൽ മാത്രം ഒന്ന് അൺമ്യൂട്ട് ചെയ്തേക്ക്. എല്ലാവർക്കും നമസ്കാരം. അനിൽ അൺമ്യൂട്ട് ചെയ്തോ? ഗുരുജി. ശരി ഗുരുജി. ഞാൻ മലയാളത്തിൽ പറയും, മലയാളികൾക്ക് മനസ്സിലാവും. അനിൽ അത് കൃത്യമായിട്ട് കന്നഡയിലേക്ക് നിങ്ങൾക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കും. അപ്പൊ കന്നഡയിലെ ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ട്. ഇന്ന് അനേകം ആളുകൾക്ക് സംശയങ്ങൾ ഉണ്ടായിരുന്നു. കുറെ ആളുകൾക്ക് പുതിയതായിട്ട് മെഡിറ്റേഷൻ തുടങ്ങണമെന്നുണ്ടായിരുന്നു. കുറച്ച് പേർക്ക് 41 ദിവസം കഴിഞ്ഞ് തുടങ്ങാനുണ്ടായിരുന്നു. ഇന്ന് പുതിയതായിട്ട് മെഡിറ്റേഷൻ ആരും തുടങ്ങണ്ട. കാരണം ഇന്ന് എനർജി ലെവലിന് ഭയങ്കര ഫ്ലക്ച്വേഷൻ ഉള്ള ദിവസമാണ്. അപ്പോൾ ഇന്ന് ആരും പുതിയതായിട്ട് തുടങ്ങണ്ട. പഴയത് ചെയ്തുകൊണ്ടിരിക്കുന്നവർ തുടങ്ങിക്കൊള്ളുക, കുഴപ്പമില്ല. 41 ദിവസം കഴിഞ്ഞ് തുടങ്ങാനിരിക്കുന്നവരും ഇന്ന് തുടങ്ങണ്ട. ആദ്യം ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ഒരു മിനിറ്റ് കേട്ടോ. ആദ്യം ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് വിജീനെയാണ്. വിജി ക്ലാസ്സിലുണ്ട്, എനിക്ക് കാണാം. ഒന്ന് സംസാരിക്കണം. ഞാൻ ഒന്ന് അൺമ്യൂട്ട് ചെയ്യാം. വിജിയോട് 1-2 ചോദ്യം ചോദിക്കട്ടെ, അതിന് ഉത്തരം പറയണം. അൺമ്യൂട്ട് ചെയ്തോളൂ വിജി. നമസ്തേ ഗുരുജി. നമസ്തേ ഗുരുമാ. നമസ്തേ ഗുരുജി. നമസ്തേ ഗുരു. വിജി പറയണത് ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കും കൂടി ചെയ്യണം കേട്ടോ അനിലെ. ശരി ഗുരുജി. വിജി എക്സ്ട്രാ എന്തോ മെഡിറ്റേഷൻ ചെയ്യുന്നു എന്നുള്ള മെസ്സേജ് കിട്ടുന്നു. അത് എന്താണെന്നൊന്ന് പറയാമോ? എന്താ നമ്മുടെ ശരിക്കും മെഡിറ്റേഷൻ എന്ന് പറഞ്ഞു രാവിലെ ആ 45 മിനിറ്റ്, വൈകിട്ട് ആ 45 മിനിറ്റ്, അതല്ലാതെ വേറെ ഒന്നും ചെയ്യുക എന്ന് പറയുന്നത് ശരിയായ രീതിയല്ല. പറയാനില്ല പ്ലീസ്. ವಿಜಿ ಅನ್ನೋರು, ಅವರು ಕೇರಳದವರು. ಅವರು ಮೆಡಿಟೇಷನ್ ಮಾಡ್ತಾ ಇದ್ದಾರೆ. ಬೆಳಿಗಿನ 45 ಮಿನಿಟ್ಸ್, ಸಂಜೆ 45 ಮಿನಿಟ್ಸ್ ಬಿಟ್ಟು ಬೇರೆ ಟೈಮಿಂಗ್ಸ್ ನಲ್ಲಿ ಅವರು ಮೆಡಿಟೇಷನ್ ಮಾಡಿದ್ದಾರೆ. ಅದ್ರ ಬಗ್ಗೆ ಗುರುಜಿ ಅವರು ಕ್ವಶನ್ ಕೇಳ್ತಾ ಇದ್ದಾರೆ. ഇത് വിജിക്ക് വേണ്ടിയിട്ടല്ല, എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഉത്തരമാണ്. വിജിയാണ് അങ്ങനെ ചെയ്തത്. എന്താ കാര്യം എന്നുള്ളത് നമുക്ക് സംസാരിക്കാം. എന്തുകൊണ്ടാണ് 45 മിനിറ്റിന് മുകളിൽ ഇത് ചെയ്യരുത് എന്ന് പറയുന്നതിന്റെ കാരണം പറയുന്നു. ಸೊ ಇದು ವಿಜಿ ಅವರಿಗೆ ಮಾತ್ರ ಅಲ್ಲ, ಇದು ಎಲ್ರಿಗೂ ಗೊತ್ತಾಗ್ಲಿ ಅಂತ ಹೇಳಿ ಗುರುಜಿ ಹೇಳ್ತಾ ಇದ್ದಾರೆ. ಏನಕ್ಕೆ 45 ಮಿನಿಟ್ಸ್ ಬಿಟ್ಟು ಅದ್ರ ಮೇಲೆ ನಾವು ಮೆಡಿಟೇಷನ್ ಮಾಡಬಾರ್ದು ಅಂತ ರೀಸನ್ ಗುರುಜಿ ಅವರು ಹೇಳ್ತಾರೆ. ഈ പ്രപഞ്ചത്തിലെ സൂര്യന്റെ എനർജി എന്താണെന്ന് നമ്മൾ ഭൂരിഭാഗം ആളുകൾക്കും അറിയില്ല. ಇಲ್ಲಿ ಭೂಲೋಕದಲ್ಲಿ ಈ ಸೂರ್ಯನ ಎನರ್ಜಿ ಏನು ಅನ್ನುವಂಥದ್ದು, ಅದ್ರ ಶಕ್ತಿ ಏನು ಅನ್ನುವಂಥದ್ದು ತುಂಬಾ ಜನಕ್ಕೆ ಗೊತ್ತಿಲ್ಲ. ഈ 306 പേര് ഇപ്പൊ ക്ലാസ്സിൽ ഇരിപ്പുണ്ടെങ്കിൽ അതിനകത്ത് എനിക്ക് തോന്നുന്നു ഒരു 250 പേർക്കും സൂര്യനെ പറ്റിയിട്ട് വലിയ അറിവൊന്നും കാണില്ല. ಈ ಕ್ಲಾಸಲ್ಲಿ ಇರುವಂತಹ 306 ಜನ ವಿದ್ಯಾರ್ಥಿಗಳಲ್ಲಿ 200 ಜನಕ್ಕೂ ಕೂಡ ಕರೆಕ್ಟ್ ಆಗಿ ಆ ಸೂರ್ಯನ ಪವರ್ ಏನು ಅಂತ ಗೊತ್ತಿಲ್ಲ. സൂര്യന്റെ ട്യൂണിങ് ഒന്ന് മാറിക്കഴിഞ്ഞാൽ ഈ പ്രപഞ്ചത്തിലുള്ള സകല ഇലക്ട്രോണിക് സാധനം പോലും ഒരൊറ്റ ക്ഷണം കൊണ്ട് ഇല്ലാണ്ടാവും, വർക്ക് ചെയ്യാണ്ടാവും. ಆ ಸೂರ್ಯನ ಒಂದು ಟ್ಯೂನಿಂಗ್ ಸ್ವಲ್ಪ ಚೇಂಜ್ ಆದ್ರೂ ಕೂಡ ಈ ಭೂಲೋಕದಲ್ಲಿ ಇರುವಂತಹ ಎಲ್ಲಾ ಏನು ಎಲೆಕ್ಟ್ರಾನಿಕ್ ಇದು ಐಟಮ್ಗಳು ಏನಿದೆ ಅದು ವರ್ಕ್ ಆಗೋದಂತ ಆಗುತ್ತೆ. ഒന്നുകൂടി ഒന്ന് മാറിക്കഴിഞ്ഞാൽ ഈ പ്രപഞ്ചം തൽക്ഷണം ഇല്ലാതെയാവും. ಸೊ ಮತ್ತು ಇನ್ನು ಏನಾದ್ರೂ ಸ್ವಲ್ಪ ಬದಲಾವಣೆ ಆಗ್ಬಿಡುತ್ತೆ ಅಂತ ಹೇಳಿದ್ರೆ ಇಡೀ ಪ್ರಪಂಚನೇ ಇಲ್ಲದಂತ ಆಗ್ಬಿಡುತ್ತೆ. അപ്പൊ നമുക്ക് ഈ 3rd ഡയമെൻഷനിൽ കാണുന്ന ഭൂമി ഉണ്ടെങ്കിൽ മറ്റു ഡയമെൻഷനിലുള്ളതൊന്നും നമുക്കിപ്പോ കാണാൻ പറ്റണില്ല. ಸೊ ನಮಗೆ ಈ 3rd ಡೈಮೆನ್ಷನ್ ಭೂಮಿಯನ್ನ ನಾವು ನೋಡ್ತಾ ಇದ್ದೇವೆ, ಬೇರೆ ಡೈಮೆನ್ಷನ್ ನಲ್ಲಿ ಏನಿದೆ ಅಂತ ನಮ್ಗೆ ನೋಡ್ಲಿಕ್ಕೆ ಆಗ್ತಾ ಇಲ್ಲ. ഇതേ സൂര്യന്റെ എനർജി തന്നെ 14 ഡയമെൻഷനിലേക്കും 14 രീതിയിൽ നമ്മൾ വിചാരിച്ച 14 ഫിൽറ്റർ ഉപയോഗിച്ച് 14 തരത്തിൽ അതിനെ വിട്ടുകൊണ്ടിരിക്കുകയാണ്. ಸೊ ಇದೇ ಸೂರ್ಯನ ಈ ಎನರ್ಜಿ ಏನಿದೆ, ಈ 14 ಡೈಮೆನ್ಷನ್ ಏನಿದೆ ಅದಕ್ಕೆ ಇದೇ ಸೂರ್ಯನ
ಆ ಎನರ್ಜಿ ಏನಿದೆ ಅದು ಹೋಗ್ತಾ ಇರುತ್ತೆ. ನಾವು ತಿಳ್ಕೊಳ್ತೀವಿ ಅದು ಫಿಲ್ಟರ್ ಮಾಡಿ ಬಿಡ್ತಾ ಇದೆ ಅಂತ. അപ്പൊ ദൈവത്തെ ഓർത്ത് ആരും മെഡിറ്റേഷൻ ചെയ്യുന്നവർ ഈ ഗുരുനിന്ദ കാണിക്കരുത്. 45 മിനിറ്റ് എന്ന് പറഞ്ഞ അതിന് മുകളിൽ ഒരു കാരണവശാലും ഇരിക്കാൻ പാടില്ല. അഥവാ എന്തെങ്കിലും നടക്കുകയാണെങ്കിൽ പ്രപഞ്ചത്തോട് അങ്ങ് പറഞ്ഞാൽ മതി, എനിക്ക് മതി, ഗുരു പറഞ്ഞിരിക്കുന്ന തത്വത്തിന് വെളിയിൽ പോവണ്ട എന്നങ്ങ് പറഞ്ഞാൽ മതി. ಸೊ ದೇವ್ರನ್ನ ನೆನೆಸ್ಕೊಳ್ತಾ ಗುರೂಜಿ ಏನ್ ಕೇಳ್ಕೊಳ್ತಾ ಇದ್ದಾರೆ ಅಂತ ಹೇಳಿದ್ರೆ, ಈ 45 ಮಿನಿಟ್ಸ್ ಏನಿದೆ ಅಷ್ಟೇ ನೀವು ಮೆಡಿಟೇಷನ್ ಮಾಡಿದ್ರೆ ಸಾಕು, ಅದ್ರ ಮೇಲೆ ನೀವು ಮಾಡಕ್ ಹೋಗ್ಬೇಡಿ. ಆ ರೀತಿ ಏನಾದ್ರೂ ನಿಮಗೆ ಮೆಡಿಟೇಷನ್ ಮಾಡಿ ಅಂತ ಒಂದು ಸೂಚನೆ ಬಂದ್ರೂ ಕೂಡ ನೀವು ಮಾಡಬೇಡಿ ಅಂತ ಗುರೂಜಿ ಹೇಳ್ತಿದ್ದಾರೆ. ആര് ഞാൻ ഈ പറയുന്ന തത്വത്തിന് വ്യതിചലിച്ച് സഞ്ചരിക്കുന്നു, അവൻ ഈ പ്രസ്ഥാനത്തിൽ നിന്ന് തന്നെ ഞാനല്ല, പ്രപഞ്ചം എടുത്ത് വെളിയിൽ കളയും. ഇത് സത്യമായിട്ടുള്ള കാര്യമാണ്. ಸೊ ಈ ತತ್ವಕ್ಕೆ ವಿರುದ್ಧವಾಗಿ ಯಾರು ನಡ್ಕೊಳ್ತಾ ಇದ್ದಾರೆ, ಸೊ ಅವರನ್ನ ಈ ಒಂದು ಏನು ಮೆಡಿಟೇಷನ್ ನಾವು ಮಾಡ್ತಾ ಇದೀವಿ ಅದರಿಂದನೇ ಹೊರ ಹಾಕಲ್ಪಡುತ್ತೆ. ಅದು ಗುರುಜಿ ಹಾಕೋದಲ್ಲ, ಇಡೀ ಬ್ರಹ್ಮಾಂಡನೇ ಅವರನ್ನ ಹೊರ ಹಾಕ್ಬಿಡುತ್ತೆ. നിങ്ങൾ സിമ്പിൾ ആയിട്ട് ഒന്ന് ചിന്തിക്കുക. നമുക്ക് സ്കൂളിൽ പോകുമ്പോൾ ഒരു യൂണിഫോം പറഞ്ഞിട്ടുണ്ട്. ആ യൂണിഫോം ഇല്ലെങ്കിൽ നമുക്ക് ക്ലാസ്സിൽ വെളിയിൽ നിൽക്കേണ്ടി വരും. ನೀವು ಸಿಂಪಲ್ ಆಗಿ ಥಿಂಕ್ ಮಾಡಿ ನೋಡಿ, ನಾವು ಶಾಲೆಗೆ ಹೋಗ್ಬೇಕಾದ್ರೆ ಯೂನಿಫಾರ್ಮ್ ಹಾಕೊಂಡು ಹೋಗ್ಬೇಕು. ಸೊ ಆ ಯೂನಿಫಾರ್ಮ್ ಹಾಕೊಂಡಿಲ್ಲ ಅಂತ ಹೇಳಿದ್ರೆ ನಮ್ಮನ್ನ ಹೊರ ನಿಲ್ಲಿಸ್ತಾರೆ. അപ്പൊ പ്രപഞ്ച നിയമം എന്ന് പറയുന്നത് നമ്മൾ വളരെ സിമ്പിൾ ആണെന്ന് ഒരിക്കലും ചിന്തിക്കരുത്. ಹಾಗಾಗಿ ಬ್ರಹ್ಮಾಂಡದ ನಿಯಮ ಅನ್ನುವಂಥದ್ದು ತುಂಬಾ ಸಿಂಪಲ್ ಅಂತ ನೀವು ತಿಳ್ಕೊಬೇಡಿ. നമ്മൾ ഇന്ന് കാണുന്ന പീനൽ കോഡ് പോലെ തന്നെ അന്ന് പ്രപഞ്ചം സൃഷ്ടിക്കുന്ന സമയത്ത് പ്രപഞ്ചത്തിന്റെ ഒരു നിയമ സംവിധാനമാണ്. പ്രപഞ്ചത്തിന്റെ പീനൽ കോഡ്സ് ആണ് ഈ പറയുന്ന പ്രപഞ്ച സത്യങ്ങൾ അല്ലെങ്കിൽ പ്രപഞ്ച നിയമങ്ങൾ എന്ന് പറഞ്ഞ് ഞാൻ എപ്പോഴും എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ಸೊ ನಮಗೆ ಈ ಪೀನಲ್ ಕೋಡ್ ನಿಯಮ ಏನಿದೆ ಅದೇ ರೀತಿ ಬ್ರಹ್ಮಾಂಡ ಸೃಷ್ಟಿ ಮಾಡಿದಂತಹ ಒಂದು ನಿಯಮ ಇದೆ. ಸೊ ಆ ನಿಯಮದ ಬಗ್ಗೆ ಗುರುಜಿ ಹೇಳ್ತಾ ಇದ್ದಾರೆ. ഈ പ്രപഞ്ച നിയമത്തിന് അധിഷ്ഠിതമായിട്ടാണ് ഈ ഗുരു തത്വത്തിൽ സഞ്ചരിക്കുമ്പോൾ ജീവിക്കേണ്ടത്. ಸೊ ಬ್ರಹ്ಮಾಂಡದ ನಿಯಮ ಏನಿದೆ ಅದಕ್ಕೆ ಅನುಗುಣವಾಗಿ ನಮ್ಮ ಗುರುತತ್ವದಲ್ಲಿ ನಾವು ಯಾತ್ರೆ ಮಾಡ್ಬೇಕಾಗುತ್ತೆ. ഇനി എനിക്ക് സംസാരിക്കാനുള്ളത് അഞ്ജലിയോടാണ്. അഞ്ജലിക്ക് വേണമെങ്കിൽ ഇംഗ്ലീഷിൽ പറയാം, മലയാളത്തിൽ കൺവേർട്ട് ചെയ്തോളൂ. അപ്പൊ എല്ലാവർക്കും കേൾക്കാം. ಸೊ ಅಂಜಲಿ ಅನ್ನೋರ ಜೊತೆ ಮಾತಾಡ್ಬೇಕು, ನೀವು ಇಂಗ್ಲಿಷ್ ನಲ್ಲಿ ಮಾತಾಡಿ, ತೊಂದರೆ ಇಲ್ಲ. ഓക്കെ, ഞാനത് വീണ്ടും അൺമ്യൂട്ട് ചെയ്യാം. ഗുരുജി എന്നെയാണോ ഉദ്ദേശിച്ചത്? ಪ್ರಿಯಾ സോറി, അത് തന്നെ വിജീനെയാണ് ഉദ്ദേശിച്ചത്. അഞ്ജലി അല്ല, വിജി വിജീനെ ഉദ്ദേശിച്ചത്. ವಿಜಿ ಅನ್ನುವಂತವ್ರು ಮಾತಾಡ್ತಾರೆ. കേൾക്കാൻ പറ്റുന്നില്ല. മെഡിറ്റേഷൻ 3 മൂൺ മെഡിറ്റേഷൻ എത്തിച്ചത് മുന്നേ ഇരുത്തിയത് ഞാൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ അനുഭവം പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഗുരുജിയുടെ അടുത്ത് എന്നെ കുറച്ച് സമയം എക്സ്ട്രാ ഇരുത്തുന്നുണ്ടെന്ന്. അതൊരു 15 മിനിറ്റ് അത് പറഞ്ഞപ്പോൾ ഗുരുജി പറഞ്ഞു അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പക്ഷെ അതിനുശേഷം കഴിഞ്ഞ ശനിയാഴ്ചയാണ് കഴിഞ്ഞ ശനിയാഴ്ച എനിക്കൊരു 45 മിനിറ്റ് അലാറം, എന്നിട്ട് ഞാൻ എണീക്കാൻ ശ്രമിച്ചു. പക്ഷെ കണ്ടിന്യൂ ചെയ്തു, ആ മൂവ്മെന്റ്സ് കണ്ടിന്യൂ ചെയ്തിട്ട് എനിക്ക് എണീക്കാൻ പറ്റിയില്ല. പിന്നെയും അപ്പൊ ഞാൻ കരുതി ഓക്കെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ട്രീറ്റ്മെന്റ് കഴിഞ്ഞു കാണൂല, അതായിരിക്കും കണ്ടിന്യൂ ചെയ്യണമെന്ന് കരുതി. പക്ഷെ സമയം പെട്ടെന്ന് പോകുന്നുണ്ടായിരുന്നു, സമയം എനിക്ക് അറിയതേയില്ല. പക്ഷെ കറക്റ്റ് നെക്സ്റ്റ് 45 മിനിറ്റ്സ് അതാണ് എനിക്ക് ഡബിൾ മെഡിറ്റേഷൻ. സിഗ്നൽ വീക്ക് ആയിട്ടിരിക്കുന്നത് നിങ്ങളുടെ അവിടെ നിന്നാണോ അത് എന്റെ ഇവിടെ നിന്നാണോ? അവിടുത്തെ സിഗ്നൽ ഗുരുജി. പിന്നെ പുള്ളിക്കാരത്തി ഹിന്ദി ഇംഗ്ലീഷിൽ ഏതെങ്കിലും പറഞ്ഞാൽ എല്ലാവർക്കും യൂസ് ആവുന്നുണ്ടായി. ഇവിടുത്തെ നെറ്റ്വർക്ക് ആണ്. ഹലോ ഗുരുജി, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ എന്ന് ചോദിച്ച് കേൾക്കണ്ട. ഇതിന് മുമ്പ് പറഞ്ഞൊക്കെ ഇങ്ങനെ മുറിഞ്ഞു പോയി, ഒന്നും കൃത്യമായിട്ട് കേൾക്കുന്നുണ്ടായിരുന്നില്ല. ഓക്കെ ഗുരുജി, ആദ്യമായിട്ട് ഡബിൾ മെഡിറ്റേഷൻ വന്നത് മാഡം ഹിന്ദി അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പറയാൻ പറ്റുമോ? ഏതെങ്കിലും ഒരു മാറ്റി പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്ക് കൺവേർട്ട് ചെയ്യാൻ കുറച്ച് നിർത്തി പറഞ്ഞാൽ ബാക്കിയുള്ള കന്നഡക്കാർക്ക് കൂടി മനസ്സിലാവും എന്താണ്. ഇംഗ്ലീഷ് പറയട്ടെ? ഓക്കെ. The double meditation was on last Saturday. So okay. I was trying to get up after 45 minutes, but Prabanja Mother was not allowing me to wake up and to come out, but she continued whatever movements. One thought I will be might be disturbed. I let she was and she stopped me next to, so that amazed me. I was able to next day there was no
and I didn't get the chance, but that is my mistake. Sorry for that, Guruji. And then last day was the maximum time which I got, which was 2.5 hours. There also, I try after immediately after the alarm, I tried to move, but the movements were so intense. It was basically on the this behind and in between, and there was leg movements, and there was one like my hand apart, and and it was there for so many time, and then some vibrations or movements were there, and then it got released. So that was one. And yes, but yesterday's meditation, it was exactly 45 days. So during that meditation, like all the meditations, I started with star, and that star comes and off, like there was that star and it guided me, and I saw a kind of leg shape, like I felt like that is Gurudevan's leg, and that leg also come and moved, that also guided me for the head movements for some time. So I don't know, like these are that I know it at. Okay, sorry, Vijay, we are not able to hear. It's okay. I understood what you're trying to say. It was a astral treatment happening. Oh, sorry. ഇതൊരു ആസ്ട്രൽ ട്രീറ്റ്മെന്റ് തന്നെയാണ്, മനസ്സിലാവുന്നുണ്ട്. പക്ഷെ നമ്മളുടെ പറ്റിയ മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ എക്സാക്ട്ലി ആ 45 മിനിറ്റിന്റെ അലാം അടിക്കുമ്പോൾ നമ്മളുടെ ഉള്ളിൽ ഒരു ഉണർവ് ഉണ്ടാവണം, എന്റെ മെഡിറ്റേഷൻ തീർന്നു എന്നുള്ളത്. ഇവിടെ നമ്മളെ പിടിക്കുന്നത് ഒരിക്കലും ഒരു പോസിറ്റീവ് കാര്യമാണെന്ന് വിചാരിക്കണ്ട. നമ്മൾ അങ്ങനെ ഇരിക്കാന്ന് വെച്ചാൽ ചിലപ്പോൾ മണിക്കൂറുകളോളം ഇരിക്കാൻ പറ്റും. അത് നമ്മുടെ ഇതിന്റെ ഒരു പ്രത്യേകത തന്നെയാണ്. അത് നിങ്ങളോട് ഞാൻ ഒരു പെർമിഷൻ തന്നുപോയി, ഓക്കെ, ആ ബെല്ലടിക്കുമ്പോൾ തന്നെ എണീക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ. അനിലെ പ്ലീസ് ഇത്രയും പറഞ്ഞു, ഒന്ന് കന്നഡയിൽ പറഞ്ഞു കൊടുക്കാതെ എനിക്ക് ബാക്കി പറയും. വിജി പറഞ്ഞ എന്താന്ന് മനസ്സിലായിരുന്നോ? അനിൽ, അനിൽ മ്യൂട്ടാണ്. ഒരു മിനിറ്റ്. അനിൽ എന്ത് ഡ്രിങ്ക് അവിടെ കുടിച്ചുകൊണ്ടിരിക്കുന്നത്? ചൂടുവെള്ളം ഗുരുജി. ചൂടുവെള്ളാണ്. ഓക്കെ, ഞാൻ വിചാരിച്ചു വേറെ വല്ല ശരി ശരി. മനസ്സിലായി, പുള്ളിക്കാരി പറഞ്ഞത് മനസ്സിലായി. നടുക്കെല്ലാം കുറച്ച് ബ്രേക്ക് ആവുന്നുണ്ടായി. 45 മിനിറ്റ്സിനെക്കാട്ടി അധികം മെഡിറ്റേഷൻ ചെയ്തു, പിന്നെ എക്സ്ട്രാ 45 മിനിറ്റ്സ് 2 ಟೈಮ್ಸ್ ചെയ്തു എന്നാണ് പുള്ളിക്കാരി പറഞ്ഞ മാതിരി കേട്ടെ. ನಮಸ್ತೆ. ಇವರು ವಿಜಿ ಅನ್ನೋರು ಅವ್ರು ಏನ್ ಮಾಡಿದ್ದಾರೆ ಅಂತ ಹೇಳಿದ್ರೆ, ಒಂದು 45 ಮಿನಿಟ್ಸ್ ಮೆಡಿಟೇಷನ್ ಮಾಡುವ ಬದಲಿಗೆ, ಸೊ ಅವರಿಗೆ ಏನು ವಿಶ್ವಮಾತೆ ಅವರು ಆ ಮೆಡಿಟೇಷನ್ ಅಲ್ಲಿ ಅವ್ರ ಜೊತೆ ಮಾತಾಡ್ತಾ ಇದ್ರು. ಸೊ ಅದು ಏನಾಗಿದೆ, ಇನ್ನೂ ಸ್ವಲ್ಪ ಕಂಟಿನ್ಯೂ ಮಾಡಿ, ನಿಮಗೆ ಒಂದು ಟ್ರೀಟ್ಮೆಂಟ್ ನಡೀತಾ ಇದೆ ಅಂತ ಅವ್ರ ಬಾಡಿಲಿ ಯಾವುದೋ ಒಂದು ಟ್ರೀಟ್ಮೆಂಟ್ ಕೂಡ ನಡೀತಾ ಇತ್ತು. ಸೊ ಹಾಗಾಗಿ ಅವ್ರು ಏನ್ ಮಾಡಿದ್ರು, ಈ 45 ನಿಮಿಷ ಬಿಟ್ಟು ಮತ್ತೆ 45 ನಿಮಿಷ ಟೋಟಲ್ 2 ಟೈಮ್ಸ್ ನಾವೇನು ಮೆಡಿಟೇಷನ್ ಮಾಡ್ತೀವಿ ಅಷ್ಟೊಂದು ಮೆಡಿಟೇಷನ್ ಒಂದೇ ಬಾರಿಗೆ ಮಾಡಿದ್ದಾರೆ. ഇതൊരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. ಇದು ಯಾವತ್ತೂ ನಾವು ಮಾಡಬಾರ್ದು ನಮ್ಮ ಮೆಡಿಟೇಷನ್ ಅಲ್ಲಿ. അധികമായാൽ അമൃതവും വിഷമാണ്. ಸೊ ಅತಿಯಾದ್ರೆ ಅಮೃತ ವಿಷ ಅಂತ ಹೇಳ್ತಾರಲ್ವಾ. നിങ്ങളെല്ലാവരും ഫാമിലി ലൈഫ് കൊണ്ടുപോകുന്നവരാണ്. ಸೊ ನೀವೆಲ್ಲ ಫ್ಯಾಮಿಲಿ ಲೈಫ್ ಅನ್ನ ಲೀಡ್ ಮಾಡ್ತಾ ಇದ್ದೀರಾ. നമ്മൾ ആരും എന്താ പറയുക, സന്യാസി ആവാൻ വേണ്ടി പോകുന്നവരല്ല. ಸೊ ನಾವ್ ಯಾರು ಸನ್ಯಾಸಿ ಆಗ್ಲಿಕ್ಕೆ ಹೊರಟವರಲ್ಲ. ഒരു ലിമിറ്റഡ് ആയി കഴിഞ്ഞാൽ 45 മിനിറ്റിൽ അലാം വെക്കുന്നത്, 45 മിനിറ്റ് നമുക്ക് മതി, അതിൽ കൂടുതൽ വേണ്ട. എനർജി കൂടി കഴിഞ്ഞാൽ നമ്മളുടെ ബോഡി ബിഹേവ് ചെയ്യുന്നത് നമ്മളെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ಸೊ ನೀವೇನೋ ಮೊಬೈಲ್ ನಲ್ಲೋ ಅಥವಾ ಬೇರೆ ಅಲಾರಾಮ್ ನೀವು 45 ಮಿನಿಟ್ಸ್ ಇಡ್ತೀರಾ, ಆ 45 ಮಿನಿಟ್ಸ್ ಮಾತ್ರ ಸಾಕು. ಅದಕ್ಕಿಂತ ಜಾಸ್ತಿ ಇಟ್ಟರೆ ನಮ್ಮಲ್ಲಿ ಬಾಡಿಯಲ್ಲಿ ಎನರ್ಜಿ ಲೆವೆಲ್ ಅಧಿಕವಾಗಿ ಮತ್ತೆ ನಮಗೆ ಕಂಟ್ರೋಲ್ ಸಿಗಲ್ಲ. ദൂഷ്യം സംഭവിക്കുക എന്ന് പറയുന്നത് അങ്ങനെയല്ല. ഒരു ബ്രഹ്മജ്ഞാനി ആവുന്നതിന് മുമ്പ് ഒരു അവധൂതാവസ്ഥ എന്ന് പറയുന്ന സാധനമുണ്ട്. അവധൂതാവസ്ഥയിൽ പോയിട്ട് എന്ത് കാര്യമുള്ളത്? ಸೊ ಈ ಅವಧೂತರ ಅವಸ್ಥೆ ಅಂತ ಇದೆ ಅಲ್ವಾ, ಸೊ ಆ ಅವಸ್ಥೆಗೆ ಹೋಗಿ ಏನ್ ಪ್ರಯೋಜನ? ಇದು ಬ್ರಹ್ಮಾಂಡ ನೀಡುವಂತದ್ದಲ್ಲ. ಅದು ಏನಾದ್ರು ಒಂದು ಮಿಸ್ಟೇಕಿನಿಂದ ಈ ಅವಧೂತ ರೀತಿ ಆಗ್ತಾರೆ. നിങ്ങളുടെ കോംപ്ലിക്കേറ്റഡ് മെമ്മറി വളരെ സ്ലോവിലി വൈപ്പ് ഔട്ട് ആവുമ്പോൾ നിങ്ങളെ ബാധിക്കില്ല ജീവിതത്തിൽ.
ಸೊ ನಿಮ್ಮ ಕಾಂಪ್ಲಿಕೇಟೆಡ್ ಮೆಮೊರಿ ಏನಿದೆ, ಸೊ ಅದು ವೈಪ್ಔಟ್ ಆಗ್ತಾ ಬಂದಂಗೆ ಮತ್ತೆ ನಿಮಗೆ ಯಾವುದೇ ತೊಂದರೆ ಆಗಲ್ಲ ಲೈಫಲ್ಲಿ. നേരെ മറിച്ച് ഒരൊറ്റ ദിവസം കൊണ്ട് കോംപ്ലിക്കേറ്റഡ് മെമ്മറി മുഴുവൻ വൈപ്പ് ഔട്ട് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോലും നിങ്ങളുടെ എക്സിസ്റ്റൻസ് എന്തിനാ, നിങ്ങൾ എന്തിനാണ് ഇവിടെ ജീവിക്കുന്നതെന്ന് പോലും നിങ്ങൾക്ക് മനസ്സിലാവാത്ത അവസ്ഥ വരും. ಸೊ ಒಂದೇ ದಿನದಲ್ಲಿ ಒಂದೇ ಕ್ಷಣದಲ್ಲಿ ಎಲ್ಲಾ ಕಾಂಪ್ಲಿಕೇಟೆಡ್ ಮೆಮೊರಿ ಒಟ್ಟಿಗೆ ವೈಪ್ ಔಟ್ ಆಗ್ಬಿಟ್ರೆ, ಅದು ಇಲ್ಲದಂತ ಆಗ್ಬಿಟ್ರೆ, ಮತ್ತೆ ನೀವು ಈ ಭೂಮಿ ಮೇಲೆ ಯಾಕೆ ಇದ್ದೀರಾ, ಯಾಕೆ ಬದುಕ್ತೀರಾ ಅಂತ ನಿಮಗೆ ಗೊತ್ತಾಗದ ಆಗ್ಬಿಡುತ್ತೆ. ഇതുകൊണ്ടാണ് ബ്രഹ്മജ്ഞാനി ആവുന്നതിന് മുമ്പ് ഒരു അവധൂത അവസ്ഥയിൽ പെട്ടുപോകുന്നത്. ಸೊ ಇದಕ್ಕೆ ಬ್ರಹ್ಮಜ್ಞಾನಿ ಆಗೋದಕ್ಕಿಂತ ಮುಂಚೆ ಅವಧೂತರ ಅವಸ್ಥೆ ಬಂದ್ಬಿಡುತ್ತೆ. ഇതുകൊണ്ടാണ് എപ്പോഴും പറയുന്നത് ധ്യാനമാർഗം സ്വീകരിക്കുന്നവർ ഒരു ഗുരു തത്വത്തിലൂടെ മാത്രം വേണം സഞ്ചരിക്കാൻ എന്നുള്ളത്. ಸೊ ಇದಕ್ಕೆ ಗುರುಜಿ ಯಾವಾಗ್ಲೂ ಹೇಳ್ತಾ ಇರುವಂತದ್ದು, ಧ್ಯಾನ ಮಾರ್ಗದಲ್ಲಿ ಹೋಗುವವರು ಆ ಗುರು ತತ್ವದಲ್ಲೇ ಹೋಗ್ಬೇಕಾಗುತ್ತೆ. ഗുരുവിന്റെ നിർദ്ദേശപ്രകാരം അല്ലാതെ, ഗൈഡഡ് മെഡിറ്റേഷൻ അല്ലാതെ, ഗുരുവിന്റെ നിർദ്ദേശപ്രകാരം അല്ലാതെ ഒരു മെഡിറ്റേഷൻ ചെയ്താൽ, ಒಬ್ಬ ಗುರುವಿನ ನಿರ್ದೇಶನವಿಲ್ಲದೆ ಮೆಡಿಟೇಷನ್ ಮಾಡಕ್ ಹೋದರೆ അതിന്റെ വരുന്ന ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും സംഭവിച്ച ആരാണ് നിങ്ങൾക്ക് തിരുത്തി തരിക? ಸೊ ಅದ್ರಲ್ಲಿ ಏನಾದ್ರು ತೊಂದರೆ ಆದ್ರೆ ನಿಮ್ಮನ್ನ ಯಾರು ಸರಿಪಡಿಸ್ತಾರೆ? ഒരു ഗുരുവിന്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ വെറും തമാശയല്ല. തോന്നിവാസം നിങ്ങൾ ചെയ്താൽ ഞാനല്ല എടുത്തു കളയണത്, പ്രപഞ്ചം തന്നെ എടുത്ത് നിങ്ങളെ പുറത്തേക്ക് കളയും. ಸೊ ಒಬ್ಬ ಗುರುವಿನ ರೆಸ್ಪಾನ್ಸಿಬಿಲಿಟಿ ಅನ್ನುವಂಥದ್ದು ಅದು ತಮಾಷೆ ಮಾತಲ್ಲ. ಸೊ ನಿಮಗೆ ಏನಾದ್ರು ಈ ರೀತಿ ನೀವು ಏನು ಗುರುನಿಂದೆಯನ್ನ ತೋರ್ಸಕ್ ಹೋದ್ರೆ, ಸೊ ಗುರೂಜಿ ಅದನ್ನ ತೆಗೆದಾಕಲ್ಲ, ಬ್ರಹ್ಮಾಂಡ ನಿಮ್ಮನ್ನ ಇದರಿಂದ ಹೊರ ಹಾಕ್ಬಿಡುತ್ತೆ. നിങ്ങൾ ഒരുപക്ഷെ, നിങ്ങൾക്ക് അറിയില്ല, എൻ്റെ അടുത്ത് എത്രയോ ആളുകൾ യൂട്യൂബ് വീഡിയോ കണ്ട് മാനസിക തല തെറ്റി ഈ എന്താ പറയണേ ഒരു കാര്യത്തെ പറ്റിയിട്ട് തിരിച്ചറിവ് പോലില്ലാത്ത ആളുകൾ വന്നിട്ടുണ്ട് എന്നറിയും. ಸೊ ನಿಮಗೆ ಗೊತ್ತಿದೆಯೋ ಇಲ್ವೋ ಗೊತ್ತಿಲ್ಲ. ಸೊ ಯೂಟ್ಯೂಬ್ ಎಲ್ಲ ನೋಡ್ಬಿಟ್ಟು ಅವರು ಅದೇ ರೀತಿ ಮೆಡಿಟೇಷನ್ ಮಾಡಕ್ ಹೋಗಿ, ಸೊ ಅವರ ಏನು ಆ ಮಾನಸಿಕ ಸ್ಥಿರತೆ ಏನಿದೆ ಅದು ಬದಲಾಗಿ ಆ ಹುಚ್ಚರ ತರ ಎಲ್ಲ ಆದವರು ಕೆಲವರು ಇದ್ದಾರೆ. ಅಂತವರೆಲ್ಲ ನನ್ನ ಹತ್ರ ಮತ್ತೆ ಬಂದಿದ್ದಾರೆ. ഇത് ഭയപ്പെടുത്താൻ പറയുന്നതല്ല. ಸೊ ಇದು ನಿಮಗೆ ಭಯ ಬೀಳಿಸ್ಲಿಕ್ಕೆ ಹೇಳುವಂತದ್ದಲ್ಲ. മെഡിറ്റേഷൻ ചെയ്യുന്നവർ പാലിക്കേണ്ട നിയമങ്ങളാണ് ഞാൻ എപ്പോഴും ഇവിടെ അക്കമിട്ട് പറയണത്. ಸೊ ನೀವು ಮೆಡಿಟೇಷನ್ ಮಾಡುವವರು ಪಾಲಿಸಬೇಕಾದ ನಿಯಮಗಳನ್ನ ನಾನು ಕರೆಕ್ಟ್ ಆಗಿ ನಾನು ಅಂಕಿ ಸಂಖ್ಯೆ ಬಿಡದೆ ನಾನು ಹೇಳ್ತಾ ಇದ್ದೀನಿ. മെഡിറ്റേഷൻ ചെയ്യുന്നവർ പകൽ ഉറങ്ങാൻ പാടില്ല. ಸೊ ಮೆಡಿಟೇಷನ್ ಮಾಡುವವರು ಹಗಲು ನಿದ್ದೆ ಮಾಡಬಾರ್ದು. മെഡിറ്റേഷൻ ചെയ്യുന്നവർ 6 മണിക്ക് ശേഷം ഭക്ഷണം കഴിക്കാൻ പാടില്ല. ಮೆಡಿಟೇಷನ್ ಮಾಡುವವರು 6 ಗಂಟೆ ಮೇಲೆ ನೀವು ಫುಡ್ ತಗೋಬಾರ್ದು. മെഡിറ്റേഷൻ ചെയ്യുന്നവർ ശവക്കറിയോ മദ്യപാനോ പാടില്ല. ಸೊ ಮೆಡಿಟೇಷನ್ ಮಾಡುವವರು ಶವದ ಮಾಂಸ ತಿನ್ಬಾರ್ದು, ಮದ್ಯ ಸೇವನೆ ಮಾಡಬಾರ್ದು. മെഡിറ്റേഷൻ ചെയ്യുന്നവർ ധർമ്മത്തിന്റെ പാതയിൽ വേണം സഞ്ചരിക്കാൻ. ಮೆಡಿಟೇಷನ್ ಮಾಡುವವರು ಧರ್ಮದ ದಾರಿಯಲ್ಲಿ ನಡಿಬೇಕು. ഇതെല്ലാം ഇതിൽ നിന്ന് വ്യതിചലിച്ചാൽ അതിന് പണിഷ്മെന്റ് ഉണ്ട്. ಸೊ ಇದರಿಂದ ಏನಾದ್ರೂ ವ್ಯತ್ಯಾಸ ಆದ್ರೆ ಅದಕ್ಕಿರುವಂತ ಪನಿಷ್ಮೆಂಟ್ ನಿಮಗೆ ಸಿಗುತ್ತೆ. ആ പണിഷ്മെന്റ് നിങ്ങളെ കൊണ്ട് താങ്ങാൻ പറ്റില്ല. ಸೊ ಅದು ನಿಮ್ಮಿಂದ ತಡೀಲಿಕ್ಕೆ ಅಸಾಧ್ಯ. ಅದು സാധ്യമല്ലാത്തവർ ചെയ്യണ്ട. ಸೊ ನಿಮಗೆ ಅದು ಆಗಲ್ಲ ಅಂತ ಹೇಳಿದ್ರೆ ಬಿಟ್ಬಿಡಿ, ಮಾಡಕ್ ಹೋಗ್ಬೇಡಿ. ഒരു നിർബന്ധമില്ല. നിങ്ങൾക്ക് മോക്ഷം വേണോ, നിങ്ങൾക്ക് നല്ല ലൈഫ് വേണോ, നിങ്ങൾക്കാണോ ഗുണം വേണ്ടത്, ഈ പറയുന്ന പാതയിൽ നല്ല വൃത്തിയായിട്ട് നടക്കണം. ಸೊ ಯಾವುದೇ ನಿರ್ಬಂಧವಿಲ್ಲ. ನಿಮಗೆ ಮೋಕ್ಷ ಬೇಕಾ, ನಿಮಗೆ ಒಳ್ಳೇದಾಗ್ಬೇಕಾ, ನೀವು ಇದರಲ್ಲಿ ಬನ್ನಿ, ನೀವು ಮಾಡಿ. ഇതിൽ നമ്മൾ അധർമ്മത്തിലേക്ക് തിരിയോ ടൈമിംഗ് ചേഞ്ച് ചെയ്യോ നമ്മളുടേതായ രീതിയിൽ എന്തെങ്കിലും വിട്ടാൽ പ്രപഞ്ചത്തിന് ഇത് ആരിരുത്തി എന്നുള്ളതും എങ്ങനെ ഇരുത്തി എന്തിനാണ് എന്നുള്ളതും നിങ്ങളിരിക്കുന്ന മുദ്ര, നിങ്ങളിരിക്കുന്ന ചിന്താഗതി, ഈ മനോഭാവമൊക്കെ അനുസരിച്ചിട്ടാണ് പ്രപഞ്ചം ഡിസൈഡ് ചെയ്യേണ്ടത് ഇവൻ എങ്ങനെയാണ് പോകേണ്ടത്, എന്താണ് ചെയ്യേണ്ടത്, എത്രയാ കൊടുക്കേണ്ടതെന്ന്. ಸೊ ನೀವು ಕೂರುವ ರೀತಿ, ನೀವು ಮಾಡುವಂತ ಕೆಲಸ ಕಾರ್ಯಗಳು, ನೀವು ಈ ಧರ್ಮ ಬಿಟ್ಟು ಬೇರೆ ಏನಾದ್ರು ಅಧರ್ಮದ ಮಾರ್ಗದಲ್ಲಿ ಇದನ್ನ ಮಾಡಕ್ ಹೋದ್ರೆ ನಿಮಗೆ ಬ್ರಹ್ಮಾಂಡನೇ ನಿಮ್ಮನ್ನ ಎಷ್ಟು ನಿಮಗೆ ಅನುಭವ ಕೊಡ್ಬೇಕು ಅದನ್ನ ಕಂಟ್ರೋಲ್ ಮಾಡಿ ಅದು ಕೊಡುತ್ತೆ. എത്രയോ കാലമായിട്ട് ഞാൻ പറയണ, ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് എല്ലാവരും വരണം. ഇപ്പൊ 369 പേരായി. ക്ലാസ് തുടങ്ങിയപ്പോ 306 പേരായി. ಸೊ ನಾನು ಎಷ್ಟೋ ಬಾರಿ ಹೇಳ್ತಾ ಇದ್ದೇನೆ, ನಾನು ತರಗತಿ ಸ್ಟಾರ್ಟ್ ಮಾಡೋದಕ್ಕಿಂತ ಮುಂಚೆ ಎಲ್ಲರೂ ಬಂದು ಕೂತ್ಕೋಬೇಕು ಅಂತ. 306 ಜನ ಸ್ಟಾರ್ಟ್ ಮಾಡೋದಾಗ ಇದ್ದಿದ್ದು ಈಗ ನೋಡಿ 370 ಜನ ಮಧ್ಯ ಮಧ್ಯ ಬಂದು ಸೇರ್ಕೊಂಡಿದ್ದಾರೆ. ഗുരുതത്വം എന്ന് പറയുമ്പോ എല്ലാവരുടെയും ധാരണ ഇതെന്തോ കള്ളുഷാപ്പിൽ പോണ പോലെ എപ്പോഴെങ്കിലും കേറിയാൽ മതി എന്നുള്ളൊരു തോന്നലാണ്. ಸೊ ಗುರುತತ್ವ ಅಂದ್ರೆ ಈಗ ಕೆಲವರೆಲ್ಲ ತಿಳ್ಕೊಂಡಿದ್ದಾರೆ ಈ ಬಾರ್ಗೆ ಹೋಗೋ ತರ ಯಾವಾಗ ಬೇಕಾದ್ರೂ ಹೋಗ್ಬೋದು ಅಂತ ತಿಳ್ಕೊಂಡಿದ್ದಾರೆ. പക്ഷെ ഞാനത് ലോക്ക് ചെയ്യാത്തതിന് കാരണം പലർക്കും ഇന്റർനെറ്റിന്റെ പ്രോബ്ലം അല്ലെങ്കിൽ ഫ്ലക്ച്വേഷൻ, ഔട്ടായി, ഇന്നായി, ഇങ്ങനെയുള്ള പ്രശ്നം പറയുന്നതുകൊണ്ട് മാത്രമാണ്. ನಾನು ಈ ತರಗತಿಗೆ ಬರದಂಗೆ ಲಾಕ್ ಮಾಡ್ಲಿಕ್ಕೆ ಗೊತ್ತು, ಆದ್ರೆ ನಾನು ಯಾಕೆ ಲಾಕ್ ಮಾಡ್ತಾ ಇಲ್ಲ ಅಂದ್ರೆ ತುಂಬಾ ಜನಕ್ಕೆ ನೆಟ್ವರ್ಕ್ ಪ್ರಾಬ್ಲಮ್ ಇದೆ. ಸೊ ಹಾಗಾಗಿ ಅದರ ವೇರಿಯೇಷನ್ ಬರೋದ್ರಿಂದ ಕಷ್ಟ ಆಗುತ್ತೆ ಅಂತೇಳಿ ನಾನು ಲಾಕ್ ಮಾಡ್ಲಿಲ್ಲ. ഓരോ സമ്പ്രദായത്തിനും ആ ഗുരുക്കന്മാരെ ഓരോ മെത്തേഡ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിന് ഓരോ നിയമാവലികളും ഉണ്ട്. ಒಂದೊಂದು ಸಂಪ್ರದಾಯ ಅಂತ ಒಬ್ಬೊಬ್ಬ ಗುರುಗಳು ಅದನ್ನ ಅವರದೇ ಆದಂತಹ ಒಂದು ನಿಯಮಗಳನ್ನ ಸೃಷ್ಟಿ ಮಾಡಿರ್ತಾರೆ.
അതുകൊണ്ട് എന്റെ സമ്പ്രദായമായിട്ടുള്ള SMS മെഡിറ്റേഷനിൽ ഞാൻ പറയുന്ന നിയമാവലി നിങ്ങൾ ദയവ് ചെയ്ത് പാലിക്കണമെന്ന് ഞാൻ വളരെ എന്താ പറയുക വിനയപുരസരം പറയാണ്. ಸೊ ಈ SMS ಮೆಡಿಟೇಷನ್ ನಲ್ಲಿ ಏನು ನಿಯಮಗಳಿದೆ ಅದನ್ನ ಸರಿಯಾದ ರೀತಿಯಲ್ಲಿ ಪಾಲನೆ ಮಾಡಿ ಅಂತ ಹೇಳಿ ನಾನು ವಿನಯಪೂರ್ವಕವಾಗಿ ನಿಮ್ಮಲ್ಲಿ ಕೇಳಿಕೊಳ್ಳುತ್ತೇನೆ. അതിൽ നിന്ന് വ്യതിചലിച്ചാൽ എനിക്കല്ല കുഴപ്പം, നിങ്ങളെ പ്രപഞ്ചം എടുത്ത് മാറ്റി കളയും. ಸೊ ಅದರಿಂದ ನೀವು ತಪ್ಪಾದ ರೀತಿಯಲ್ಲಿ ಹೋದ್ರೆ ನಾನಲ್ಲ, ಬ್ರಹ್ಮಾಂಡ ನಿಮ್ಮನ್ನ ಹೊರಹಾಕುತ್ತೆ. രണ്ടാമത്തെ ആളെ ഞാൻ വിളിക്കാൻ പോണത് അഞ്ജലിയെയാണ്. ಸೊ ಎರಡನೇದಾಗಿ ಅಂಜಲಿ ಅವರನ್ನ ಕರೀತಾ ಇದ್ದಾರೆ. അഞ്ജലിയുടെ മകൻ ക്ലാസ്സിലുണ്ടെങ്കിൽ ഒന്ന് വിളിക്കണം. ಅಂಜಲಿ ಅವರ ಮಗ ತರಗತಿಯಲ್ಲಿ ಇದ್ರೆ ಒಂದ್ಸಲಿ ಕರೀರಿ. ನಮಸ್ತೆ ಗುರುಜಿ. നമസ്തേ മോൻ, ഹൗ ആർ യു? സുഖമാണ്. ഓക്കെ, എന്താണ് സംഭവിച്ചത് എക്സാക്ട്ലി ഒന്ന് പറയുമോ? എക്സാക്ട്ലി സംഭവിച്ച ഗുരുജിക്ക് ഓർമ്മ കാണുവാണെങ്കിൽ ഞാൻ ആദ്യത്തെ ദിവസം എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. ആദ്യം 4 ദിവസം അങ്കിളിന് കൺവേർട്ട് ചെയ്യാനുള്ള സമയം കൊടുക്കണം, ഇടയ്ക്ക് ബ്രേക്ക് ചെയ്യണം. അത് പറഞ്ഞല്ലേ പ്ലീസ്. ആദ്യത്തെ 4 ദിവസം എന്തായി? ചുരുക്കി പറഞ്ഞാൽ മതി, ഒത്തിരി ലെങ്തി ആക്കല്ലേ, വളരെ ചുരുക്കി പറഞ്ഞാൽ മതി. ആദ്യത്തെ 4 ദിവസത്തേക്ക് എനിക്ക് ചെയ്യാൻ പറ്റില്ല. ഈച്ച എന്നെ ഒട്ടിച്ച്. ಮೊದಲನೇ 4 ದಿನ ಅವರಿಗೆ ಮೆಡಿಟೇಷನ್ ಮಾಡ್ಲಿಕ್ಕೆ ಆಗ್ಲಿಲ್ಲ. ಆ ನೊಣಗಳು ಅವರಿಗೆ ತೊಂದರೆ ಕೊಟ್ಟು. അതിന് ശേഷം ഞാൻ ഗുരുജിനോട് പറഞ്ഞായിരുന്നു. ഗുരുജി പറഞ്ഞു ഓക്കെ നാളെ വരത്തില്ല ഈച്ചകള് ഇനി തൊട്ട്. അതിന്റെ ശേഷം വന്നില്ല. അതിന്റെ ശേഷം 2-3 ദിവസം കഴിഞ്ഞ ശേഷം ഒരു വോയിസ് വന്നിട്ട് പറഞ്ഞ് ഒരു വോയിസ് പറഞ്ഞു 2 ദിവസത്തേക്ക് എനിക്ക് വിൻഡ് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഞാൻ വിശ്വസിച്ചില്ല. ഞാൻ വിചാരിച്ചു എനിക്ക് പറ്റായിരുന്നു. ഞാൻ നോക്കിയപ്പോ എനിക്ക് കാറ്റിന് എവിടെ പോകുന്നതെന്ന് മാറ്റം. 4 ದಿನ ಅವರು ಮೆಡಿಟೇಷನ್ ಮಾಡ್ಲಿಕ್ಕೆ ಆಗ್ಲಿಲ್ಲ ಅಂತ 5ನೇ ದಿನ ಅವರು ಮೆಡಿಟೇಷನ್ ಮಾಡ್ಲಿಕ್ಕೆ ನಿಂತಾರಂತೆ. ಸೊ ಅವಾಗ ಅವರಿಗೆ ಒಂದು ವಾಯ್ಸ್ ಬಂತಂತೆ, ನೀನು 2 ದಿನ ಗಾಳಿಯನ್ನ ಕಂಟ್ರೋಲ್ ಮಾಡಕ್ ಆಗುತ್ತೆ ಅಂತ. ಸೊ ಹಾಗಾಗಿ ಅವರು ಅದು ಸರಿಯಾ ತಪ್ಪಾ ಅಂತ ಗೊತ್ತಿಲ್ಲದೆ ಒಂದು ಕನ್ಫ್ಯೂಸ್ ಆಗಿದ್ರು. അതിന്റെ ശേഷം 2 ദിവസം കഴിഞ്ഞതിന് ശേഷം മൂൺ മെഡിറ്റേഷന് സെയിം വോയിസ് തന്നെ പറഞ്ഞ് ഒരു 10 പ്രാവശ്യം അല്ല 10,000 ടൈംസ് ഈ ഒരു മന്ത്രം ജപിക്കാൻ പറഞ്ഞു ഗണപതി ഭഗവാന്റെ. എന്നിട്ട് തിരിച്ചു വരാം. ನಂತರ ಮೂನ್ ಮೆಡಿಟೇಷನ್ ಅಲ್ಲಿ ಅವರಿಗೆ ಒಂದು ಸೂಚನೆ ಸಿಕ್ತು. ಅಂದ್ರೆ ಅದೇ ರೀತಿಯ ಒಂದು ವಾಯ್ಸ್ ಬಂತು. 10,000 ಟೈಮ್ಸ್ ಗಣಪತಿದು ಒಂದು ಮಂತ್ರ ಜಪ ಮಾಡ್ಲಿಕ್ಕೆ ಹೇಳಿದ್ರಂತೆ. ആ മന്ത്രം ഒരിക്കലും ആരോടും പറയണ്ട കേട്ടോ, അത് സീക്രട്ട് ആയിട്ട് ഇരുന്നോണ്ട്. പറഞ്ഞു, ബാക്കി പറഞ്ഞു. അത് പറയരുന്ന് പ്രപഞ്ചം പറഞ്ഞില്ലേ? ഓക്കെ. അതിന്റെ ശേഷം ഞാൻ മഹാദേവനെ കണ്ടു. ഓക്കെ, അതിനുശേഷം മഹാദേവനെ കണ്ടു. പറഞ്ഞു. അതൊരു 2-3 മിനിറ്റ് ആയിരുന്നു. ഒരു ചിന്തിക്കുമ്പോ 2-3 മിനിറ്റ് മഹാദേവന്റെ മോഹം കണ്ടു, ബോഡി കണ്ടു. അതിന്റെ ശേഷം മെനഞ്ഞാന്നൊരു ബ്ലാക്ക് പൂച്ച വന്നായിരുന്നു. ಅದರ ನಂತರ ಶಿವಂದು ದರ್ಶನ ಆಯ್ತು. ನಂತರ ಶಿವ ಭಗವಾನ್ ದರ್ಶನ ಆಯ್ತು. ನಂತರ ಒಂದು ಬ್ಲಾಕ್ ಕ್ಯಾಟ್ ದರ್ಶನ ಆಯ್ತು ಅಂತ ಹೇಳಿದ್ರು. മെനഞ്ഞാന്നൊരു ബ്ലാക്ക് പൂച്ച വന്നിട്ട് അവിടെ ഇങ്ങനെ കരഞ്ഞു. അപ്പൊ ഞാൻ തിരിച്ച് വീട്ടിൽ താഴെ പോയിട്ട് വെള്ളം എടുത്തു കൊടുത്തു. എന്നിട്ട് മെഡിറ്റേഷന് അത് വെള്ളം കുടിച്ചില്ല, എന്നെ അടുത്ത് ഇങ്ങനെ കാലിന്റെ അടുത്ത് വന്നു. അപ്പൊ ഞാൻ മെഡിറ്റേഷനിൽ കയറിയപ്പോ മൂൺ മെഡിറ്റേഷൻ ആണ്. അപ്പൊ കണ്ടു വന്നിട്ട് അപ്പൊ അത് വെള്ളം കുടിച്ചിട്ട് എന്റെ കാലിന്റെ സൈഡിൽ വന്നു കിടന്നു. ഇന്നലെ അത് തന്നെയാണ്. ഗുരുജി അത് ഒറിജിനൽ ക്യാറ്റ് ആണോ മെഡിറ്റേഷനിലായതാണോ എങ്ങനെയാന്ന് അറിഞ്ഞില്ല. ഒറിജിനൽ ക്യാറ്റ്. ಓಕೆ ಓಕೆ ಓಕೆ. ಸೊ ಓಕೆ, ಇವರು ಮೂನ್ ಮೆಡಿಟೇಷನ್ ಮಾಡೋ ಟೈಮಲ್ಲಿ ಒಂದು ಕ್ಯಾಟ್ ಬಂತಂತೆ, ಬ್ಲಾಕ್ ಆಗಿರುವಂತಹ ಕ್ಯಾಟ್. ಸೊ ಅದು ಅಲ್ಲಿ ಬಂದು ನೀರು ಕುಡ್ಕೊಂಡು ಇವರ ಕಾಲ ಹತ್ರ ಬಂದು ಕೂತ್ಕೊಂಡಿತ್ತು. ഓക്കെ, ഇനി ഞാൻ പറയണത് കേട്ടോ. മോൻ എങ്ങനെയാണ് ആ വിൻഡിനെ കൺട്രോൾ ചെയ്തത്? ശരിക്കും വിൻഡിനെ എങ്ങനെ കൺട്രോൾ ചെയ്ത് നിർത്തിയോ? അത് കൈയിനെ ഇങ്ങനെ കാറ്റ് സറൗണ്ട് ചെയ്യും. മനസ്സിലായി? കാറ്റ്. ഓക്കെ, ഇനി പറയണതാണ് ശ്രദ്ധിക്കേണ്ടത്. ഇങ്ങനത്തെ നമുക്ക് ഓരോന്നും മെഡിറ്റേഷനിൽ പറയുമ്പോൾ
അത് എന്നോട് പറയണമെന്ന് പറയണതിന്റെ കാരണം എന്താന്ന് പറയാം. നമ്മളുടെ നിസ്വാർത്ഥ ലെവൽ എന്താണെന്ന് പ്രപഞ്ചം നമ്മളെ ടെസ്റ്റ് ചെയ്യണമാണ്. അതിനാണ് നിങ്ങളോട് ക്ലാസ്സിൽ കയറണം, ഗുരുവിനോട് കാര്യം പറയണം എന്ന് പറഞ്ഞത്. ഇപ്പൊ നമ്മള് പ്രപഞ്ചത്തിന്റെ ഒരു കാര്യം പറഞ്ഞു, നമ്മൾ ഉടനെ തന്നെ വായുവിനിട്ട് കളിക്കാൻ തുടങ്ങിയെന്നിരിക്കട്ടെ, നമുക്ക് ഏത് തരത്തിലുള്ള ആളാന്ന് പ്രപഞ്ചം നമ്മളവിടെ ടെസ്റ്റ് ചെയ്യും. നമുക്ക് കിട്ടാൻ പോണ അനുഭവത്തെ ആ ഫീസ് ഊരി മാറ്റി വയ്ക്കും. ഇപ്പൊ ഞാൻ എന്റെ തന്നെ ഒരു ഉദാഹരണം പറഞ്ഞു തരാം. അദ്വൈതില്ലേ, ഇവിടുത്തെ മോൻ ഇതേപോലെ സൂര്യനിൽ പോകാനുള്ള അവസരം കിട്ടി, സൂര്യനെ പിടിക്കാൻ പറ്റി. അതൊക്കെ കഴിഞ്ഞപ്പോ മോൻ ഒരാഗ്രഹം, ഇനി സൂര്യനെ എന്ത് ചെയ്യണം എന്നായിരുന്നു മോനും? അപ്പൊ ഞാൻ പറഞ്ഞില്ലേ നോൺ എന്താണെന്ന് പറഞ്ഞത്, എക്സാക്ട്ലി പറഞ്ഞു. ഓക്കെ. മോൻ പറഞ്ഞു എനിക്ക് സൂര്യനെ തിന്നണ അച്ഛാന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു മോനെ ഒരിക്കലും അങ്ങനെ ചിന്തിക്കാൻ പോലും പാടില്ല. ഇല്ല അച്ഛാ എനിക്ക് തിന്നണം. അപ്പൊ ഞാൻ പറഞ്ഞു മോനെ പാടില്ല, അത് ശരിയല്ല. കാരണം വായു ഭഗവാൻ ഇവിടെ ഹനുമാനാണ് പണ്ട് സൂര്യനെ പിടിക്കാൻ പോയത്, ഇല്ലേ? നമ്മൾ കഥയിൽ കേട്ടിട്ടുണ്ട്, താഴേക്ക് വീണതും ബാക്കിയുള്ള കഥകൾ. പ്രപഞ്ചം ഇതേപോലെ നമുക്ക് വളരെയധികം ഓപ്പർച്യൂണിറ്റി തരും. നമുക്ക് കിട്ടുമ്പോൾ നമുക്ക് തോന്നുകയാണ് ഈ വായുവിനെ വെച്ച് നമ്മളൊന്ന് കളിച്ചേക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് തരാൻ പോണ അനുഭവം നിർത്തും. നമ്മൾ എന്ത് ചെയ്യണം? നമുക്കൊന്നും അനുഭവിക്കാൻ പറ്റില്ല. ചെറുതായിട്ട് രണ്ട് മണിക്കൂർ നേരത്തേക്ക് അല്ലെങ്കിൽ 2 പ്രാവശ്യത്തേക്ക് എത്രയോ കിട്ടിയില്ലേ? അതുകൊണ്ട് സംതൃപ്തനാവണം. നമ്മൾ അടുത്ത ലെവലിലേക്ക് തോന്നുകയാണ് ഞാൻ ഇതിനെ വച്ചിട്ട് അത് ചെയ്യാം, അതിനെ വച്ചിട്ട് ഇത് ചെയ്യാന്ന്. ഇങ്ങനെയൊക്കെ നമ്മളുടെ ബുദ്ധിക്ക്, ചിന്തയ്ക്ക്, അല്ലെങ്കിൽ നമ്മൾ സ്വാർത്ഥനാവുമ്പോൾ, നമ്മുടെ ചിന്ത എപ്പോഴാണ് പറഞ്ഞത് നമുക്ക് ഇത് ചെയ്യണമെന്ന്? നമ്മൾ സ്വാർത്ഥനാവുമ്പോഴാണ്. ഇതെല്ലാം നമ്മളെ കുറേശ്ശെ അല്ലെങ്കിൽ പ്രപഞ്ചം പഠിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകും. ഇപ്പൊ ഞാൻ പറഞ്ഞു വായുവിനെ കൺട്രോൾ ചെയ്യണം, മന്ത്രത്തെ പറയരുതെന്ന്. ഇത് പ്രപഞ്ച രഹസ്യമാണ്. പക്ഷെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതിന്റെ കാരണം എന്താ? നിങ്ങൾ പറഞ്ഞു തന്നതിനെക്കൊണ്ട് നാളെ ആരും ഇത് ചൊല്ലിയാലും വായുവിനെ നിയന്ത്രിക്കാൻ പറ്റുമൊന്നുമില്ല. പക്ഷെ ഒരു ചെറിയ ലെവലില് അതിന്റെ മാജിക് എന്താന്ന് മനസ്സിലാവും. ഇതാണ് സിദ്ധി എന്ന് പറയുന്നത്. ഈ സിദ്ധിയെ നമ്മൾ ദുർവിനിയോഗം ചെയ്യാൻ തുടങ്ങിയാൽ പ്രപഞ്ചം നമുക്ക് തരുന്ന അറിവിനെ അങ്ങ് തരല് നിർത്തും. പ്രപഞ്ചം എപ്പോഴും നമ്മളെ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇതാണ് ഒരു ഗുരു തത്വത്തിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ സത്യാസത്യങ്ങളെ മനസ്സിലാക്കി ഗുരുവിന് നല്ല വഴിയിലൂടെ നടത്താൻ പറ്റും. അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിക്കുക, നമുക്ക് എന്ത് തന്നെ ചെയ്യാൻ പ്രപഞ്ചം അനുവാദം തന്നാലും എന്നെ അറിയിക്കുക. ഗുരുജി എനിക്ക് ഇങ്ങനെ പെർമിഷൻ തന്നിട്ടുണ്ട്, ഞാൻ ചെയ്തു നോക്കണോ വേണ്ടി വന്നു. ആ വിഷ്ണു അങ്കിളിനൊക്കെ അല്ലെങ്കിൽ മറ്റേ രാജാവ് ചേട്ടനൊക്കെ ഇതേപോലെ അനുഭവം കിട്ടുന്ന ഓരോരുത്തരും എന്നോട് കൃത്യമായിട്ട് വിളിച്ച് കാര്യം പറയും. ഗുരുജി ഇങ്ങനെ അറിഞ്ഞു, ഇത് പറയണ്ടെന്ന പ്രപഞ്ചം പറയും, ഇത് പറയാൻ പറഞ്ഞു. എന്നോട് പറയണ്ടെന്നല്ല, മറ്റുള്ളവരോട്. അപ്പൊ നിങ്ങൾ കുട്ടികൾ നിഷ്കളങ്കരായതുകൊണ്ട് നിങ്ങൾക്ക് പ്രപഞ്ചം കണ്ടമാനം സപ്പോർട്ട് ചെയ്യും. ആ നിഷ്കളങ്കതയിൽ തന്നെ നമുക്ക് സ്വാർത്ഥത വന്നു അറിയാണ്ട് കുട്ടികളാവുന്നു. നമുക്കറിയില്ല. അതാണ് അദ്വൈതിന് പറ്റിയത്. എന്നിട്ട് പ്രപഞ്ചം എന്ത് ചെയ്തു? കുറെ കാലം പണിഷ്മെന്റ് പോലെ ഒരനുഭവം കൊടുക്കാതെ വെച്ചുകൊണ്ടിരുന്നു. ഗുരുസ്വാമി പറഞ്ഞു അവനോട് വന്ന് വേണ്ടാന്ന് പറഞ്ഞു. അപ്പോ ഒന്ന് ആലോചിച്ച് നോക്കുക എത്രമാത്രം അതിനെ കെയർഫുള്ളി നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ടതാണ്. അതുപോലെ വേറൊരു കാര്യമാണ്, മറ്റുള്ളവരുടെ കാര്യങ്ങൾ നമ്മൾ അറിയാൻ തുടങ്ങുമ്പോൾ വേണ്ട എന്ന് പ്രപഞ്ചത്തോട് പറഞ്ഞില്ല. അത് സ്ട്രിക്ട്ലി നമ്മൾ പറയേണ്ട കാര്യമാണ്, നമുക്ക് അറിയേണ്ടത്. ഇപ്പൊ ഞാൻ ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മളെ ചിലപ്പോൾ പ്രപഞ്ചം കൂട്ടുകാരന്റെ വീട്ടിൽ എവിടെയെങ്കിലും കൊണ്ടുപോകും. ഉടനെ തന്നെ സോറി ഇത്രയും ഇത്രയും പറഞ്ഞു. ಗುರುಜಿ ഞാൻ പറയാം. ಓಕೆ. ಗುರುಜಿ ಏನ್ ಹೇಳ್ತಿದ್ದಾರೆ ಅಂತ ಹೇಳಿದ್ರೆ, ಇವಾಗ ನೋಡಿ ಚಿಕ್ಕ ಮಕ್ಕಳು ಮೆಡಿಟೇಷನ್ ಮಾಡ್ಬೇಕಾದ್ರೆ ಅವರು ತುಂಬಾ ನಿಸ್ವಾರ್ಥರಾಗಿರ್ತಾರೆ. ಸೊ ಹಾಗಾಗಿ ಬ್ರಹ್ಮಾಂಡ ಏನು ಅವ್ರಿಗೆ ಅನುಭವಗಳನ್ನು ಕೊಡೋದು ತುಂಬಾ ಜಾಸ್ತಿಯಾಗಿ ಕೊಡುತ್ತೆ. ಇಲ್ಲಿ ಆ ಹುಡುಗ ಯಾರು ಮಾತಾಡಿದ್ದಾರೆ, ಸೊ ಅವ್ರಿಗೆ ನಿನ್ನ ಕೈಯಿಂದ ಗಾಳಿಯನ್ನ ಕಂಟ್ರೋಲ್ ಮಾಡ್ಬೋದು ಅಂತ ಬ್ರಹ್ಮಾಂಡ ಒಂದು ಮಂತ್ರವನ್ನ, ಅದು ಗಣಪತಿ ಭಗವಾನ್ ಒಂದು ಮಂತ್ರವನ್ನ ಕೊಟ್ಟಿದ್ರು. ಸೊ ಆ ಮಂತ್ರ ನೀನು ಹೇಳಿದ್ರೆ ಸಾಕು, ನಿನಗೆ ಗಾಳಿಯನ್ನ ಕಂಟ್ರೋಲ್ ಮಾಡ್ಬೋದು ಅಂತ ಹೇಳಿ ಒಂದು ಸೂಚನೆಯನ್ನ ಕೊಟ್ಟಿದ್ರು. ಸೊ ಅವರು ಏನಾಗಿದೆ ಅಂತ ಹೇಳಿದ್ರೆ, ನಾವು ಯಾವತ್ತಾದ್ರೂ ನಾವು ಮೆಡಿಟೇಷನ್ ಮಾಡ್ಬೇಕಾದ್ರೆ ಸೊ ಅದರಲ್ಲಿ ಏನು ಎಕ್ಸ್ಟ್ರಾ ಘಟನೆಗಳು ನಡೆಯುತ್ತೆ, ಅದನ್ನ ನಾವು ಗುರುಜಿ ಅವರಿಗೆ ನೆಕ್ಸ್ಟ್ ಡೇ ಕ್ಲಾಸ್ ನಲ್ಲಿ ನಾವು ಇನ್ಫಾರ್ಮ್ ಮಾಡ್ಬೇಕು ಅಂತ ಇದಕ್ಕೆ ಹೇಳೋದು. ಏನಕ್ಕೆ ಅಂದ್ರೆ ಬೈ ಮಿಸ್ಟೇಕ್ ಅವರಿಗೆ ಗೊತ್ತಿಲ್ಲದಂಗೆ ಅವರು ಅದನ್ನ ಪ್ರಯೋಗ ಮಾಡಕ್ಕೆ ನೋಡಿದ್ರೆ ಸೊ ಅಲ್ಲಿ ಒಂದು ಮ್ಯಾಜಿಕ್ ತರ ಪ್ರಯೋಗ ನಡೆಯುತ್ತೆ. ಆದ್ರೆ ಬ್ರಹ್ಮಾಂಡ ಏನಾಗುತ್ತೆ ಅಂತಂದ್ರೆ ಅವರನ್ನ ಟೆಸ್ಟ್ ಮಾಡ್ತಾ ಇರ್ತಾರೆ. ಸೊ ಇಲ್ಲಿ ಗುರುಜಿ ಅವರ ಮಗ ಏನಿದ್ದಾರೆ, ಸೊ ಅವರು ಒಂದು ದಿನ ಅದೇ ರೀತಿ ಮಾಡಿದ್ರು. ಸೊ ಅವರಿಗೆ ಸೂರ್ಯನ ಹತ್ರ ಹೋದಾಗ, ಸೂರ್ಯನ ನೋಡಿದಾಗ ತುಂಬಾ ಚಿಕ್ಕ ಗಾತ್ರದಲ್ಲಿ ಸೂರ್ಯ ಅಲ್ಲಿ ಕಾಣಿಸಿದ್ದಾರೆ. ಸೊ ಹಾಗಾಗಿ ಅದನ್ನ ತಿನ್ನಬೇಕು ಅಂತ ಒಂದು ಆಸೆ ಬಂತು. ಸೊ ಇದನ್ನ ಅವರ ತಂದೆ ಹತ್ರ ಹೇಳಿದಾಗ ತಂದೆ ಅಂದ್ರೆ ಗುರುಜಿ ಅವರು, ಸೊ
ನೀನು ಆ ರೀತಿ ತಪ್ಪು ಮಾಡಬೇಡ. ಇಂದಿನ ಕಾಲದಲ್ಲಿ ಆ ಹನುಮಾನ್ ಜಿ ಏನು ಹಾರಿ ಹೋಗಿ ಆ ಸೂರ್ಯನ ತಿನ್ಲಿಕ್ಕೆ ಹೋಗಿ ಏನು ಪ್ರಾಬ್ಲಮ್ ಆಯ್ತು ಅದನ್ನ ಎಕ್ಸ್ಪ್ಲೇನ್ ಮಾಡ್ಕೊಟ್ಟಿದ್ರು. ಸೊ ಅಂತ ತಪ್ಪನ್ನ ನೀನ್ ಮಾಡ್ಬೇಡ ಅಂತ ಹೇಳಿದ್ರು. ಸೊ ಹಾಗಾಗಿ ಮತ್ತೆ ಆ ತಪ್ಪು ಮಾಡ್ಲಿಲ್ಲ. ಬಟ್ ಅವನು ಆ ತಪ್ಪು ಮಾಡ್ಲಕ್ ಹೋಗಿದ್ದರಿಂದ ಬ್ರಹ್ಮಾಂಡ ಅವನಿಗೆ ಅದು ತಕ್ಕದಾದ ಪನಿಷ್ಮೆಂಟ್ ಕೂಡ ಮಾಡಿತ್ತು. ಸೊ ಹಾಗಾಗಿ ಯಾರೇ ಆದ್ರೂ ಕೂಡ ನೀವು ಮೆಡಿಟೇಷನ್ ಮಾಡ್ಬೇಕಾದ್ರೆ ನಿಮಗೆ ಅನುಭವ ಆಗುತ್ತೆ, ನಿಮಗೆ ಏನು ಸಜೆಷನ್ಗಳು ಸಿಕ್ಕುತ್ತೆ. ಸೊ ಅದನ್ನ ಗುರೂಜಿ ಹತ್ರ ನೀವು ಶೇರ್ ಮಾಡಿ ಅಂತ ಹೇಳಿ ಗುರೂಜಿ ಅವರು ಕೇಳ್ಕೊಳ್ತಾ ಇದ್ದಾರೆ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒരിക്കലും മറ്റുള്ളവരുടെ കാര്യം അറിയാൻ പോലും നമ്മൾ ചിന്തിക്കാൻ പാടില്ല. ಸೊ ಹಾಗಾಗಿ ನಾವು ಬೇರೆಯವರ ಏನು ಸೀಕ್ರೆಟ್ ಏನಿದೆ ಸೊ ಅದನ್ನ ನಾವು ತಿಳ್ಕೊಳ್ಳಿಕ್ಕೆ ಯಾವತ್ತೂ ಟ್ರೈ ಮಾಡಬಾರ್ದು. ഉദാഹരണത്തിന് വിചാരിച്ചു നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമ്മൾ അടുത്തുള്ളവരുടെ വീട്ടിൽ ചിലപ്പോൾ നമ്മളെ കൊണ്ടുപോകും. ആർക്കും ഉപദ്രവം ഇല്ലാത്ത ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മളെ കാണിച്ചു തരും, കേൾപ്പിച്ചു തരും. ಸೊ ಉದಾಹರಣೆಗೆ ಏನಾಗುತ್ತೆ ಅಂತಂದ್ರೆ ನಾವು ಮೆಡಿಟೇಷನ್ ಕೂತಿರ್ಬೇಕಾದ್ರೆ ನಮ್ಮನ್ನ ಪಕ್ಕದ ಮನೆಗೆ ಸುತ್ತಮುತ್ತ ನಮ್ಮನ್ನ ಕರ್ಕೊಂಡೋಗಿ ಎಲ್ಲ ತೋರಿಸ್ಕೊಡ್ತೇವೆ ಕೆಲವೊಂದು ವಿಷಯಗಳನ್ನ. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മൾ നിസ്വാർത്ഥരായിരിക്കണം. ಸೊ ಗುರುಜಿ ಯಾವಾಗ್ಲೂ ಹೇಳ್ತಾರೆ ನಾವು ಅದು ನಿಸ್ವಾರ್ಥರಾದಾಗ ಮಾತ್ರ ನಮಗೆ ಈ ರೀತಿ ತೋರಿಸ್ಕೊಡುತ್ತೆ. അപ്പൊ നമ്മളെ ആദ്യം മറ്റുള്ളവരുടെ കാര്യങ്ങൾ കേൾപ്പിക്കുന്ന സമയത്ത് നമ്മൾ അതിന്റെ പിന്നാലെ പോയി കഴിഞ്ഞാൽ അതിനർത്ഥം നമ്മൾ സ്വാർത്ഥരാണ് എന്നുള്ളതാണ്. ಸೊ ನಮಗೆ ಬೇರೆಯವರ ವಿಷಯಗಳನ್ನ ಕೆಲವೊಂದ್ಸಲ ಮೆಡಿಟೇಷನ್ ಅಲ್ಲಿ ನಮಗೆ ತಿಳಿ ಹೇಳಿದಾಗ ಸೊ ನಾವು ಅದರ ಹಿಂದೆನೆ ಹೋಗ್ತಾ ಇದ್ರೆ ನಮ್ಮಲ್ಲಿ ಸ್ವಾರ್ಥ ಇದೆ ಅಂತ ಬ್ರಹ್ಮಾಂಡಕ್ಕೆ ಗೊತ್ತಾಗುತ್ತೆ. ഈ ഡോക്ടർ അംബിക അവിടെ എന്താ ചെയ്യണത്? ഒരു മുദ്രയും പിടിച്ചിരിപ്പുണ്ടല്ലോ. അനിലെ ഒന്ന് കന്നഡയിലൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുക, ആരാണെന്ന് പറയാനില്ല, മനസ്സിലാവണില്ല. ಡಾಕ್ಟರ್ ಅಂಬಿಕಾರ್ ಅವರು ಒಂದು ಮುದ್ರೆ ಹಿಡ್ಕೊಂಡು ಕೂತಿದ್ದೀರಲ್ಲ, ಯಾರದು? നിങ്ങൾ കന്നഡയാ മലയാളിയാ? ಅಂಬಿಕಾರ್ ಅವ್ರೆ ಕನ್ನಡನ ಇಲ್ಲ ಮಲಯಾಳಿ? മിക്കവാറും മലയാളി ആയിരിക്കും. ഇത്തരം നിഷേധിതരം ചെയ്യണ അവരാണ് കൂടുതൽ. ಅನ್ಮ್ಯೂಟ್ ಮಾಡಿ ಮಾತಾಡಿ. മലയാളി ആದ್ರೆ അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിച്ചോളൂ. കന്നഡക്കാർക്ക് ഒരു കാര്യം ചെയ്യരുന്ന് പറഞ്ഞാൽ ചെയ്യാണ്ടിരിക്കാൻ കുഴപ്പമില്ല, അവർക്ക് അറിയാം. മലയാളിയാണെങ്കിൽ ഉറപ്പാണ് ഭിത്തിയിൽ ഇവിടെ മൂത്രം ഒഴിക്കരുന്ന് പറഞ്ഞാൽ അവിടെ മൂത്രം ഒഴിക്കുള്ളൂ. ಸೊ ಕನ್ನಡದವ್ರಿಗೆ ಹೇಳಿದ್ರೆ ಕೇಳ್ತಾರೆ, ಅಲ್ಲಿ ಮಲಯಾಳಿಗಳು ಇರ್ಬೋದು ಅಂತ ಅವರು ಗೆಸ್ ಮಾಡ್ತಾ ಇದ್ದಾರೆ. ಮೇ ಬಿ ಅದೇ ಅಂಬಿಕಾ ಯಾರು ಅಂತ ಗೊತ್ತಿಲ್ಲ. അൺമ്യൂട്ട് ചെയ്യാൻ പറ്റണില്ല അല്ലെ? ക്ലാസ് കേട്ടിരിക്കുമ്പോ എന്തിനാണ് ഈ മുദ്രയും പിടിച്ചുകൊണ്ട് ധ്യാനിച്ചിരിക്കണത്? ക്ലാസ് കേൾക്കുമ്പോ ക്ലാസ് കേട്ടാ മതി. ഇതേ കാര്യമാണ് 10 മിനിറ്റ് മുമ്പ് പറഞ്ഞത്. അധികമായാൽ അമൃതവും വിഷമാണ്. നിങ്ങളൊരു ഗൃഹസ്ഥയാണ്, ഒരു കുടുംബജീവിതം നയിക്കുന്ന ആളാണ്. നിങ്ങൾ സന്യാസത്തിലേക്കൊന്നും പോകല്ല. നിങ്ങൾക്ക് വേണ്ട എല്ലാ അനുഭവവും ഈ പറയുന്ന 45 മിനിറ്റ് മെഡിറ്റേഷനിൽ കിട്ടും. അല്ലേ പ്ലീസ്? ಸೊ ನೀವು ಒಂದು ಕುಟುಂಬದಲ್ಲಿ ಏನು ಇರುವಂತವ್ರು, ನಿಮಗೆ ಮೆಡಿಟೇಷನ್ ಮಾಡಿದ್ರೆ ಏನು ಅನುಭವಗಳು ಬೇಕು, ಏನ್ ಬೇಕಾದ್ರೂ ಇದರಿಂದ ಸಿಗುತ್ತೆ. ನೀವು ಇಲ್ಲಿ ಕ್ಲಾಸ್ ಮಾಡ್ತಾ ಇರ್ಬೇಕಾದ್ರೆ ಮುದ್ರೆ ಹಿಡ್ಕೊಂಡು ಈ ಬೇರೆ ಏನೋ ಧ್ಯಾನ ಮಾಡ್ಕೊಂಡು ಕೂತಿದ್ದೀರಾ ಏನಕ್ಕೆ? നിങ്ങൾ ഞാൻ പറയുന്ന കേട്ടിരുന്ന് കറക്റ്റ് 45 മിനിറ്റിന് മെഡിറ്റേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ആ കൊച്ചിനുണ്ടായ അനുഭവം പോലെ നിങ്ങൾക്ക് ഉണ്ടാവും. ಸೊ ನೀವು ಎಲ್ರು ಅಷ್ಟೇ 45 ಮಿನಿಟ್ಸ್ ಕರೆಕ್ಟ್ ಆಗಿ ನೀವು ಧ್ಯಾನಕ್ಕೆ ಕೂತ್ರೆ ಆ ಮಗುಗೆ ಈಗ ಹೇಳಿದಂತ ಹುಡುಗನಿಗೆ ಏನ್ ಅನುಭವ ಆಯ್ತು ಅದೇ ತರದ ಅನುಭವಗಳು ನಿಮಗೂ ಆಗ್ತಾ ಇರುತ್ತೆ. അനുഭവം കിട്ടാൻ ജാതി മത വർഗ ഭേദമന്യേ പ്രായം ഒന്നും വ്യത്യാസം ഇല്ലാണ്ട് എല്ലാവർക്കും ഒരുപോലെ നല്ല അനുഭവം കിട്ടും. ಸೊ ಅನುಭವ ಸಿಗ್ಲಿಕ್ಕೆ ಜಾತಿ ಮತ ವರ್ಗ ಭೇದ ಭಾವ ಯಾವುದೂ ಇಲ್ಲದೆ ಎಲ್ರಿಗೂ ಸಮಾನವಾಗಿ ಈ ಅನುಭವಗಳು ಸಿಗುತ್ತೆ. പക്ഷെ എവിടെ ഗുരുനിന്ദ കാണിക്കുന്നു അവിടെ അനുഭവം കിട്ടൂല. ಯಾವಾಗ ನೀವು ಈ ಗುರುನಿಂದೆಯನ್ನ ಮಾಡ್ತೀರಾ ಅಲ್ಲಿ ನಿಮಗೆ ಅನುಭವ ಸಿಗಲ್ಲ. ഞാൻ അതുകൊണ്ട് വീണ്ടും പറയാണ്, നിങ്ങൾ ക്ലാസ് കേൾക്കുന്ന സമയത്ത് ക്ലാസ് കേട്ടാൽ മതി, വെറുതെ മുദ്രയൊന്നും പിടിച്ച് മന്ത്രം ചൊല്ലിയിരിക്കണ്ട. ಸೊ ಮತ್ತೆ ಹೇಳ್ತಾ ಇದ್ದಾರೆ ಗುರುಗಳು, ನೀವು ಬೇರೆ ಬೇರೆ ಮಂತ್ರಗಳನ್ನ ಹೇಳ್ಬಿಟ್ಟು ಬೇರೆ ಬೇರೆ ಮುದ್ರೆಗಳಲ್ಲಿ ನೀವು ಕೂತ್ಕೋಬೇಡಿ, ಧ್ಯಾನ ಮಾಡಬೇಡಿ. ಬೇರೆ എന്റെ സിസ്റ്റം ഫോളോ ചെയ്യാനേ ഇഷ്ടമെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് കേൾക്കുക. ಈ ಸಿಸ್ಟಮ್ ಏನಿದೆ ಇದನ್ನ ಫಾಲೋ ಮಾಡ್ಬೇಕು ಅಂತ ಹೇಳಿದ್ರೆ ಗುರುಜಿ ಏನ್ ಹೇಳ್ತಾರೆ ಅದನ್ನ ಕೇಳ್ಕೊಂಡಿರ್ಬೇಕು. അപ്പൊ മറ്റുള്ളവരുടെ കാര്യങ്ങൾ നമ്മൾ അറിയുക എന്ന് പറയുന്നത് അത് പ്രപഞ്ച നിയമത്തിന് എതിരായിട്ടുള്ള കാര്യമാണ്. ಸೊ ಬೇರೆಯವರ ರಹಸ್ಯಗಳನ್ನ ನಾವು ತಿಳ್ಕೊಳ್ಳುವಂಥದ್ದು ಅದು ಬ್ರಹ್ಮಾಂಡದ ನಿಯಮಕ್ಕೆ ವಿರುದ್ಧವಾದಂತಹ ತತ್ವ. അപ്പൊ നമ്മളെ അബദ്ധത്തിലെങ്കിലും മറ്റുള്ളവരുടെ കാര്യങ്ങൾ കേൾപ്പിക്കുന്നുണ്ട് എങ്കിൽ അത് എന്നെ വിളിച്ച് പറയുക, ഗുരുജി ഞാനിങ്ങനെ മറ്റുള്ളവരുടെ കാര്യങ്ങൾ അറിയുന്നുണ്ട്, അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത്. ಸೊ ಒಂದು ವೇಳೆ ನಿಮಗೆ ಏನಾದ್ರೂ ಮೆಡಿಟೇಷನ್ ಅಲ್ಲಿ ಬೇರೆಯವರ ವಿಚಾರಗಳೇ ಬರ್ತಾ ಇದ್ರೆ, ಅವರ ಸೀಕ್ರೆಟ್ ಗಳೆಲ್ಲ ಗೊತ್ತಾಗ್ತಾ ಇದ್ರೆ ಆ ಗುರುಜಿ ಹತ್ರ ಒಂದ್ಸಲಿ ಮಾತಾಡಿ ನನಗೆ ಈ ರೀತಿ ಆಗ್ತಾ ಇದೆ ಅಂತ. അത് നല്ല വഴിയല്ല. ಸೊ ಅದು ಒಳ್ಳೆಯ ದಾರಿ ಅಲ್ಲ ಅದು. നമുക്ക് ഒരാളുടെ മനസ്സറിയേണ്ട കാര്യമില്ല, ഒരാളുടെ രഹസ്യവും അറിയേണ്ട കാര്യമില്ല. ಸೊ ನಮಗೆ ಬೇರೆಯವರ ಮನಸ್ಸು ಗೊತ್ತಾಗಬೇಕಾಗಿಲ್ಲ, ನಮಗೆ ಬೇರೆಯವರ ರಹಸ್ಯ ನಮಗೆ ಬೇಡ. മറ്റുള്ളവരുടെ കാര്യം നമ്മൾ അറിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
അത് നമ്മൾ മറ്റുള്ളവരുടെ കർമ്മഫലം നമ്മൾ അറിയാതെ നമ്മളിലേക്ക് തന്നെ വരും. ಸೊ ಬೇರೆಯವರ ರಹಸ್ಯಗಳು ನಾವು ತಿಳ್ಕೊಳ್ತಾ ಹೋದಂಗೆ ಸೊ ಅವ್ರಿಗಿರುವಂತಹ ಕರ್ಮಗಳು ಗೊತ್ತಿಲ್ಲದಂಗೆ ನಮ್ಮನ್ನು ಅಂಟ್ಕೊಳ್ಳುತ್ತೆ. അതുകൊണ്ട് പ്രവചനം സിദ്ധിയിലൊന്നും ഒരു കാര്യമില്ല. ಸೊ ಆ ರೀತಿ ಮಾಡೋದ್ರಿಂದ ಯಾವುದೇ ಪ್ರಯೋಜನ ಇಲ್ಲ. മറ്റൊരാളുടെ കാര്യം ഇന്നത് നടക്കാൻ പോണു, അയാളുടെ അല്ലെങ്കിൽ സമർപ്പണം ശരിയല്ല, അവരുടെ കുടുംബത്തിൽ ഇങ്ങനെയാണ്, ഇതൊന്നും നമ്മൾ അന്വേഷിക്കണ്ട. ಸೊ ಬೇರೆಯವ್ರ ಕುಟುಂಬದಲ್ಲಿ ಇಂಥದ್ದಾಗುತ್ತೆ, ಸೊ ಅವರ ಸಮರ್ಪಣೆ ಸರಿ ಇಲ್ಲ, ಅವರ ಕಷ್ಟ ದುಃಖಗಳು ಇದೆಲ್ಲ ನಮಗೆ ಬೇಕಾಗಿಲ್ಲ. അതുകൊണ്ട് തന്നെയാണ് പരദൂഷണം വേണ്ട എന്ന് പറയുന്നത്. ಸೊ ಹಾಗಾಗಿ ನೀವು ಬೇರೆಯವ್ರ ವಿಷಯ ನೀವು ಹೇಳಕ್ ಹೋಗ್ಬೇಡಿ. എനിക്ക് വേണമെന്ന് ആഗ്രഹിച്ചാൽ ഓരോ വ്യക്തികളുടെയും ഓരോ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് അറിഞ്ഞുകൊണ്ടിരിക്കുക. എനിക്ക് നിങ്ങൾക്കുള്ളതുപോലെ 24 മണിക്കൂറേ ഉള്ളൂ. ಗುರುಜಿಗೆ ಬೇಕಾದ್ರೆ ಎಲ್ಲರ ವಿಷಯಗಳನ್ನ ತಿಳ್ಕೊಳ್ಳುವಂತ ಶಕ್ತಿ ಇದೆ. ಗುರುಜಿಗೂ ನಿಮಗೆ ಇರುವಂಗೆ 24 ಗಂಟೆನೇ ಇರುವಂತದ್ದು. നിങ്ങൾ ജീവിക്കുന്നത് പോലെ എനിക്കും ഇവിടെ സന്തോഷമായിട്ട് ആ കിട്ടിയ സമയം വിനിയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്റെ ഡ്യൂട്ടി കൃത്യമായിട്ട് ചെയ്യണം. ಸೊ ನಿಮ್ಮ ತರನೇ ನಾನು ಇಲ್ಲಿ ಸಂತೋಷವಾಗಿ ಇರ್ಬೇಕು ಅಂತ ಹೇಳಿದ್ರೆ ನನ್ನ ಡ್ಯೂಟಿ ಏನಿದೆ ಈ ಭೂಮಿ ಮೇಲೆ ಅದನ್ನ ನಾನು ಸಂತೋಷದಿಂದ ಆ ಡ್ಯೂಟಿ ಏನಿದೆ ಅದನ್ನ ಮಾಡ್ಬೇಕು. മെഡിറ്റേഷനിൽ എനിക്ക് മറ്റുള്ളവരുടെ കാര്യം അറിഞ്ഞിട്ട് എനിക്ക് എന്ത് ഗുണം കിട്ടാനാ? ಸೊ ಮೆಡಿಟೇಷನ್ ಮಾಡೋದ್ರ ಮೂಲಕ ನನಗೆ ಬೇರೆಯವರ ವಿಷಯ ಗೊತ್ತಾಗಿ ನನಗೇನ್ ಸಿಗುತ್ತೆ? സപ്പോസ് ഒരു എക്സ്ട്രീം ആയിട്ടുള്ള ഒരു മെസ്സേജ് നമുക്ക് കിട്ടുകയാണ്, വളരെ ഗുണപ്പെടും. ಅದು ಎಕ್ಸ್ಟ್ರೀಮ್ ಆಗಿರುವಂತಹ ಒಂದು ಮೆಸೇಜ್ ಸಿಕ್ಕಿದ್ರೆ ಅದು ಓಕೆ, ಅದು ಉಪಕಾರ ಆಗುತ್ತೆ. ഉദാഹരണത്തിന് ഒരാൾ വാഹനാപകടത്തിൽ മരിക്കാൻ പോവാണ്. ಉದಾಹರಣೆಗೆ ಯಾರೋ ಒಬ್ರು ಏನು ಕಾರ್ ಆಕ್ಸಿಡೆಂಟ್ಲಿ ಅಥವಾ ಯಾವ್ದೋ ಒಂದು ಆಕ್ಸಿಡೆಂಟ್ಲಿ ಡೆತ್ ಆಗುತ್ತೆ ಅಂತ ತಿಳ್ಕೊಳ್ಳಿ. അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ്സിൽ ഒരു മെഡിറ്റേഷനിൽ കുട്ടി കണ്ടതുപോലെ ഇത്ര മാസത്തിൽ ഇന്ന തീയതി ഇന്ന വർഷം ഒരു പ്ലെയിൻ ക്രാഷ് ഉണ്ടാവാൻ പോണു എന്നുള്ളത് കണ്ടു. ಇಲ್ಲದಿದ್ರೆ ನಮ್ಮ ಏನು ಕ್ಲಾಸ್ ನಲ್ಲಿ ಇಂಥ ವರ್ಷ ಇಂಥ ಡೇಟ್ ನಲ್ಲಿ ಒಂದು ಫ್ಲೈಟ್ ಆಕ್ಸಿಡೆಂಟ್ ಆಗುತ್ತೆ ಅನ್ನೋದನ್ನ ನೋಡಿದ್ರು. അതൊരു അമേരിക്കൻ ഫ്ലൈറ്റ് ആണ്. ಸೊ ಅದೊಂದು ಅಮೆರಿಕದ ಫ್ಲೈಟ್ ಆಗಿತ್ತು. പക്ഷെ ഇപ്പൊ നമുക്കത് പറയുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. ಸೊ ಇವಾಗ ನಾವು ಅದು ಹೇಳೋದ್ರಿಂದ ಏನ್ ಪ್ರಯೋಜನ ಇದೆ? നമ്മൾ ആരെ അറിയിക്കാനാ? ಸೊ ನಾವು ಯಾರಿಗೆ ತಿಳಿಸ್ಬೇಕು ಇದನ್ನ? നമുക്ക് ആരോടും പറഞ്ഞിട്ട് കാര്യമില്ല. ಸೊ ನಮಗೆ ಅದು ಬೇರೆಯವ್ರ ಜೊತೆ ಹೇಳಿ ಏನು ಪ್ರಯೋಜನ ಇಲ್ಲ. ഇതേ കാര്യം ഇന്ത്യയിൽ നടക്കാൻ പോകുന്ന യുദ്ധത്തിന്റെ കാര്യമാകുമ്പോൾ നമ്മൾ ഇങ്ങനെ ക്ലാസ്സിൽ പറയും, ഇന്ന ദിവസം ഇന്ന തരത്തിൽ ഇന്നത് നടക്കും, ഇന്ന കാരണമാണെന്ന് വരെ നമ്മൾ പറയും. ಇದೇ ರೀತಿ ಭಾರತದಲ್ಲಿ ಏನಾದ್ರು ಯುದ್ಧ ನಡೀತೆ ಅಂತ ಹೇಳಿದ್ರೆ ಅದು ಇಂಥ ಡೇಟ್ಗೆ ಇಂಥ ವರ್ಷದಲ್ಲಿ ಇದೇ ಕಾರಣದಿಂದ ನಡೀತಾ ಇದೆ ಅಂತ ನಾವು ಕ್ಲಾಸಲ್ಲಿ ಹೇಳ್ತೀವಿ. അല്ലാതെ നമ്മുടെ ക്ലാസ്സിൽ ഇരിക്കുന്ന XY ആളുടെ മെഡിറ്റേഷൻ ശരിയല്ല, അവരുടെ സമർപ്പണം ശരിയല്ല, അവരുടെ വീട്ടിൽ അതാണ്, ഇതൊന്നും നമ്മൾ അന്വേഷിക്കേണ്ട കാര്യങ്ങളല്ല. ಅಲ್ಲದೆ ನಮ್ಮ ಮೆಡಿಟೇಷನ್ ಮಾಡುವವರು ಸೊ ಬೇರೆಯವರ ಏನು ಸಮರ್ಪಣೆ ಸರಿ ಇಲ್ಲ, ಸೊ ಅವ್ರು ತಪ್ಪು ಮಾಡ್ತಾ ಇದ್ದಾರೆ, ಸೊ ಇದೆಲ್ಲ ನಮ್ಗೆ ಏನಕ್ಕೆ ಬೇಕು? ഇത് അറിവിലേക്ക് വേണ്ടി പറഞ്ഞു തരാണ്. ഇനിയും നമ്മൾ അങ്ങനെ അറിഞ്ഞാൽ പോലും മിണ്ടണ്ട, മാക്സിമം നിങ്ങൾക്ക് പറയാവുന്ന ഗുരുവിനോട് പറയുക, അത്രേ ഉള്ളൂ. ಸೊ ಇದು ನಿಮಗೆ ತಿಳಿಯಲಿಕ್ಕೆ ನಾನು ಹೇಳ್ತಾ ಇದ್ದೀನಿ. ಸೊ ಆ ರೀತಿ ಏನಾದ್ರು ಬೇರೆಯವರ ರಹಸ್ಯಗಳನ್ನ ಗೊತ್ತಾದಾಗ ನೀವು ಗುರೂಜಿಯೊಂದಿಗೆ ನೀವು ಅದು ಹೇಳಿ. ನೀವು മറ്റുള്ളവരുടെ പേഴ്സണൽ കാര്യങ്ങൾ അറിയാൻ നമ്മൾ ശ്രമിക്കുക, ആഗ്രഹിക്കുക. നമുക്ക് ആഗ്രഹം ഉള്ളതുകൊണ്ടാണ്, ഇന്ന വ്യക്തി എന്നുള്ളതല്ല, നമുക്ക് പൊതുവേ മറ്റുള്ള കാര്യങ്ങൾ അറിയാൻ ആഗ്രഹമുള്ളതുകൊണ്ടാണ് നമ്മൾ അത്തരം വഴിയിലൂടെ നയിക്കപ്പെടുന്നത്. ಸೊ ನಮಗೆ ಬೇರೆಯವರ ರಹಸ್ಯಗಳನ್ನ ತಿಳ್ಕೊಳ್ಳುವಂಥದ್ದು ತುಂಬಾ ಕ್ಯೂರಿಯಾಸಿಟಿ. ಸೊ ಅಂತವ್ರಿಗೆ ಯಾರಿಗೆ ಈ ರಹಸ್ಯಗಳನ್ನ ತಿಳ್ಕೊಬೇಕು ಅಂತ ಜಾಸ್ತಿ ಆಸೆಗಳಿರುತ್ತೆ ಅಂತವ್ರಿಗೆ ಒಂದು ಪರೀಕ್ಷೆ ಬ್ರಹ್ಮಾಂಡ ಈ ರೀತಿ ನೀಡುತ್ತೆ. ഒരു സിമ്പിൾ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ಉದಾಹರಣೆಗೆ ഒരു കള്ളുകുടിയൻ വഴിക്ക് കള്ളു കുടിക്കാൻ വേണ്ടി നോക്കി നിൽക്കുകയാണെങ്കിൽ അവന് കള്ള് മേടിച്ചു കൊടുക്കാനുള്ള ആള് വരും. ಉದಾಹರಣೆಗೆ ಒಬ್ಬ ಕುಡುಕ ಆತ ಕುಡಿಬೇಕು ಅಂತೇಳಿ ರಸ್ತೆಯಲ್ಲಿ ನಿಂತಿದ್ರೆ ಆತನಿಗೆ ಏನು ಡ್ರಿಂಕ್ಸ್ ತೆಗೆದುಕೊಡ್ಲಿಕ್ಕೆ ಅಂತೇಳಿ ಒಬ್ರು ಬರ್ತಾರೆ. അവന് ഷെയർ കൂടാനുള്ള ആള് കിട്ടും, അവന് കള്ളു കുടിക്കാൻ പറ്റും. ಸೊ ಆತನಿಗೆ ಒಬ್ಬ ಪಾರ್ಟ್ನರ್ ಸಿಗ್ತಾನೆ, ಸೊ ಆತ ಡ್ರಿಂಕ್ಸ್ ಮಾಡ್ತಾನೆ. ഒരു കൊലപാതകം ചെയ്യാൻ ആഗ്രഹിക്കുന്നു, അതിനുള്ള സാഹചര്യം ഒരുക്കി കിട്ടും, അവന് കൊലപാതകം ചെയ്യാനും പറ്റും. ಒಂದು ಕೊಲೆ ಮಾಡ್ಬೇಕು ಅಂತ ಹೇಳಿದ್ರೆ ಸೊ ಅದಕ್ಕೆ ಬೇಕಾದಂತ ಸಿಚುವೇಶನ್ ಕ್ರಿಯೇಟ್ ಆಗುತ್ತೆ, ಸೊ ಅಲ್ಲಿ ಒಂದು ಕೊಲೆ ನಡೆಯುತ್ತೆ. അവന്റെ ഓരോ വ്യക്തിയുടെയും ഉള്ളിൽ കിടക്കുന്ന വാസനയ്ക്ക് അടിസ്ഥാനമായിട്ടാണ് ആ വ്യക്തികളെ യാത്ര ചെയ്യിപ്പിക്കുന്നത്. ಸೊ ಪ್ರತಿಯೊಬ್ಬ ಮನುಷ್ಯನ ಒಳಗಿಂದ ಒಳಗೆ ಆತ ಏನು ಏನು ಆಗ್ಬೇಕು ಅಂತ ಥಿಂಕ್ ಮಾಡ್ತಾನೋ, ಸೊ ಅದಕ್ಕೆ ಸಂಬಂಧಪಟ್ಟಂತಹ ವಿಷಯಗಳು ನಡೆಯುತ್ತೆ. അതുകൊണ്ട് ഒരു കാരണവശാലും നമ്മൾ ആ വഴിക്ക് പോലെയാണ് നമ്മുടെ വാസനകളെ എല്ലാം ബ്രേക്ക് ചെയ്ത് നമ്മൾ ധർമ്മത്തിന്റെ പാതയിൽ പോകണമെന്ന് നമ്മൾ ഊന്നി നമ്മൾ തീരുമാനിക്കും. ಸೊ ಹಾಗಾಗಿ ನಾವು ಯಾವುದೇ ಒಂದು ಕೆಟ್ಟ ಚಿಂತೆಗಳು ನಮ್ಮ ಒಳಗಡೆ ಇಲ್ಲದಂತೆ ನಾವು ಧರ್ಮದ ದಾರಿಯಲ್ಲೇ ನಡಿಬೇಕು ಅಂತ ಗುರುಜಿ ಹೇಳ್ತಿದ್ದಾರೆ. എപ്പോഴും ഒരു തത്വത്തിൽ തന്നെ നിഷ്ഠയോടുകൂടി ജീവിക്കാൻ ശ്രമിക്കുക. ಯಾವತ್ತೂ ಈ ಗುರುತತ್ವದಲ್ಲಿ ನಿಷ್ಠಾವಂತರಾಗಿ ನೀವು ನಡೆಯಿರಿ. ഇനി സംസാരിക്കാനുള്ളത് സോജയോടാണ്. സോജയ്ക്ക് എന്താ സംസാരിക്കാനുള്ളത്? സോജ ക്ലാസ്സിലുണ്ടോ? സോജ ക്ലാസ്സിലുണ്ടോ? ആ ക്ലാസ്സിലുണ്ട് ഗുരുജി. എന്താണ് സോജ പറയാനുള്ളത്?
എനിക്കുള്ള പ്രോബ്ലം എന്ന് വെച്ചാല് ഏ എനിക്ക് ഹലോ ഗുരുജി കേൾക്കുന്നുണ്ടോ? പറഞ്ഞോളൂ. എനിക്ക് പ്രശ്നം ഉണ്ടായിരുന്നത് എനിക്ക് താല്പര്യം ഉണ്ടെങ്കിലും വീട്ടില് ഈ നോൺ വെജ് ഉണ്ടാക്കേണ്ടി വരുന്ന ഒരു പ്രോബ്ലം ആയിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത്. പക്ഷെ ഇന്നലെ ഗുരുജി പറഞ്ഞു കുഴപ്പമില്ല. അപ്പൊ എനിക്കത് ഭയങ്കര ഒരു വിഷമമായിരുന്നു. അത് ഉണ്ടാക്കുന്ന ഇത് സമയത്തൊക്കെ സോജ ഭയങ്കര കഴിഞ്ഞ ദിവസം വിഷമമായിരുന്നു. സംസാരിച്ചതല്ലേ, അതിന് ഉത്തരവും പറഞ്ഞില്ലേ? വീണ്ടും എന്താണ് ഇപ്പൊ പറയാനുള്ളതെന്ന് ചോദിച്ചത്. ഇന്നിപ്പോ ഞാൻ ഹാപ്പിയാണ് ഗുരുജി. അതിന് ഓക്കെ, താങ്ക് യു. ഓക്കെ, ഇനി നമുക്ക് എന്താ പുതിയ ആൾക്കാരുണ്ട്, പുതിയ ആളുകൾ ധാരാളം ഉണ്ട്. നിങ്ങൾ അവിടെ നിന്ന് ഇത് നിയന്ത്രിക്കാനോ അല്ലെങ്കിൽ വൈറ്റ് ബോർഡ് ഓപ്പൺ ചെയ്യുകയൊക്കെ ചെയ്യല്ലേ. ഇവിടെ ഒരു ക്ലാസ് നടന്നുകൊണ്ടിരിക്കുക, നിങ്ങൾക്ക് അത് കേട്ടാൽ മാത്രം പോരെ. എന്തിനു വേണ്ടിയിട്ട് എങ്ങനെയൊക്കെ ചെയ്യണത്? നിങ്ങൾ അവിടെ എന്താ ഷെയർ ചെയ്യാൻ ശ്രമിക്കുന്നത്? ആ വ്യക്തി അത് സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഗുണപ്പെടും. നിങ്ങൾക്ക് ക്ലാസ് കേട്ടാൽ പോരെ. അവിടെ ഇരുന്നുകൊണ്ട് ഇതിന്റെ വൈറ്റ് ബോർഡിൽ എന്തെങ്കിലും ചെയ്യുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്ക്രീൻ ഷെയർ ചെയ്യുക, ഇതൊക്കെ എന്തിനു ചെയ്യേണ്ടതാ? സ്വസ്ഥമായിട്ടിരുന്ന് ക്ലാസ് കേൾക്കുക. എന്റെ കൺസിസ്റ്റൻസി പോകും. നിങ്ങൾ അവിടെ ഇരുന്നൊരു പ്രവൃത്തി ചെയ്യുമ്പോൾ ഞാൻ അതിന് ശ്രദ്ധിക്കും, പിന്നെ അതിന്റെ സെറ്റിംഗ് മാറ്റേണ്ടി വരും, അങ്ങോട്ട് മാറണം, ഇങ്ങോട്ട് മാറണം. ഇതൊന്നും ചെയ്യാതെ നിങ്ങൾ ശ്രദ്ധാപൂർവ്വം ഇരുന്ന് ക്ലാസ് കേൾക്കുക. ഞാൻ ഈ ക്ലാസ് റെക്കോർഡ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് വേണ്ടി തന്നെയാണ്. ഓക്കെ, അപ്പോ ആർക്കെങ്കിലും ഒരു പൊതുവായിട്ടുള്ള ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ, പുതിയ ആളുകൾക്ക് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ഒരാൾ ചോദിച്ചോ, അല്ലെങ്കിൽ അനിലിന് പറയാ, സോറി രാകേഷിന്റെ അടുത്ത് നേരത്തെ എഴുതി കൊടുത്തിരിക്കുന്ന എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ പറഞ്ഞോ, അതിലൂടെ ഞാൻ ക്ലാസ് അങ്ങോട്ട് കൊണ്ടുപോവാം. രാകേഷിന് ഏതെങ്കിലും ഒരു ടോപ്പിക്കിനെ പറ്റി ആരെങ്കിലും സംസാരിക്കാൻ പറഞ്ഞിട്ടുണ്ടോ? राकेश, आपको कोई टॉपिक किसी ने दिया है क्या? हाँ जी, दिया है। हाँ बताइए। वो आपका ब्रह्मज्ञान का पार्ट बाकी है ना, उसको कंटिन्यू करने के लिए आपसे प्रार्थना किया है। वो आज नहीं, वो दूसरा दिन करेगा। ठीक है ठीक है। अनिल പറഞ്ഞേക്ക്. ಅವರು ಬ್ರಹ್ಮಜ್ಞಾನದು ಮೊನ್ನೆ ಬಾಂಬೆ ಗಂಟ ಅಲ್ಲಿ ಹೋಗಿ ನಿಲ್ಸಿದ್ರಲ್ವಾ, ಸೊ ಅದರ ಬಾಕಿ ಮತ್ತೊಂದ್ ದಿನ ಹೇಳ್ತೀನಿ, ಇವತ್ ಬೇಡ ಅಂತ. ಇನ್ನೊಂದು ಪ್ರಶ್ನೆ ಕೇಳಿದ್ದಾರೆ. ಅವು ಮನುಷ್ಯ ಜನ್ಮದ ಉದ್ದೇಶ ಏನು, ಮತ್ತೆ ಆತ್ಮಜ್ಞಾನ ಮತ್ತೆ ಮೋಕ್ಷಕ್ಕೆ ಏನು ವ್ಯತ್ಯಾಸ ಇದೆ ಅಂತ ಒಬ್ರು ಕೇಳಿದ್ದಾರೆ. ಮನುಷ್ಯ ಜನ್ಮದ ಉದ್ದೇಶ എന്താണ്? ಆತ್ಮಜ್ಞಾನ ಮತ್ತೆ ಬ್ರಹ್ಮಜ್ಞಾನಕ ಮೋಕ್ಷಕ್ಕೆ ವ್ಯತ್ಯಾಸ ಏನು, ಮತ್ತೆ ಆತ್ಮಜ್ಞಾನ ಮೋಕ್ಷ ಇದನ್ನು SMS ಧ್ಯಾನದಿಂದ ಪಡೀಲಿಕ್ಕೆ ಸಾಧ್ಯವಾ ಅಂತ, ಇದು ಒಂದು ಪ್ರಶ್ನೆ. ആത്മജ്ഞാനം മോക്ഷത്തിന് വ്യത്യാസം എന്താണ്? ഇത് SMS ധ്യാനത്തിന് കിട്ടുവോ? മോക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ എല്ലാ കെട്ടുപാടുകളിൽ നിന്ന് വിട്ടുപോകുക എന്നുള്ളതാണ്. മോക്ഷ ಅಂದ್ರೆ ಇಲ್ಲಿನ എല്ലാ ബന്ധಗಳಿಂದ ನಾವು ಹೊರ ಹೋಗುವಂತದ್ದು. മനുഷ്യജന്മത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് മോക്ഷം തന്നെയാണ്. സോ മനുഷ്യജന്മದ ലക്ഷ്യം ಏನಿದೆ ಅದು മോക്ഷ. നമുക്ക് ഇവിടെ ഭൗതിക ജീവിതത്തിൽ സമ്പാദിക്കുന്ന ഒരു വസ്തുവിനും ഒരു സ്ഥിരതയില്ല, നമുക്കത് എങ്ങും കൊണ്ടുപോകാനും പറ്റില്ല. ಸೊ ನಾವು ಈ ಭೌತಿಕ ಜೀವನದಲ್ಲಿ ಏನು ಸಂಪಾದನೆ ಮಾಡ್ತೀವಿ, ನಾವು ಎಲ್ಲಿಗೂ ತಗೊಂಡು ಹೋಗಕ್ಕಾಗಲ್ಲ. ಅದು നമ്മൾ കോടി രൂപ സമ്പാദിക്കട്ടെ, മറ്റ് സുഖ സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കട്ടെ, അത് നമുക്ക് ഇവിടെ വച്ചിട്ട് നമുക്ക് പോകാനേ പറ്റുള്ളൂ. ಸೊ ನಾವು ಎಷ್ಟೇ ಕೋಟಿ ಗಟ್ಟಲೆ ಸಂಪಾದನೆ ಮಾಡಿದ್ರು, ಏನೇ ಸುಖ ಸೌಕರ್ಯಗಳನ್ನ ಇಲ್ಲಿ ಅರೇಂಜ್ ಮಾಡಿದ್ರು ಕೂಡ ಅದು ಇಲ್ಲಿ ಬಿಟ್ಟು ನಾವು ಹೋಗ್ಬೇಕು. ത്യാഗത്തിലൂടെ മാത്രമേ മോക്ഷത്തിൽ എത്താൻ പറ്റുള്ളൂ. ಸೊ ತ್ಯಾಗದಿಂದ ಮೋಕ್ಷಕ್ಕೆ ತಲುಪಲು ಸಾಧ್ಯ. നമ്മൾ മരിക്കുന്ന സമയത്ത് നമുക്ക് മോക്ഷമില്ല. ಸೊ ನಾವು ಸಾಯುವ ಟೈಮಲ್ಲಿ ನಮಗೆ ಮೋಕ್ಷ ಸಿಗಲ್ಲ. നമുക്ക് ആഗ്രഹങ്ങൾ ബാക്കിയായിരിക്കും. ಸೊ ನಮ್ಮ ಏನು ಆಸೆಗಳಿದೆ ಅದೆಲ್ಲ ಬಾಕಿಯಾಗಿರುತ್ತೆ. ആ ജന്മത്തിൽ എത്രമാത്രം ആഗ്രഹങ്ങൾ ബാക്കിയുണ്ടോ, ആഗ്രഹം നിറവേറ്റാൻ വീണ്ടും ഭൂമിയിൽ ജനിച്ചേ പറ്റുള്ളൂ. ಸೊ ಈ ಜನ್ಮದಲ್ಲಿ ಏನೇನೋ ಆಗ್ರಹಗಳಿದೆ, ಆಸೆಗಳಿದೆ, ಸೊ ಅದು ನಾವು ಸಾಯೋತಿಗೆ ಬಿಟ್ಟು ಹೋಗ್ತೀವಿ. ಸೊ ಅದಕ್ಕೋಸ್ಕರ ಮುಂದಿನ ಜನ್ಮ ಮತ್ತೆ ಹುಟ್ಟಬೇಕಾಗುತ್ತೆ. ഗുരുക്കന്മാർ പറഞ്ഞു കേട്ടില്ലേ, ആ ആഗ്രഹങ്ങളാണ്, ആശകളാണ് ദുഃഖത്തിന് കാരണം. ಸೊ ಗುರುಗಳು ಹೇಳಿದಾರಲ್ವ, ಆಸೆಯೇ ದುಃಖಕ್ಕೆ ಕಾರಣ ಅಂತ. സ്വപ്നം കാണണ്ട, ആശ വേണ്ട ഒന്നല്ല ഞാൻ പറഞ്ഞത്. ಸೊ ನೀವು ಕನಸು ಕಾಣಬೇಡಿ, ನಿಮ್ ಆಸೆ ಇಟ್ಕೋಬೇಡಿ ಅಂತ ನಾನು ಹೇಳ್ತಾ ಇಲ್ಲ. ഈ മെഡിറ്റേഷൻ ചെയ്യുന്ന എല്ലാവർക്കും അറിയാം നിസ്വാർത്ഥരാവണത് എങ്ങനെയാണെന്ന്, അല്ലേ?
ಸೊ ಈ ಮೆಡಿಟೇಷನ್ ಮಾಡುವವರಿಗೆ ಎಲ್ರಿಗೂ ಗೊತ್ತು ಯಾವ ರೀತಿ ನಿಸ್ವಾರ್ಥರಾಗಿ ನಾವು ಮಾಡ್ಬೇಕು ಅಂತ. നിസ്വാർത്ഥത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നിനോടും പിന്നെ ആഗ്രഹം ഉണ്ടാവില്ല. നമുക്കുള്ളത് നമ്മളിലേക്ക് തനിയേ എത്തിച്ചേരും. ಸೊ ನಿಸ್ವಾರ್ಥತೆ ಅಂದ್ರೆ ನಾವು ಯಾವುದನ್ನು ಬಯಸದೆ ಸೊ ಅದಾಗೆ ಬಂದು ನಮ್ಮನ್ನು ಸೇರುವಂತದ್ದು. കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് ഒരു ഭാര്യയും ഭർത്താവും എൻ്റെ അടുത്ത് കാണാൻ വന്നു. ಸೊ ಕಳೆದ ದಿನ ಹಸ್ಬೆಂಡ್ ವೈಫ್ ಇಬ್ರು ನನ್ನನ್ನ ಭೇಟಿ ಮಾಡ್ಲಿಕ್ಕೆ ಬಂದಿದ್ರು. ഞാൻ ഹൃദയം കൊണ്ട് അവർ രണ്ടുപേരെയും നമസ്കരിച്ചു. ನಾನು ಹೃದಯಪೂರ್ವಕವಾಗಿ ಅವರನ್ನ അതിന് കാരണം കേൾക്കുമ്പോൾ നിങ്ങൾ ഞെട്ടിപ്പോകും. ಸೊ ಅದಕ್ಕೆ ಕಾರಣ ಕೇಳಿದ್ರೆ ನೀವು ಬೆಚ್ಚಿ ಬೀಳ್ತೀರಾ. ആ ഭാര്യയും ഭർത്താവും വിവാഹം കഴിഞ്ഞിട്ട് 4.5 വർഷം കഴിഞ്ഞു. ಸೊ ಆ ಗಂಡ ಹೆಂಡತಿ ಮದುವೆಯಾಗಿ 4.5 ವರ್ಷ ಆಯ್ತು. അവരുടെ ദാമ്പത്യ ജീവിതം ഇതുവരെ തുടങ്ങിയിട്ട് പോലുമില്ല. ಸೊ ಅವ್ರು ಇನ್ನೂ ದಾಂಪತ್ಯ ಜೀವನ ಸ್ಟಾರ್ಟ್ ಮಾಡೇ ಇಲ್ಲ. ആ പുരുഷന്റെ മാനസിക നില വളരെ ഭംഗിയായി അവൻ നിയന്ത്രിച്ച് ആ ജീവിതത്തെ കൊണ്ടുപോകാൻ. ಸೊ ಆ ಪುರುಷ ಆತನ ಮಾನಸಿಕ ಸ್ಥಿತಿಗತಿಯನ್ನ ತುಂಬಾ ಉತ್ತಮ ರೀತಿಯಲ್ಲಿ ತಗೊಂಡು ಹೋಗ್ತಾ ಇದ್ದಾನೆ. ഉത്തമ ഭാര്യയുമാണ് അവൻ. ಸೊ ಉತ್ತಮ ಪತ್ನಿ ಕೂಡ ಆಕೆ. ഒരു മോശ സ്വഭാവമില്ല. ಯಾವುದೇ ಕೆಟ್ಟ ಸ್ವಭಾವಗಳಿಲ್ಲ. രണ്ടുപേരും നല്ലവർ തന്നെയാണ്. ಇಬ್ರು ಕೂಡ ತುಂಬಾ ಒಳ್ಳೆಯವರು. അവരുടെ ശരിക്കും പറഞ്ഞാൽ അവരുടെ ഒരു ബ്രഹ്മത്തെ ചരിച്ച് ബ്രഹ്മചര്യം അനുഷ്ഠിച്ച് തന്നെ ജീവിക്കുകയാണ്. ಸೊ ಅವ್ರು ಮದುವೆ ಆಗಿದ್ರು ಕೂಡ ಬ್ರಹ್ಮಚರ್ಯ ಪಾಲನೆ ಮಾಡ್ಕೊಂಡು ಬದುಕ್ತಾ ಇದ್ದಾರೆ. രണ്ടുപേരുടെയും ആഗ്രഹം നല്ലൊരു കുട്ടി വേണമെന്നാണ്. ಸೊ ಇಬ್ರು ಒಂದು ಒಳ್ಳೆಯ ಮಗುಗೋಸ್ಕರ ಪ್ರೇ ಮಾಡ್ತಾ ಇದ್ದಾರೆ. നമ്മളൊന്ന് ചിന്തിക്കുക, ഇങ്ങനെയും നമ്മളുടെ സമൂഹത്തിൽ ആളുകൾ ജീവിക്കുന്നുണ്ട്. ಸೊ ನೀವು ಥಿಂಕ್ ಮಾಡಿ ನೋಡಿ, ಈ ರೀತಿನೂ ಜನ ಬದುಕ್ತಾ ಇದ್ದಾರೆ ಅಂತ. നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ ഇങ്ങനെ ഒരു കാര്യത്തെ പറ്റിയിട്ട്? ಸೊ ನಮಗೆ ಇಂತಹ ವಿಷಯಗಳನ್ನ ನಮಗೆ ಯೋಚನೆ ಮಾಡ್ಲಿಕ್ಕೂ ಸಾಧ್ಯ ಇಲ್ಲ. ഈ പറയുന്ന വ്യക്തിയോ ആ പെൺകുട്ടിയോ ബ്രഹ്മജ്ഞാനി അല്ല. ಸೊ ಈ ರೀತಿ ಮಾಡ್ತಾ ಇರ್ತಕ್ಕಂತಹ ವ್ಯಕ್ತಿ ಆಗ್ಲಿ ಅಥವಾ ಆಕೆ ಆಗ್ಲಿ ಬ್ರಹ್ಮಜ್ಞಾನಿಗಳಲ್ಲ ಅವರು. സാധാരണ കുടുംബത്തിൽ ജീവിക്കുന്ന വ്യക്തികളാണ്. ತುಂಬಾ ಸಾಧಾರಣ ಕುಟುಂಬದಲ್ಲಿ ಬದುಕ್ತಾ ಇರುವಂತ ವ್ಯಕ್ತಿಗಳು. അവരുടെ അറിവുണ്ടായിട്ടോ അറിവില്ലായ്മ ഉണ്ടോ ആവട്ടെ, ಅವ್ರು ಗೊತ್ತಿದ್ದೋ ಗೊತ್ತಿಲ್ಲದೋ ಗೊತ್ತಿಲ್ಲ, പക്ഷെ അവരുടെ നന്മയെ ഞാൻ ഹൃദയം കൊണ്ട് നമസ്കരിച്ചു. ಆದ್ರೆ ಅವರ ತ್ಯಾಗ ಏನಿದೆ ಅದನ್ನ ನಾನು ನಮಸ್ಕಾರ ಮಾಡಿದೆ ಅವ್ರಿಗೆ. ഇത് ഭാരതീയ സംസ്കാരത്തിൽ നമുക്ക് ഇപ്പോഴും കാണാൻ പറ്റുന്നതാണ്. ಸೊ ಇದು ಭಾರತೀಯ ಸಂಸ್ಕೃತಿಯಲ್ಲಿ ಈಗಲೂ ನಮಗೆ ನೋಡ್ಲಿಕ್ಕೆ ಸಾಧ್ಯ. നമ്മുടെ സനാതന ധർമ്മത്തിന്റെ വാല്യൂ എന്താണെന്ന് തിരിച്ചറിയിക്കാൻ നമുക്ക് പറ്റിയില്ലെങ്കിൽ, ನಮ್ಮ ಸನಾತನ ಧರ್ಮದ ವ್ಯಾಲ್ಯೂ ಏನಿದೆ ಅಂತ ನಮ್ಗೆ ಹೇಳ್ಲಿಕ್ಕೆ ಆಗಿಲ್ಲ ಅಂತ ಹೇಳಿದ್ರೆ, നമ്മൾ തന്നെയാണ് ഫെയിലിയർ. ಸೊ ನಾವು ಅದನ್ನ ಅರ್ಥ ಮಾಡ್ಕೊಂಡಿಲ್ಲ ಅಂತ ಹೇಳಿದ್ರೆ ನಾವೇ ಫೇಲರ್ ಆಗ್ತೀವಿ. മോഡേൺ സയൻസിനെ പറ്റി നമ്മൾ നാഴിക്ക് 4 വട്ടം നമ്മൾ കുരയ്ക്കുമ്പോ, ಸೊ ಮಾಡರ್ನ್ ಸೈನ್ಸ್ ಬಗ್ಗೆ ನಾವು ಈಗ ಹೇಳ್ತಾ ಇರ್ಬೇಕಾರೆ, ആത്മീയത എന്ന് പറയുന്നത് ഭൂമിയിൽ നിന്ന് തുടച്ചു മാറ്റണമെന്ന് ആരും പറയരുത്. ಅಧ್ಯಾತ್ಮ ಅನ್ನುವಂಥದ್ದನ್ನ ಭೂಮಿಯಿಂದ ಕ್ಲೀನ್ ಮಾಡ್ಬಿಡ್ಬೇಕು ಅಂತ ಯಾರು ಹೇಳ್ಬಾರ್ದು. ആധ്യാത്മികതയുടെ പവർ എന്താണെന്ന് അറിയില്ലാത്തത് കൊണ്ടാണ് സയൻസിനെ മാത്രം നമ്മൾ എപ്പോഴും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ಸೊ ಅಧ್ಯಾತ್ಮದ ಪವರ್ ಏನಿದೆ ಅಂತ ನಮಗೆ ಕರೆಕ್ಟ್ ಆಗಿ ಗೊತ್ತಿಲ್ಲದ್ರಿಂದ ನಾವ್ ಯಾವತ್ತೂ ಸೈನ್ಸ್ ಅನ್ನ ಸಪೋರ್ಟ್ ಮಾಡಿ ಬದುಕ್ತಾ ಇದೀವಿ. ആധ്യാത്മികതയുടെ ഒരു രഹസ്യമാണ് ഞാൻ ആദ്യം പറഞ്ഞത്. സൂര്യന്റെ ഒരു പ്രത്യേക രീതിയിലുള്ള ട്യൂണിംഗ് കൊണ്ട് നമ്മളിലെ നമ്മളുടെ അറിവിനെ തെളിയിച്ചെടുക്കാൻ നമുക്ക് പറ്റും. ಸೊ ಅಧ್ಯಾತ್ಮದ ಒಂದು ಪವರ್ ನಿಂದ ಏನಿದೆ, ಈ ಸೂರ್ಯನ ಕಿರಣದಿಂದ ನಮಗೆ ಒಂದು ಪ್ರತ್ಯೇಕ ಪವರ್ ಅನ್ನ ಉಂಟು ಮಾಡ್ಲಿಕ್ಕೆ ಸಾಧ್ಯ. നക്ഷത്രങ്ങളുടെ ഒരു പ്രത്യേക ട്യൂണിംഗ് കൊണ്ട് നമ്മളുടെ തലയിലെഴുത്തിനെ മാറ്റിമറിക്കാൻ പറ്റും. ಸೊ ನಕ್ಷತ್ರಗಳ ಆ ಟ್ಯೂನಿಂಗ್ ನಿಂದ ನಮ್ಮ ಹಣೆ ಬರಹ ಏನಿದೆ ಅದನ್ನು ಕೂಡ ಬದಲಾಯಿಸಬಹುದು. അപ്പോ ഒരുത്തന് ഈ ജീവിതത്തിൽ വളരെ മോശമായ ജീവിതഗതിയിലൂടെ കടന്നു പോകാനാണെങ്കിൽ പോലും, ಸೊ ಒಬ್ಬ ವ್ಯಕ್ತಿ ಈ ಜೀವನದಲ್ಲಿ ತುಂಬಾ ಕೆಟ್ಟ ರೀತಿಯಲ್ಲಿ ಬದುಕಲಿಕ್ಕೆ ಹೋದ್ರು ಕೂಡ, കഷ്ടകാലമുള്ളവനാണെങ്കിൽ പോലും, ತುಂಬಾ ಕಷ್ಟದಲ್ಲಿ ಇರುವವನಾದ್ರೂ ಕೂಡ, ഈ ധർമ്മത്തിന്റെ പാതയിൽ വരുമ്പോ അവനെ പ്രപഞ്ചം തന്നെ സംരക്ഷിച്ച് അവന്റെ തലയിലെഴുത്ത് മാറ്റിക്കൊടുക്കും. ಸೊ ಆತ ಈ ಧರ್ಮದ ರೂಟಲ್ಲಿ ಬಂದಾಗ ಬ್ರಹ್ಮಾಂಡನೇ ಆತನ ಹಣೆ ಬರಹವನ್ನ ಬದಲಿಸಿ ಆತನಿಗೆ ಉತ್ತಮ ಜೀವನವನ್ನ ಸೃಷ್ಟಿ ಮಾಡಿಕೊಡುತ್ತೆ. നമ്മൾ ഈ ക്ലാസ്സിൽ പറയുന്ന ഓരോ കാര്യവും ആരെയും തർക്കിക്കാനല്ല, ഇതെല്ലാം റിസർച്ച് ടോപ്പിക്കുകളാണ്. ಸೊ ಈ ತರಗತಿಯಲ್ಲಿ ಏನ್ ಹೇಳ್ತಿದ್ದಾರೆ ಗುರುಗಳು, ಅದು ಯಾರನ್ನ ಏನು ಬೇರೆ ಯಾರನ್ನು ಸಂತೃಪ್ತಿ ಪಡಿಸ್ಲಿಕ್ಕೆ ಅಲ್ಲ, ಇದು ರಿಸರ್ಚ್ ಮಾಡಿ ಕಂಡುಹಿಡಿದಿರುವಂತಹ ವಿದ್ಯೆಗಳು. ഇന്ന് നമുക്ക് യൂട്യൂബില് കാണാൻ പറ്റും റൈറ്റ് സഹോദരന്മാരല്ല ഫ്ലൈറ്റ് ആദ്യമായിട്ട് പറപ്പിച്ചതെന്ന്. ಇವತ್ತು ನಮಗೆ ಯೂಟ್ಯೂಬ್ ನಲ್ಲಿ ನೋಡ್ಬೋದು, ಈ ರೈಟ್ ಸಹೋದರರಲ್ಲ ಅವರು ಏನು ಫ್ಲೈಟ್ ಅನ್ನ ಫಸ್ಟ್ ಮಾಡಿರುವಂತ ಫ್ಲೈ ಮಾಡಿರೋದು. ബോംബെയിൽ ഒരാളാണ്. ಸೊ ಬಾಂಬೆಯಲ್ಲಿ ಒಬ್ಬ ವ್ಯಕ್ತಿ ಫಸ್ಟ್ ಮಾಡಿರೋದು. എന്തുകൊണ്ടാണ് അത് ഇന്ത്യക്ക് കിട്ടാതിരുന്നത്? ಸೊ ಏನಕ್ಕೆ ಭಾರತಕ್ಕೆ ಆ ಒಂದು ಕ್ರೆಡಿಟ್ ಸಿಕ್ಕಿಲ್ಲ? ഭാരതീയർ ഒരിക്കലും ഭാരതീയ സംസ്കാരത്തെ സപ്പോർട്ട് ചെയ്യണില്ല, ഭാരതീയരെ സപ്പോർട്ട് ചെയ്യുന്നില്ല.
ಇಲ್ಲಿ ಭಾರತೀಯರೇ ಭಾರತದ ಸಂಸ್ಕೃತಿಗೆ ಅಥವಾ ഭാരതದവರಿಗೆ സപ്പോർട്ട് ಮಾಡಲಿಲ್ಲ. ഭാരതീയർക്ക് എപ്പോഴും ഫോറിനേഴ്സ് പറയുന്നത് കേൾക്കാനാണ് ഇഷ്ടം. ಸೊ ಭಾರತೀಯರಿಗೆ ಫಾರಿನರ್ಸ್ ಏನ್ ಹೇಳ್ತಾರೆ ಅದನ್ನ ಕೇಳಲಿಕ್ಕೆ ಇಷ್ಟ ಜಾಸ್ತಿ. ഞാൻ ഇത്രയും ക്ലാസ്സുകൾ കൊണ്ടുപോകുന്നുണ്ട്, എന്തുകൊണ്ടാണ് ഞാൻ ഇംഗ്ലീഷ് പറയാതെ ഇത്രയും കഷ്ടപ്പെട്ട് ഓരോ വ്യക്തികൾക്കും വേണ്ടി അവരവരുടെ ഭാഷയിൽ തന്നെ ട്രാൻസ്ലേറ്ററെ വെച്ച് അതേ രീതിയിൽ അനുഭവം കിട്ടിയവരെ കൊണ്ട് പറയാൻ ശ്രമിപ്പിക്കുന്നത്? ಸೊ ಏನಕ್ಕೆ ಗುರುಗಳು ಇಂಗ್ಲಿಷ್ ನಲ್ಲಿ ಮಾತನಾಡ್ತಾ ಇಲ್ಲ ಅಂತ ನೀವು ಯೋಚನೆ ಮಾಡಿ ನೋಡಿ. ಸೊ ಅವರವರ ಭಾಷೆಯಲ್ಲಿ ತುಂಬಾ ಈಸಿಯಾಗಿ ಎಲ್ರಿಗೂ ಗೊತ್ತಾಗುವಂಗೆ ಈ ರೀತಿ ಏನಕ್ಕೆ ಮಾಡ್ತಾ ಇದಾರೆ ನೀವು ಥಿಂಕ್ ಮಾಡಿ ನೋಡಿ. നമ്മളുടെ മാതൃഭാഷയുടെ ഫ്ലേവറിൽ മാത്രമേ ആത്മീയത ഉള്ളിൽ കയറുകയുള്ളൂ. ಸೊ ನಮ್ಮ ಮಾತೃಭಾಷೆ ಏನಿದೆ ಆ ಮಾತೃಭಾಷೆಯ ಫ್ಲೇವರೇ ನಮಗೆ ಆಧ್ಯಾತ್ಮ ಕಂಪ್ಲೀಟ್ ಆಗಿ ಒಳ ಹೋಗ್ಲಿಕ್ಕೆ ಸಾಧ್ಯ. കാരണം നമ്മളുടെ ഭാരതീയ സംസ്കാരത്തിലെ ഓരോ ഭാഷയിലും സംസ്കൃതത്തിന്റെ ഫ്ലേവർ ഇരിപ്പുണ്ട്. ಸೊ ಭಾರತೀಯ ಸಂಸ್ಕೃತಿಯಲ್ಲಿ ಒಂದೊಂದು ಭಾಷೆಯಲ್ಲೂ ಕೂಡ ಏನು ಅದರ ಫ್ಲೇವರ್ ಇದೆ. സംസ്കൃതത്തിന്റെ മക്കളും കൊച്ചുമക്കളുമാണ് ഭാരതത്തിലെ എല്ലാ ഭാഷകളും. ಈ ಸಂಸ್ಕೃತದ ಫ್ಲೇವರ್ ನಮ್ಮ ಎಲ್ಲಾ ಭಾಷೆಗಳಲ್ಲೂ ಇದೆ. അതല്ല പറഞ്ഞത്, സംസ്കൃതത്തിന്റെ കൊച്ചുമക്കളാണ് ഈ പറയുന്ന എല്ലാ ഭാരതത്തിലെ എല്ലാ ഭാഷകളും. ಈ ಸಂಸ್ಕೃತದ ಮಕ್ಕಳು, ಚಿಕ್ಕ ಮಕ್ಕಳು ಅನ್ನುವಂಥದ್ದು ಈ ಭಾರತದಲ್ಲಿರುವಂತಹ ಎಲ್ಲಾ ಭಾಷೆಗಳು. ഈ ഭാഷകളുടെ എല്ലാം ബേസ് എന്ന് പറയുന്നത് സംസ്കൃതത്തിൽ നിന്ന് തന്നെയാണ് വന്നത്. ಈ ಎಲ್ಲಾ ಭಾಷೆಗಳ ಬೇಸ್ ಬಂದ್ಬಿಟ್ಟು ಸಂಸ್ಕೃತನೇ ಆಗಿದೆ. കാരണം ഭാരതത്തിലെ നല്ല ആദ്യ ഭാഷ തന്നെ സംസ്കൃത ഭാഷ തന്നെയാണ്, ഒരു സംശയമില്ല. ಭಾರತದಲ್ಲಿ ಅಂತಲ್ಲ, ಇಲ್ಲಿ ಇರುವಂತಹ ಮೊದಲ ಭಾಷೆ ಅಂದ್ರೆ ಅದು ಸಂಸ್ಕೃತನೇ. ಅದು ഭാരതം എന്നത് ഉണ്ടാക്കിയത് തന്നെ ഋഷി പരമ്പരയാണ്. ಸೊ ಈ ಭಾರತ ಅನ್ನುವಂಥದ್ದನ್ನ ಉಂಟು ಮಾಡಿದಂತಹ ಋಷಿ ಪರಂಪರೆಯಿಂದ ಉಂಟಾಗಿದೆ. പ്രപഞ്ചമുള്ള പഴക്കമുണ്ട് ഈ പറയുന്ന സനാതന ധർമ്മത്തിന്. ಸೊ ಬ್ರಹ್ಮಾಂಡ ಯಾವಾಗ ಸೃಷ್ಟಿಯಾಗಿದೆ ಅಲ್ಲಿಂದ ಈ ಸನಾತನ ಧರ್ಮಕ್ಕೆ ಸನಾತನ ಧರ್ಮ ಇದೆ ಅಲ್ಲಿಂದ. ഈ സനാതന ധർമ്മം തന്നെയാണ് സംസ്കൃത ഭാഷയെ നമ്മളെ പഠിപ്പിച്ചത്. ಈ ಸನಾತನ ಧರ್ಮನೇ ನಮಗೆ ಸಂಸ್ಕೃತ ഭാഷೆಯನ್ನ ಕಲಿಸಿದ್ದು. എന്നോട് തർക്കിക്കാൻ വേണ്ടി ഗൂഗിളിൽ പോയി ആരെങ്കിലും തപ്പിയിട്ട് ഇതിന് ഇത്ര വർഷത്തെ പഴക്കമുള്ളൂ, അതിന് ഇത്ര വർഷത്തെ പഴക്കമുള്ളൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ പറയുന്നത് ഗുരു പരമ്പരയുടെ ധർമ്മത്തിന്റെ ഭാഗമാണ്. ನನ್ನನ್ನ ಏನು ನನ್ನ ಜೊತೆ ಚರ್ಚೆ ಮಾಡ್ಲಿಕ್ಕೋಸ್ಕರ ನೀವು ಗೂಗಲ್ ಹುಡುಕ್ಬಿಟ್ಟು ಸನಾತನ ಧರ್ಮಕ್ಕೆ ಇಷ್ಟು ವರ್ಷ ಏನು ಇತಿಹಾಸವಿದೆ ಅಂತ ಹೇಳಿ ನೀವು ಹೇಳಲಿಕ್ಕೆ ಬರಬೇಡಿ. ನಾನು ಹೇಳ್ತಾ ಇರೋದು ಗುರು ಪರಂಪರೆಯಿಂದ ಇದು ಬಂದಿರೋದು ಅಂತ. ഗൂഗിൾ പ്ലാറ്റ്ഫോം തന്നെ ഉണ്ടാക്കിയത് ഇംഗ്ലീഷുകാരാണ്. ಸೊ ಈ ಗೂಗಲ್ ನ ಪ್ಲಾಟ್ಫಾರ್ಮ್ ಅನ್ನೇ ಮಾಡಿರುವಂತದ್ದು ಅದು ಏನು ಇಂಗ್ಲಿಷ್ನವರು. അതിൽ കിടക്കുന്നതെല്ലാം പരിമിതമായ അറിവുകൾ മാത്രമേ ഉള്ളൂ. ಸೊ ಅದರಲ್ಲಿ ಇರುವಂತದ್ದು ಒಂದು ಪರಿಮಿತಿಗೆ ಸಿಕ್ಕುವಂತಹ ಏನು ಜ್ಞಾನ ಮಾತ್ರ ಅದರಲ್ಲಿ ಇರುವಂತದ್ದು. മലയാളത്തിൽ ഒരു പാട്ടുണ്ട്, മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞു. ಮಲಯಾಳಂ ಅಲ್ಲಿ ಒಂದು ಹಾಡಿದೆ, ಮನುಷ್ಯ ಈ ರಿಲಿಜನ್ ನ ಕ್ರಿಯೇಟ್ ಮಾಡಲ್ಲ ಅಂತ. മനുഷ്യനും മതങ്ങളും ചേർന്ന് ദൈവങ്ങളെ സൃഷ്ടിച്ചു എന്ന്. ಮನುಷ್ಯ ಮತ್ತೆ ಈ ರಿಲಿಜನ್ ಸೇರ್ಬಿಟ್ಟು ದೇವರನ್ನ ಕ್ರಿಯೇಟ್ ಮಾಡಿದ್ರು ಅಂತ. ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് എന്ന് തന്നെ വേണം ഈ സംസ്കാരത്തിൽ നിന്നുകൊണ്ട് എനിക്ക് പറയാൻ പറ്റുള്ളൂ. ಸೊ ಅದು ತಪ್ಪು ಅಂತ ನಮ್ಮ ಸಂಸ್ಕಾರದಿಂದ ನಾನು ಹೇಳ್ತೇನೆ, ಸಂಸ್ಕೃತಿ. കാരണം ഇവിടെ മതങ്ങളെ സൃഷ്ടിച്ചത് മനുഷ്യരല്ല. ಇಲ್ಲಿ ರಿಲಿಜನ್ ನ ಕ್ರಿಯೇಟ್ ಮಾಡಿರುವಂತದ್ದು ಮನುಷ್ಯರಲ್ಲ. സത്യദർശികളായ ഗുരുക്കന്മാരുടെ ദർശനമാണ് മതങ്ങൾ. ಸತ್ಯದರ್ಶಿಗಳಾದಂತಹ ಗುರುಗಳ ದರ್ಶನಗಳೇ ಈ ರಿಲಿಜನ್ ಆಗಿರುವಂತದ್ದು. അതായത് ബ്രഹ്മജ്ഞാനികളുടെ ദർശനത്തിനെ അവർ മതം എന്നാക്കി മാറ്റി. അതാണ് സത്യം. ಈ ಬ್ರಹ್ಮಜ್ಞಾನಿಗಳ ದರ್ಶನ ಏನಿದೆ, ಸೊ ಅದನ್ನ ಅವರು ರಿಲಿಜನ್ ಆಗಿ ಮಾಡಿದ್ರು. ഒരു മതത്തിന്, ഏതൊരു മതത്തിനും 3 അവസ്ഥയുണ്ട്. ಯಾವ್ದೊಂದು ರಿಲಿಜನ್ಗೆ 3 ಸ್ಥಿತಿಗಳಿದೆ. ആദ്യത്തേത് ചരിത്രം, ಒಂದು ಚರಿತ್ರೆ, രണ്ടാമത്തേത് അതിന്റെ ആചാരാനുഷ്ഠാനങ്ങൾ, ಇನ್ನೊಂದು ಆಚಾರ ಅನುಷ್ಠಾನಗಳು, മൂന്നാമത്തെ അവസ്ഥ ഫ്യൂച്ചർ ആണ്, അതിന്റെ ദർശനമായിട്ടുള്ള ദൈവം. ಸೊ ಮೂರನೇ ಅವಸ್ಥೆ ಅಂದ್ರೆ ಅದು ಭವಿಷ್ಯ. അപ്പൊ എങ്ങനെയാണ് മനുഷ്യനും മതങ്ങളും ചേർന്ന് ദൈവത്തെ സൃഷ്ടിക്കുന്നത്? ಸೊ ಹಾಗಾಗಿ ಮನುಷ್ಯ ಮತ್ತೆ ಏನು ಈ ರಿಲಿಜನ್ ಸೇರಿ ದೇವರನ್ನ ಸೃಷ್ಟಿ ಮಾಡ್ಲಿಕ್ಕೆ ಆಗುತ್ತಾ? മതത്തെ സൃഷ്ടിക്കുന്നത് ബ്രഹ്മജ്ഞാനിയാണ്. ರಿಲಿಜನ್ ನ ಸೃಷ್ಟಿ ಮಾಡಿದ್ದು ಬ್ರಹ್ಮಜ್ಞಾನಿಗಳು. ആ ബ്രഹ്മജ്ഞാനിയുടെ ഗുരുക്കന്മാരുടെ ദർശനമാണ് ദൈവം. ಆ ಬ್ರಹ್ಮಜ್ಞಾನಿಗಳ ಅಂತಹ ಗುರುಗಳ ದರ್ಶನವೇ ದೇವರು. അപ്പൊ അതിനെ ഏറ്റവും താഴേക്ക് വലിച്ചു കൊണ്ടുവന്നിട്ട് മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു എന്നും മനുഷ്യനും മതങ്ങളും ചേർന്ന് ദൈവങ്ങളെ സൃഷ്ടിച്ചു എന്നും നമ്മൾ പാട്ടിലൂടെ കേട്ട് 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 പഠിക്കുമ്പോൾ നമ്മളുടെ സംസ്കാരം താഴേക്കല്ലാതെ എങ്ങനെ മുകളിലേക്ക് പോകും? ಅಂತಹ ವಿಷಯಗಳನ್ನ ತುಂಬಾ ಕೆಳಮಟ್ಟದಲ್ಲಿ ತಂದು ಮನುಷ್ಯ ಈ ರಿಲಿಜನ್ ಸೃಷ್ಟಿ ಮಾಡಿದ್ರು, ಮನುಷ್ಯ ಮತ್ತೆ ರಿಲಿಜನ್ ಸೇರಿ ದೇವರನ್ನ ಸೃಷ್ಟಿ ಮಾಡೋದ್ರು ಅಂತ ಹೇಳಿದ್ರೆ ಇದರಲ್ಲಿ ಏನ್ ಅರ್ಥ ಇದೆ?
ഞാൻ ആ പാട്ടിനെതിരല്ല, പക്ഷെ ആ പാട്ടിൽ എഴുതിയിരിക്കുന്ന വാചകങ്ങൾ ആളുകളുടെ ഉള്ളിലേക്ക് തറച്ചു കയറുകയാണ്. ಸೊ ನಾನು ಆ ಹಾಡಿಗೆ ನಾನು ವಿರುದ್ಧವಾಗಿ ನಾನು ಮಾತಾಡ್ತಾ ಇಲ್ಲ. ಬಟ್ ಆ ಹಾಡಲ್ಲಿರುವಂತಹ ಈ ವಿಷಯಗಳು ಜನಗಳು ಅದನ್ನ ಅದೇ ಸರಿ ಅಂತ ತಿಳ್ಕೊಂಡಿದ್ದಾರೆ. വളരെ മനോഹരമായ സംഗീതമാണ്. ತುಂಬಾ ಒಳ್ಳೆಯ ಸಂಗೀತದಿಂದ ಕೂಡಿದಂತಹ ಹಾಡು ಅದು. പക്ഷെ കലകൾ ഒരിക്കലും സമൂഹത്തെ നശിപ്പിക്കാനായിരിക്കും, സമൂഹത്തിന് ഉന്നമനം ചെയ്യാനായിരിക്കണം. ಆದ್ರೆ ಕಲೆ ಏನಿದೆ ಅದು ಒಂದು ಸಮೂಹವನ್ನ ನಾಶ ಮಾಡುವ ಸ್ಥಿತಿಗೆ ಹೋಗ್ಬಾರ್ದು. ಆ ಸಮೂಹವನ್ನ ತುಂಬಾ ಎತ್ತರಕ್ಕೆ ಕೊಂಡೋಗುವಂತಹ ಕಲೆಗಳು ನಮಗೆ ಬೇಕಾಗಿದೆ. ഇവിടെയാണ് ഓരോ വിഷയത്തിന്റെയും പവിത്രത ഇരിക്കുന്നത്. ಸೊ ಇಲ್ಲಿ ಪ್ರತಿಯೊಂದು ವಿಷಯದ ಪಾವಿತ್ರ್ಯತೆ ಇಲ್ಲೇ ಇರುವಂತದ್ದು. നമുക്ക് ധാരാളം മഹാഭാരതം, രാമായണം ഇപ്രകാരമുള്ള അനേകം ഗ്രന്ഥങ്ങളുണ്ട്. ನಮಗೆ ರಾಮಾಯಣ ಮಹಾಭಾರತ ಅಂತ ಅನೇಕ ಗ್ರಂಥಗಳಿದೆ. ഇതിന്റെ എല്ലാം ചിന്താഗതിയെ മാറ്റിമറിക്കുന്ന മറ്റൊരു, ഈ ഗ്രന്ഥത്തിന്റെ ഒരു പകർപ്പ് പോലെ അല്ലെങ്കിൽ മറ്റൊരാളുടെ വീക്ഷണമാണ് രണ്ടാം ഊഴം എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നത്. ಸೊ ಇದರಲ್ಲಿ ಅವರು ಇದಕ್ಕಿಂತಲೂ ಇನ್ನೂ ಅಪ್ಡೇಟ್ ಆಗಿರುವಂತದ್ದು ಸೆಕೆಂಡ್ ಥಿಂಗ್, ಅದು ಬೇರೆ ಏನೋ ಒಂದು ಇದೆ ಹೇಳ್ತಾ ಇದಾರೆ. ಅದು ನನ್ಗೆ ಗೊತ್ತಾಗ್ತಾ ಇಲ್ಲ, ಅದು ನೋಡೋಣ ಏನಂತ. രണ്ടാം ഊഴം വളരെ കഴിവ്, ഒരു എന്താ പറയണേ, ഇത്തരം ഗ്രന്ഥങ്ങളെ എടുത്തു വെച്ച് അല്ലെങ്കിൽ അതിനെ നമ്മള് ഒരു കീഴ്ഗതിയിലേക്ക് കൊണ്ടുപോകുന്ന രീതിയിലായിരുന്നില്ല അത് എഴുതേണ്ടിയിരുന്നത്. ಸೊ ಇನ್ನು ಎರಡನೇ ಘಟ್ಟದಲ್ಲಿ ಇದನ್ನ ಬರೆದಿದ್ದಾರೆ, ಅದು ಸ್ವಲ್ಪ ಕೀಳ್ಮಟ್ಟಕ್ಕೆ ಹೋಗಿದೆ ಅಂತ ಹೇಳ್ತಾ ಇದ್ದಾರೆ ಗುರು. പക്ഷെ ആ പുസ്തകം ഒരാള് വളരെ മനോഹരമായിട്ട് ഇഷ്ടപ്പെട്ടാൽ ഈ ഗ്രന്ഥത്തിന്റെ വാല്യൂ തന്നെ താഴേക്ക് ഇല്ലാണ്ടാക്കി കളയും. ಸೊ ಈಗ ಸೆಕೆಂಡ್ ಪಾರ್ಟ್ ಅಂತ ಹೇಳಿ ಏನು ಬರುತ್ತೆ, ಸೊ ಅದೇ ರೀತಿ ಈ ಗ್ರಂಥಗಳನ್ನ ಎರಡನೇ ಭಾಗಗಳಾಗಿ ಈಗ ಬೇರೆಯವರು ಬರೆದಿದ್ದಾರೆ. ಸೊ ಅದನ್ನ ನಾವು ಇಷ್ಟಪಡ್ತಾ ಇದ್ರೆ ಈ ಮೊದಲನೇ ಆ ಮೂಲ ಕೃತಿ ಏನಿದೆ, ಆ ಮೂಲ ಗ್ರಂಥಗಳೇನಿದೆ ಅದರ ವ್ಯಾಲ್ಯೂ ಕಮ್ಮಿ ಆಗ್ತಾ ಹೋಗುತ್ತೆ. ഒരിക്കലും അറിവില്ലാത്ത, അതായത് ബ്രഹ്മജ്ഞാനികളല്ലാത്ത ഒരാളുകളും ഒരു ഗ്രന്ഥത്തെയും കൈകാര്യം ചെയ്യാൻ പാടില്ല. അതാ വേണ്ടത്. ಸೊ ಬ್ರಹ್ಮಜ್ಞಾನಿಗಳಲ್ಲದವರು ಇಂತಹ ಗ್ರಂಥಗಳನ್ನ ಬರಿಬಾರದು ಅಂತ ಗುರೂಜಿ ಹೇಳ್ತಿದ್ದಾರೆ. ഇന്ന് നമ്മുടെ സമൂഹം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ചർച്ച ചെയ്യാൻ അവർക്കൊരു വിഷയം വേണം. ആ വിഷയം കിട്ടിയാൽ എല്ലാവരും ചർച്ച ചെയ്യും. ಈಗಿನ ಸಮೂಹ ಏನಾಗಿದೆ, ಚರ್ಚೆ ಮಾಡ್ಲಿಕ್ಕೆ ಯಾವ್ದಾದ್ರು ವಿಷಯ ಸಿಗ್ಬೇಕು. ಒಂದು ವಿಷಯ ಸಿಕ್ಕಿದಾಗ ಎಲ್ಲರೂ ಸೇರಿ ಅದನ್ನ ಚರ್ಚೆ ಮಾಡ್ತಾ ಇರ್ತಾರೆ. കൃഷ്ണനും അർജുനനും തമ്മിലാണ് സംവാദം ഉണ്ടായിട്ടുള്ളത്, ഗുരു ശിഷ്യ സംവാദം. ಸೊ ಕೃಷ್ಣ ಅರ್ಜುನರ ಮಧ್ಯೆ ಮಾತುಕತೆ ನಡೆದಿದ್ದು ಆ ಗುರು ಶಿಷ್ಯರ ಒಂದು ಮಾತುಕತೆ. ഇത് കേട്ടിട്ട് ചിലര് വന്ന് എന്നോട് ചോദിക്കും, ഗുരു ശിഷ്യ സംവാദമാണിത്, നമുക്ക് സംവദിച്ചു വേണം കാര്യങ്ങൾ പഠിക്കാൻ. ಸೊ ಇದನ್ನ ಕೇಳ್ಕೊಂಡು ತುಂಬಾ ಜನ ನನ್ನ ಹತ್ರ ಬಂದ್ಬಿಟ್ಟು ಆ ಗುರು ಶಿಷ್ಯರ ಮಾತುಕತೆಯಿಂದ ಅಂತ ಗ್ರಂಥಗಳು ಸೃಷ್ಟಿಯಾಗಿದೆ, ಸೊ ನಾವು ತಿಳ್ಕೊಬೇಕು ಅಂದ್ರೆ ಗುರು ಶಿಷ್ಯರು ಮಾತಾಡುವ ಅಂತ. എനിക്ക് ഒരു കാര്യത്തിൽ വളരെ ബോധ്യമുണ്ട്, ഞാൻ കൃഷ്ണനോ അർജുനനോ അല്ല. ಸೊ ನನಗ್ ಗೊತ್ತು, ನಾನು ಕೃಷ್ಣ ಅಲ್ಲ, ಅರ್ಜುನ ಅಲ್ಲ. ഈ ചോദിക്കുന്ന ആള് കൃഷ്ണനോ അർജുനനോ ആണോ എന്ന് എനിക്ക് അറിയില്ല. ಇನ್ನು ಈ ರೀತಿ ಕೇಳ್ಕೊಂಡ್ ಬಂದವರು ಅವ್ರು ಕೃಷ್ಣನ ಅರ್ಜುನ ಅಂತ ನನಗ್ ಗೊತ್ತಿಲ್ಲ. അപ്പൊ എങ്ങനെ ഗുരു ശിഷ്യ സംവാദം നടത്തും? ಸೊ ಹಾಗಾದ್ರೆ ಯಾವ ರೀತಿ ಗುರು ಶಿಷ್ಯರು ಮಾತುಕತೆ ಮಾಡ್ಬೋದು? ശിഷ്യൻ ഈ പറയുന്ന എന്തെങ്കിലും ക്വാളിറ്റി ഉണ്ടോ? ധർമാധർമ്മം പോലും അറിയില്ലാത്ത ശവക്കറി തിന്നുന്നവരാണ് എന്നോട് വന്നിട്ട് സംവദിക്കാൻ വരേണ്ടത്. ಶಿಷ್ಯರಿಗೆ ಇದಕ್ಕೆ ಇರುವಂತಹ ಕ್ವಾಲಿಟಿ ಇದೆಯಾ? ಶವಗಳನ್ನ ತಿನ್ನುವಂತಹ ಕೆಲವರು ಬಂದ್ಬಿಟ್ಟು ನನ್ನ ಹತ್ರ ಈ ಕ್ವಾಲಿಟಿ ಬಗ್ಗೆ ಮಾತಾಡ್ತಾರೆ. ഈ കഴിക്കുന്നത് ശവമാണെന്നോ അതിന് ജീവനുണ്ടെന്നോ മനസ്സിലാക്കാൻ ബുദ്ധിയില്ലാത്ത ആളാണ് എന്നോട് സംസാരിക്കാൻ വരുന്നത്. ಈ ತಿಂತಾ ಇರುವಂತದ್ದು ಶವನ, ಜೀವ ಇರುವಂತದ್ದು, ಅದು ಯೋಚನೆ ಮಾಡ್ಲಿಕ್ಕೆ ಬುದ್ಧಿ ಇಲ್ಲದವರು ಬಂದು ಕೆಲವರು ನನ್ನ ಹತ್ರ ಮಾತಾಡ್ಲಿಕ್ಕೆ ಬರ್ತಾರೆ. ശവക്കറി ഔഷധമായി കാണുന്നവൻ എന്താണ് ബ്രഹ്മജ്ഞാനത്തെ പറ്റി സംസാരിക്കാൻ പറ്റുന്നത്? ಶವದ ಮಾಂಸ ಏನಿದೆ ಅದನ್ನ ಸಾರು ಮಾಡಿ ತಿಂದ್ರೆ ಅದು ಔಷಧ ಅಂತ ತಿಳ್ಕೊಳ್ಳೋವನು ಈ ಬ್ರಹ್ಮಜ್ಞಾನದ ಬಗ್ಗೆ ಏನ್ ಮಾತಾಡ್ಬೋದು? അപ്പൊ ഇത്തരം വികലമായ ചോദ്യം കൊണ്ട് നമ്മൾ വന്നിട്ട് കാര്യമില്ല. നമ്മളുടെ ജീവിത ലക്ഷ്യം എന്ന് പറയുന്നത് മോക്ഷം തന്നെയാണ്. ಇಂತಹ ಕ್ವಶನ್ಗಳು ಹಾಕೊಂಡು ನನ್ ಜೊತೆ ಬಂದು ಕಾರ್ಯ ಇಲ್ಲ. ನಮ್ಮ ಜೀವನದಲ್ಲಿ ನಮಗ್ ಬೇಕಾಗಿರುವಂತದ್ದು ಕೊನೆಯದಾಗಿ ಮೋಕ್ಷ. എല്ലാ ഗ്രന്ഥങ്ങളും അതിന്റെ വ്യക്തമായ രീതിയിൽ എടുത്തു വച്ച് നമ്മൾ വിശകലനം ചെയ്താൽ മനസ്സിലാവും, എല്ലാ മതങ്ങളും അനുശാസിക്കുന്നത് അതിന്റെ ലക്ഷ്യം മോക്ഷത്തിലേക്ക് തന്നെയാണ് എന്നാണ്. ಸೊ ಎಲ್ಲಾ ಗ್ರಂಥಗಳನ್ನು ನಾವು ಕರೆಕ್ಟ್ ಆಗಿ ಕೂತ್ಕೊಂಡು ನಾವು ಅದು ತಿಳ್ಕೊಂಡ್ರೆ ಅದರಿಂದ ಗೊತ್ತಾಗುತ್ತೆ ಪ್ರತಿಯೊಂದು ರಿಲಿಜನ್ಗೆ ಕೊನೆಗೆ ಬೇಕಾಗಿರುವಂತದ್ದು ಮೋಕ್ಷ ಅಂತ ಗೊತ್ತಾಗುತ್ತೆ. മോക്ഷം അസാധ്യമാണ് എന്ന് അവർക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെ അവരതിന് ചില സത്യാസത്യങ്ങൾ, അതായത് ഇങ്ങനെ ജീവിച്ചാൽ അങ്ങനെ കിട്ടും, അങ്ങനെ ജീവിച്ചാൽ ഇങ്ങനെ കിട്ടും എന്നെല്ലാം പറഞ്ഞ് ഒരു അവിയല് പരുവത്തിൽ, അല്ലെങ്കിൽ ഇങ്ങനെ എന്തോ ഒരു പരുവത്തിൽ, സാമ്പാറാണോ അവിയലാണോ എന്ന് അറിയില്ലാത്ത രീതിയിൽ എഴുതി അതിൽ വച്ചിട്ടുണ്ട്. ಸೊ ಮೋಕ್ಷ ಪಡೆಯೋದು ತುಂಬಾ ಕಷ್ಟ ಅಂತ ಗೊತ್ತಿರೋದ್ರಿಂದ ಕೆಲವೊಂದು ಗ್ರಂಥಗಳಲ್ಲಿ ಏನ್ ಮಾಡಿದ್ದಾರೆ, ಅದನ್ನ ನಮಗೆ ಬೇಕಾದ ರೀತಿಯಲ್ಲಿ ಆ ಕಡೆ ಈ ಕಡೆ ಬದಲಾವಣೆ ಮಾಡ್ಬಿಟ್ಟು ಅದನ್ನ ಬೇರೆ ಯಾವುದೋ ಒಂದು ರೀತಿಗೆ ತಗೊಂಡೋಗಿದ್ದಾರೆ. സനാതന ധർമ്മത്തിൽ ഒരിക്കലും മോക്ഷമല്ലാണ്ട് മറ്റൊന്നിനെ പറ്റിയിട്ടും പറഞ്ഞിട്ടില്ല. ಸನಾತನ ಧರ್ಮದಲ್ಲಿ ಮೋಕ್ಷ ಅಲ್ಲದೆ ಬೇರೆ ಯಾವುದ್ರ ಬಗ್ಗೆನೂ ಹೇಳಿಲ್ಲ.
നരകയാതന ജീവിതത്തെ പറ്റി ഇവിടെ സംസാരിക്കേണ്ട ആവശ്യമേ ഇല്ല. കാരണം ഈ ഗ്രന്ഥം കൈകാര്യം ചെയ്യാൻ തുടങ്ങുന്നവൻ ബ്രഹ്മജ്ഞാനത്തിലേക്ക് യാത്ര ചെയ്യുന്നവനാണ്. ಸೊ ನರಕಯಾತನೆಯನ್ನ ಅನುಭವಿಸೋದ್ರ ಬಗ್ಗೆ ನೀವು ಚಿಂತೆ ಮಾಡ್ಬೇಕಾದ ಅವಶ್ಯಕತೆ ಇಲ್ಲ. ಈ ಏನು ಗ್ರಂಥಗಳನ್ನ ಏನು ಹ್ಯಾಂಡಲ್ ಮಾಡುವವನು ಆತ ಬ್ರಹ್ಮಜ್ಞಾನವನ್ನ ತಿಳ್ಕೊಳ್ಳುವಂತಹ ಮಟ್ಟಕ್ಕೆ ಬೆಳಿತಾನೆ. ഈ ഗ്രന്ഥങ്ങളെ വായിക്കാൻ എടുക്കാൻ പോകുന്നവൻ എന്തെല്ലാം ക്വാളിറ്റി വേണമെന്ന് പോലും നമ്മളുടെ ഗ്രന്ഥങ്ങൾ അനുശാസിക്കുന്നുണ്ട്. ಸೊ ಇಂತಹ ಗ್ರಂಥಗಳನ್ನ ಓದಲಿಕ್ಕೆ ಹೋಗುವವನಿಗೆ ಎಂತಹ ಕ್ವಾಲಿಟಿ ಇರಬೇಕು ಅಂತ ಕೂಡ ಆ ಗ್ರಂಥಗಳಲ್ಲಿ ತಿಳಿಸಲಾಗಿದೆ. അതുകൊണ്ടാണ് പണ്ടുള്ള ഗുരുക്കന്മാര് പറഞ്ഞത് ഇന്ന 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 ടൈപ്പിലുള്ള ആളുകൾ മന്ത്രം കേട്ടാൽ അവന്റെ ചെവിയിൽ ഈയം ഉരുക്കി ഒഴിക്കണമെന്ന്. ಸೊ ಅದಕ್ಕೆ ನಮ್ಮ ಹಿಂದಿನ ಕಾಲದ ಗುರುಗಳು ಹೇಳುವಂತದ್ದು ಕೆಲವೊಂದು ಗ್ರಂಥಗಳನ್ನ ಓದ್ಬೇಕಾದ್ರೆ ನಮ್ಮ ಕಿವಿಯಲ್ಲಿ ಏನು ಬ್ಲಾಕ್ ಮಾಡಿ ಇಡಬೇಕು ಅನ್ನುವಂತ ರೀತಿಯಲ್ಲಿ ಹೇಳ್ತಿದ್ದಾರೆ. കാരണം അധർമ്മിയായിട്ടുള്ള ഒരുത്തന്റെ കാതിൽ ഈ ധർമ്മം കേട്ടാൽ അവൻ അത് അധർമ്മത്തിന്റെ വഴിക്കേ കൊണ്ടുപോകുള്ളൂ. ಅಂದ್ರೆ ಅಧರ್ಮದಲ್ಲಿ ಇರುವಂತಹ ಈ ವ್ಯಕ್ತಿಗಳು ಇಂತಹ ಗ್ರಂಥಗಳನ್ನ ಓದಬಾರದು ಅಥವಾ ಇದನ್ನ ಕೇಳಿಸಲು ಕೂಡ ಬಾರದು. ಅವರು ಕೆಟ್ಟ ರೀತಿಯಲ್ಲಿ ಇದನ್ನ ತಗೊಂಡು ಹೋಗ್ತಾರೆ. അങ്ങനെയാണ് നമ്മുടെ സമൂഹത്തിൽ ഇന്ന് ബലി നടക്കുന്നത്. മനുഷ്യ ബലി മുതൽ എല്ലാ ബലികളും കൊണ്ടുവന്നിരിക്കുന്ന ആ രീതിയിലാണ്. ಸೊ ಅದರಿಂದಲೇ ಈ ಭೂಮಿ ಮೇಲೆ ಬಲಿಗಳು ನಡೀತಾ ಇರುವಂತಹ മനുഷ്യ ബലിയാಗ್ಲಿ ಪ್ರಾಣಿಗಳ ബലിയാಗ್ಲಿ ಇದರಿಂದ ಆಗುವಂತದ್ದು. ഈ മൃഗം നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ഈ മൃഗത്തെയാണ് ശരിക്കും ബലി ചെയ്യേണ്ടത്. വെളിയിലിരിക്കുന്ന ജീവിയെ ബലി ചെയ്താൽ നമുക്ക് എങ്ങനെയാ ഗുണം കിട്ടുന്നത്? നിങ്ങൾ പറ. ಸೊ ನಮ್ಮೊಳಗಿರುವಂತಹ ಮೃಗವನ್ನ ನಾವು ಬಲಿ ಕೊಡ್ಬೇಕೇ ಹೊರತು ಹೊರಗಡೆ ಕಾಣುವಂತಹ ಮೃಗಗಳನ್ನೆಲ್ಲ ಬಲಿ ಕೊಡ್ಬೇಕಾಗಿರುತ್ತೆ. ബലി ചെയ്താൽ നമുക്ക് പുണ്യം കിട്ടുമെങ്കിൽ എനിക്ക് കുറെ കാശുണ്ടെങ്കിൽ 1 ലക്ഷം മൃഗങ്ങളെ മേടിച്ചങ്ങ് ബലി ചെയ്താൽ പോലെ. അല്ലെങ്കിൽ പിന്നെ ഈ മൃഗത്തിന്റെ ഒക്കെ എക്സ്പോർട്ട് ചെയ്യണവരില്ല, അവർക്കായിരിക്കും ഏറ്റവും കൂടുതൽ പുണ്യം കിട്ടുന്നത്. ಸೊ ಬಲಿ ಕೊಟ್ರೆ ನಮಗೆ ಒಳ್ಳೇದಾಗುತ್ತೆ ಅಥವಾ ನಮಗೆ ಏನಾದ್ರು ದುಡ್ಡು ಸಿಗುತ್ತೆ ಅಂತ ಹೇಳಿದ್ರೆ ಸೊ ನಾವು ಲಕ್ಷಗಟ್ಲೆ ಕೋಟಿಗಟ್ಲೆ ಸಂಪಾದನೆ ಮಾಡ್ಬೋದಲ್ಲ. ಸೊ ಈಗ ಈ ಕಟಿಂಗ್ ಮಾಡುವವರು ಅಥವಾ ಏನು ಈ പ്രാണി ಸಾಗಾಟ ಮಾಡುವಂತವ್ರು ಅದನ್ನ ಸಾಯಿಸಲಿಕ್ಕೆ ಕೊಡ್ತಾರಲ್ವ, ಅಂತವ್ರು ತುಂಬಾ ರಿಚ್ ಆಗ್ಬೇಕಲ್ವಾ. കള്ള് കൊടുക്കുമ്പോ ഭഗവാൻ വളരെ സന്തോഷം ഉണ്ടാവുന്നുണ്ട്. വിജയമല്ലിക്കായിരുന്നു ഏറ്റവും കൂടുതൽ അനുഗ്രഹം കിട്ടുന്നത്. കാരണം പുള്ളി ഏറ്റവും കൂടുതൽ കള്ള് വിറ്റായിരുന്നു. ಸೊ ಮದ್ಯಪಾನ ಏನು ಅದನ್ನ ಮಾರಾಟ ಮಾಡುವವರಿಗೆ ಏನು ಪುಣ್ಯ ಸಿಗುತ್ತೆ ಅಂತ ಹೇಳಿದ್ರೆ ಹಂಗಾದ್ರೆ ವಿಜಯ ಮಲ್ಯ ಈಗ ಒಳ್ಳೆ ರೀತಿಯಲ್ಲಿ ಇರ್ಬೇಕಾಗಿತ್ತಲ್ಲ. കേരളത്തിലെ ശ്രീനാരായണ ഗുരുവിന്റെ ഒരു വലിയ ഭക്തനുണ്ട്, മുരളിയ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ಕೇರಳದಲ್ಲಿ ಶ್ರೀನಾರಾಯಣ ಗುರುವಿನ ಭಕ್ತರೊಂದಿದ್ದಾರೆ, ಏನೋ ಮುರಳಿಯಾರ್ ಗ್ರೂಪ್ ಅಂತ. പുള്ളിക്ക് കോഴി കച്ചവടം. അങ്ങനെയാണെങ്കിൽ പുള്ളിക്കായിരിക്കും ഏറ്റവും കൂടുതൽ മോക്ഷം കിട്ടുന്നത്. പുള്ളിയായിരിക്കണം ബ്രഹ്മജ്ഞാനി. ಸೊ ಆತ ಈ ಕೋಳಿ ವ್ಯಾಪಾರ ಮಾಡ್ತಾನೆ. ಸೊ ಹಂಗಾದ್ರೆ ಆತನಿಗೆ ಪುಣ್ಯ ಸಿಗ್ಬೇಕಾಗಿತ್ತಲ್ಲ, ಆತ ಬ್ರಹ್ಮಜ್ಞಾನಿ ಆಗ್ಬೇಕಾಗಿತ್ತಲ್ವಾ. അപ്പൊ ബുദ്ധി ഉണ്ടെങ്കിൽ സ്വന്തം ചിന്തിക്കുക. ബലി ചെയ്യണത് കൊണ്ട് ആർക്കും പുണ്യം കിട്ടില്ല. സ്വന്തം വയറ് നിറയ്ക്കാനും ഈ തിന്നാനും കൊതിയുള്ളവർ മാത്രം ചെയ്യുന്ന ഒരു പണിയാണത്. ಸ್ವಯಂ ನಿಮ್ಮ ಬುದ್ಧಿಶಕ್ತಿಯಿಂದ ನೀವು ಯೋಚನೆ ಮಾಡಿ ನೋಡಿ, ಬಲಿ ಕೊಡೋದ್ರಿಂದ ಯಾವುದೇ ಉಪಕಾರವಿಲ್ಲ. ಸೊ ನಮಗೆ ತಿನ್ಲಿಕ್ಕೋಸ್ಕರ ನಮ್ಮ ಟೇಸ್ಟ್ಗೋಸ್ಕರ ಇದು ಬಲಿ ಕೊಡುವಂತ ಒಂದು ಸಂಪ್ರದಾಯ ಬಂದ್ಬಿಟ್ಟಿದೆ. ഒരു 25 വർഷം മുമ്പ് വരെ ഒരിക്കലും ഒരു നല്ല പ്രവൃത്തി നടക്കുന്നിടത്ത് ശവക്കറി കേറ്റേണ്ടായിരുന്നില്ല. ಸೊ ಸುಮಾರು 25 ವರ್ಷಗಳ ಮುಂಚೆ ಯಾವ್ದಾದ್ರು ಒಳ್ಳೆಯ ಏನು ಕಾರ್ಯಕ್ರಮಗಳು ನಡೆಯುವಲ್ಲಿ ಮಾಂಸದ ಊಟ ಮಾಡ್ತಾ ಇರ್ಲಿಲ್ಲ. എനിക്ക് കഴിഞ്ഞ ദിവസം ഒരാൾ ഒരു വീഡിയോ അയച്ചു തന്നു. ഒരു മൃഗത്തെ കുട്ടികളെ കൊണ്ട് ഇങ്ങനെ കൊല്ലുന്നതിന്റെ വീഡിയോ. ಸೊ ಕಳೆದ ಬಾರಿ ಯಾರೋ ಒಂದು ವಿಡಿಯೋ ಕಳ್ಸಿಕೊಟ್ರಂತೆ, ಮೃಗಗಳನ್ನ ಚಿಕ್ಕ ಮಕ್ಕಳಿಂದ ಸಾಯಿಸುವಂತ ಒಂದು ವಿಡಿಯೋ. എല്ലാ നേഴ്സറി കുട്ടികളാണ്. ತುಂಬಾ ನರ್ಸರಿ ಓದುವಂತಹ ಮಕ್ಕಳಿಂದ ಸಾಯಿಸುವಂತ ಒಂದು ವಿಡಿಯೋ. അതുകൊണ്ട് എന്ത് പുണ്യം ആർക്കാണ് കിട്ടാൻ പോണത്? ಅದರಿಂದ ಯಾವ ಪುಣ್ಯ ಯಾರಿಗೆ ಸಿಗುತ್ತೆ? എല്ലാ കുട്ടികളും അതിന് സന്തോഷത്തോടെയാണ് കാണുന്നത്. അതിന്റെ മീറ്റിന്റെ പീസുകൾ എടുത്തിട്ട് ഫ്രൈ ചെയ്യണു, അത് ആളുകൾക്ക് ദാനം കൊടുക്കണു, അത് തിന്നണു, കൊല്ലണു. ഇതാണോ ശരിക്കും ഏതെങ്കിലും ഒരു മതം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദൈവത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള മാർഗം ഇതാണെന്ന് ആരെങ്കിലും പഠിക്കുന്നുണ്ട് എങ്കിൽ വലിയ ബുദ്ധിശൂന്യമായ കാര്യമാണ്. ಇಲ್ಲಿ ಚಿಕ್ಕ ಚಿಕ್ಕ ಮಕ್ಕಳು ಅವರು ಸಂತೋಷದಿಂದ ಇದನ್ನ ಮಾಡ್ತಾ ಇದ್ರು. ಅದನ್ನ ಕಟಿಂಗ್ ಮಾಡೋದು, ಆ ಮಾಂಸನ ಫ್ರೈ ಮಾಡೋದು, ಅಲ್ಲಿ ಬಂದವರಿಗೆಲ್ಲ ಕೊಡುವಂತದ್ದು. ಸೊ ಇದು ಯಾವ ಗ್ರಂಥಗಳಲ್ಲಿ ಇದನ್ನ ಹೇಳಿದೆ? ಸೊ ಅದು ಇದ್ರ ಮಾಡೋದ್ರಿಂದ ಏನ್ ಸಂತೋಷ ಸಿಗುತ್ತೆ? ഈ ഭൂമിയിൽ ജനിക്കുന്ന എല്ലാ ജീവജാലങ്ങളും എല്ലാ കൃമികീടങ്ങളും എല്ലാവർക്കും അവരുടെ ജീവിതം പൂർത്തിയാക്കി ഇവിടെ നിന്ന് മോക്ഷത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് അവർ ജനിച്ചിരിക്കുന്നത്. ಈ ಭೂಮಿಯಲ್ಲಿರುವಂತಹ ಎಲ್ಲಾ ಜೀವಜಾಲಗಳು ಸೊ ಅವರ ಜೀವನವನ್ನ ಪೂರ್ತಿ ಮಾಡಿ ಮೋಕ್ಷದೆಡೆಗೆ ಸಾಗ್ಲಿಕ್ಕೆ ಹುಟ್ಟಿ ಬಂದಿದೆ. അല്ലാതെ ആരും നമുക്ക് വേണ്ടിയിട്ട് ജീവിക്കാനോ അല്ലെങ്കിൽ നമുക്ക് വേണ്ടിയിട്ട് മരിക്കപ്പെടാനോ വന്നിരിക്കുന്നവർ ആരും ഈ ഭൂമിയിലില്ല.
ಅಲ್ಲದೆ ಮನುಷ್ಯನಿಗೋಸ್ಕರ ಏನು ಬದುಕಲಿಕ್ಕೆ ಅಥವಾ ಮನುಷ್ಯನಿಗೋಸ್ಕರ ಸಾಯಲಿಕ್ಕೆ ಯಾವ ಜೀವಿಗಳು ಹುಟ್ಟಿ ಬಂದಿಲ್ಲ. ഈവൻ ഒരു പുഷ്പത്തിന്റെ പോലും ലക്ഷ്യം എന്ന് പറയുന്നത് ആ ചെടിയിൽ നിൽക്കുമ്പോഴാണ് അതിന് സന്തോഷം. ಸೊ ಒಂದು ಹೂವಿಗೂ ಕೂಡ ಆ ಗಿಡದಲ್ಲಿ ಇರ್ಬೇಕಾದ್ರೆ ಅದಕ್ಕೆ ಸಂತೋಷ ಸಿಗುತ್ತೆ. അപ്പൊ മോക്ഷം എന്ന് പറയുന്ന മനുഷ്യന്റെ അല്ല, എല്ലാ പ്രാണി കീടങ്ങളുടെയും ലക്ഷ്യം മോക്ഷം തന്നെയാണ്. ಹಾಗಾದ್ರೆ ಈ ಮೋಕ್ಷ ಅನ್ನುವಂಥದ್ದು ಮನುಷ್ಯನಿಗೆ ಮಾತ್ರ ಅಲ್ಲ, ಎಲ್ಲಾ ಪ್ರಾಣಿ ಕೀಟಗಳಿಗೂ ಕೂಡ ಅದರ ಲಕ್ಷ್ಯ ಮೋಕ್ಷ ಅನ್ನುವಂಥದ್ದು. രാകേഷിന്റെ കൂടെ അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു ഇതിനോട് ചേർന്നുണ്ടായിരുന്നത്? അല്ല് പറഞ്ഞാൽ മതി, ഓർമ്മയുണ്ടെങ്കിൽ. ഞാൻ മറന്നുപോയത്. ഓക്കെ, രാകേഷ് പറഞ്ഞോ. രാജേഷ്. ಗುರುಜಿ, क्या था दूसरा प्रश्न? ಆತ್ಮಜ್ಞಾನ ಎಂದರೆ ಏನು ಅಂತ. ಓಕೆ, ಆತ್ಮಜ್ಞಾನ ಅಂದರೆ ಏನು, ಅದನ್ನ SMS ಧ್ಯಾನದ ಮೂಲಕ ಒಬ್ಬ ವ್ಯಕ್ತಿ ಪಡಿಬಹುದಾ? ದಯವಿಟ್ಟು ನೀವು ಹೇಳಬೇಕು. ഓക്കെ, ആത്മജ്ഞാനം എന്നാൽ എന്താണ്? അത് SMS മെഡിറ്റേഷനിലൂടെ സാധ്യമാകുമോ എന്നാണ് ചോദിക്കണം, അല്ലേ? അതെ. അല്ല, കന്നഡ കൊത്തിക്കൊടു. അതെ 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 ഗുരുജി, കന്നഡയില് ചൊല്ലിക്കൊടുക്കുക. അല്ല, പുള്ളി കന്നഡത്തിലേ പറഞ്ഞത്. ഓ സോറി, ഞാനത് പറഞ്ഞു. ಆತ್ಮಜ್ಞಾನ ಎಂದರೆ ಏನು, ಅದು SMS ಮೆಡಿಟೇಷನ್ ಇಂದ ಈ ಆತ್ಮಜ್ಞಾನ ಪಡಿಲಿಕ್ಕೆ ಸಾಧ್ಯನಾ ಅಂತ ಕ್ವಶನ್. ഓക്കെ, ആത്മജ്ഞാനം എന്ന് പറയുന്ന ഒരു വലിയ സാധനമാണ്. അതായത് പ്രപഞ്ചത്തിന്റെ കാലപ്പഴക്കം എത്രയും ഉണ്ടോ അത്രയും പഴക്കമുള്ള എല്ലാ അറിവുകളും നമ്മളിലേക്ക് വന്നു ചേരുന്ന ഒരവസ്ഥയ്ക്കാണ് ആത്മജ്ഞാനം അല്ലെങ്കിൽ ബ്രഹ്മജ്ഞാനം എന്ന് പറയുന്നത്. ബ്രഹ്മം എന്ന് പറഞ്ഞാൽ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് എന്താണോ അത് ബ്രഹ്മം. ആ അറിവിനെ നമ്മൾക്ക് അനുഭവയോഗ്യമാക്കി തരിക, അത് നമുക്ക് അനുഭവിക്കാൻ പറ്റുന്ന ഒരു തലത്തിലേക്ക് എത്തുക. നമ്മളുടെ ബുദ്ധി മാറണില്ല, കണ്ണ് മാറണില്ല, ചെവി മാറണില്ല, ഒന്നുമില്ല. പക്ഷെ നമ്മളുടെ വിവേകത്തിന് മാറ്റം വരികയാണ്, തിരിച്ചറിവ് ഉണ്ടാവുകയാണ്, എല്ലാ സത്യങ്ങളും നമ്മൾ അനുഭവിച്ചറിയാണ്. ഇപ്പൊ മാമ്പഴം തിന്നുമ്പോൾ നമുക്കറിയാം മാമ്പഴത്തിന്റെ ഗുണം, മണം, രുചി, ഇതൊക്കെ നമുക്കറിയാം. ഇന്ന് നമുക്ക് എന്തിന്റെ ഗുണവും മണവും രുചി അറിയാവുന്നത്? ഒന്നിന്റെ അറിയില്ല. പക്ഷെ എല്ലാം നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്ന ചെറിയ ചെറിയ അറിവുകളുണ്ട്. ഇന്ന് നമ്മൾ പറയുന്ന വെളുപ്പാണോ എന്ന് നമുക്കറിയില്ല. ಕಂಟಿನ್ಯೂ ಇನ್ ಕನ್ನಡ. ಆತ್ಮಜ್ಞಾನ ಮತ್ತು ಈ ಬ್ರಹ್ಮಜ್ಞಾನ ಅಂದ್ರೆ ಏನಂತಂದ್ರೆ, ನಮ್ಮ ಬ್ರಹ್ಮಾಂಡ ಸೃಷ್ಟಿಯಾಗಿನಿಂದ ಏನೇನು ವಿಷಯಗಳಿದೆ ಈ ಬ್ರಹ್ಮಾಂಡದಲ್ಲಿ, ಸೊ ಅದನ್ನ ತಿಳ್ಕೊಳ್ಳುವಂತಹ ಒಂದು ಪದ್ಧತಿನೇ ಈ ಆತ್ಮಜ್ಞಾನ. ಸೊ ಇವಾಗ ನಿಮಗೆ ಫಾರ್ ಎಕ್ಸಾಂಪಲ್ ಗುರುಜಿ ಏನ್ ಹೇಳ್ತಿದ್ದಾರೆ ಅಂತಂದ್ರೆ, ಒಂದು ಮಾವಿನಕಾಯಿ ತಿನ್ನುವಾಗ, ಮಾವಿನ ಹಣ್ಣನ್ನ ತಿನ್ನುವಾಗ, ಸೊ ಅದು ತಿಂದು ನೋಡಿದಾಗಲೇ ನಮಗೆ ಅದರ ಟೇಸ್ಟ್ ಏನು ಅಂತ ಗೊತ್ತಾಗುವಂಥದ್ದು. ಸೊ ಹಾಗಾಗಿ ನಾವು ಈ ಜ್ಞಾನವನ್ನ ಅನುಭವಿಸಿದಾಗಲೇ ಅದು ಏನು ಅಂತ ನಮ್ಗೆ ಗೊತ್ತಾಗೋದು. പാല് എന്ന് പറയുന്നതിന്റെ നിറം വെളുപ്പാണെന്ന് നമ്മളെ ചെറുതിലെ പഠിപ്പിച്ചു തന്നിട്ടാണ് പഠിച്ചത്. ಸೊ ಹಾಲಿನ ಏನು ಬಣ್ಣ ಅದು ಬಿಳಿ ಅಂತ ಚಿಕ್ಕದ್ರಿಂದ ನಮಗೆ ಹೇಳ್ಕೊಟ್ಟಿದ್ರಿಂದ ಅದು ಬಿಳಿ ಅಂತ ನಮ್ಗೆ ಗೊತ್ತಾಗಿದೆ. നമ്മൾ ആ നിറത്തിൽ എന്ത് കണ്ടാലും അതിന് വെളുപ്പെന്ന് പറയും. ಸೊ ಅದೇ ಕಲರ್ ಅಲ್ಲಿ ಏನೇ ಕಂಡ್ರು ಕೂಡ ನಾವು ಅದನ್ನ ಬಿಳಿ ಅಂತೀವಿ. ഇലയ്ക്ക് നിറം പച്ച എന്ന് നമ്മൾ പഠിച്ചു. ಸೊ ಎಲೆಯ ಬಣ್ಣ ಹಸಿರು ಅಂತ ನಾವು ಕಲ್ತಿದೀವಿ. ഇങ്ങനെ നമ്മളെ കൊച്ചിലേ മുതൽ ഓരോ യൂണിക് ഫോമിൽ നമ്മളെ പഠിപ്പിച്ചു വെച്ചേക്കാണ്. ಒಂದು ಯುನೀಕ್ ಆಗಿ ಚಿಕ್ಕದ್ರಿಂದಲೇ ನಮಗೆ ಅದನ್ನ ಕಲ್ಸಿಟ್ಟಿದ್ದಾರೆ. ഇതൊന്നും നമ്മൾ അനുഭവിച്ചറിഞ്ഞിട്ടില്ല. ಇದ್ಯಾವುದು ನಾವು ಅನುಭವದಿಂದ ತಿಳ್ಕೊಂಡಿದ್ದಲ್ಲ. പച്ചയുടെ രുചി എന്താ നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാമോ? ಹಸಿರಿನ ರುಚಿ ಏನು ಅಂತ ನಿಮಗೆ ಏನಾದ್ರೂ ಗೊತ್ತಾ? വെളുപ്പിന്റെ രുചി എന്താ നിങ്ങൾക്ക് പറയാമോ? ಬಿಳಿಯಾಗಿರುವಂತ ಅದರ ರುಚಿ ಏನು ಅಂತ ನಿಮಗೆ ಗೊತ್ತಾ? വെളുപ്പിന്റെ ഗന്ധം എന്താണെന്ന് നിങ്ങൾക്ക് പറയാമോ? ಬಿಳಿಯ ಬಣ್ಣದ ಗಂಧ ಏನು ಅಂತ ನಿಮಗೆ ಗೊತ್ತಾ? ಅದರ ವಾಸನೆ. ബ്രഹ്മജ്ഞാനത്തിന്റെ മണം, ഗുണം, രുചി, നിറം, സ്വഭാവം എല്ലാം എനിക്കറിയാം, എനിക്ക് പറയാനും പറ്റും. ಸೊ ಬ್ರಹ್ಮಜ್ಞಾನದ ರುಚಿ ಏನು, ಅದರ ಸ್ಮೆಲ್ ಏನು, ಅದರ ಗುಣ ಏನು ಸಂಪೂರ್ಣವಾಗಿ ನನಗೆ ಗೊತ್ತಿದೆ. ಸೊ ನಾನು ಅದನ್ನ ಹೇಳಬಲ್ಲೆ. നമ്മൾ നോർമലി 5 ഇന്ദ്രിയങ്ങൾ കൊണ്ടൊരു വിഷയത്തെ അറിയുമ്പോ, ಸೊ ನಾವು ನಾರ್ಮಲ್ ಆಗಿ ಪಂಚೇಂದ್ರಿಯಗಳಿಂದ ಒಂದು ವಿಷಯಗಳನ್ನ ಗ್ರಹಿಸುವಾಗ 7 ഇന്ദ്രിയങ്ങൾ കൊണ്ട് നമ്മൾ ഒരുപോലെ അനുഭവിച്ചറിയുന്നതിനാണ് ബ്രഹ്മജ്ഞാനം. 7 ಇಂದ್ರಿಯಗಳ ಮೂಲಕ ಒಂದೇ ತರ ನಾವು ತಿಳ್ಕೊಳ್ಳುವಂತದ್ದೇ ಬ್ರಹ್ಮಜ್ಞಾನ. വെറും വെളുപ്പ് എന്ന് പറയുന്ന ഒരു നിറത്തിന്റെ മണമോ ഗുണമോ രുചിയോ ഒന്നും നിങ്ങൾക്കറിയില്ല. പക്ഷെ നിങ്ങൾ സയൻസിനെ അങ്ങനെ തന്നെ വെളുപ്പ് 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 അല്ലെങ്കിൽ വൈറ്റ് 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 എന്ന് കാണാതെ പഠിച്ചു വെച്ചേക്കാണ്. ಸೊ ಬಿಳಿಯ ಗುಣ ಏನು, ಅದರ ಸ್ಮೆಲ್ ಏನು, ಅದ್ಯಾವುದು ನಮ್ಗೆ ಗೊತ್ತಿಲ್ಲ. ಆದ್ರೆ ಸೈನ್ಸ್ ಏನ್ ಹೇಳಿದೆ ಅದನ್ನೇ ನಾವು ನಂಬ್ಕೊಂಡು ನಾವು ಹೋಗ್ತಾ ಇದೀವಿ. ഇതാണ് നമ്മൾക്ക് പറ്റിയ മിസ്റ്റേക്ക്. ഗുരുകുല വിദ്യാഭ്യാസത്തിൽ വെളുപ്പ് എന്ന് നമ്മളെ പഠിപ്പിക്കില്ല. ಸೊ ಇದೇ ನಮ್ಗೆ ಆಗಿರುವಂತಹ ಒಂದು ಮಿಸ್ಟೇಕ್. ಈ ಗುರುಕುಲ ವಿದ್ಯಾಭ್ಯಾಸದಲ್ಲಿ ಬಿಳಿ ಅನ್ನೋದನ್ನ ಕಲ್ಸಲ್ಲ. നമ്മളെ എല്ലാം അനുഭവിപ്പിച്ചറിയിക്കും.
ಸೊ ನಮ್ಮನ್ನ ಎಲ್ಲಾ ಅನುಭವದಿಂದ ಗೊತ್ತಾಗೋಂಗೆ ಮಾಡ್ತಾರೆ. ഇതാണ് നമ്മളുടെ ഗ്രന്ഥങ്ങളിൽ ശ്വേതകേതുവിനെ പറ്റി പറയണത്. ಸೊ ಇದಕ್ಕೆ ನಮ್ಮ ಗ್ರಂಥಗಳಲ್ಲಿ ಶ್ವೇತಕೇತುವಿನ ಬಗ್ಗೆ ಹೇಳ್ತಾರೆ. എല്ലാ വിദ്യയും പഠിച്ചിട്ട് അച്ഛന്റെ അടുത്തേക്ക് വന്നപ്പോ അച്ഛൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയാൻ മകന് പറ്റിയില്ല. ಸೊ ಎಲ್ಲಾ ವಿದ್ಯೆಗಳನ್ನ ಕಲ್ತ್ಕೊಂಡ್ ಬಂದು ಮಗ ಅಪ್ಪನ ಹತ್ರ ಬಂದು ಹೇಳೋತ್ತಿಗೆ ಅಪ್ಪ ಕೇಳಿದ ಕ್ವಶನ್ಗೆ ಮಗನ ಹತ್ರ ಆನ್ಸರ್ ಇಲ್ಲ. ഏതൊന്നിനെ അറിയുമ്പോൾ നമുക്ക് എല്ലാറ്റിനെ പറ്റിയും അറിയാവോ, അപ്പൊ മാത്രമേ നമുക്ക് അറിവ് എന്ന് പറയുന്നു വരുന്നുള്ളൂ. ಯಾವುದನ್ನ ಅರಿತಾಗ ಸೊ ನಮಗೆ ಸಂಪೂರ್ಣವಾಗಿ ಎಲ್ಲದರ ಬಗ್ಗೆ ಅರಿವು ಬರುತ್ತೆ. ಸೊ ಅವಾಗ ಆ ಕ್ವಶನ್ಗೆ ಆನ್ಸರ್ ಬರುತ್ತೆ. എന്നെ പുച്ഛിക്കാൻ വരുന്നവരോ കളിയാക്കാൻ വരുന്നവരോ വെളിയിൽ നിൽക്കുന്നവർ ആരാണെങ്കിലും നിങ്ങൾ സ്വയം ചോദിക്കുക ഞാൻ ആരാണ് എന്ന്. ಸೊ ನನ್ನನ್ನ ತಮಾಷೆ ಮಾಡುವವರು, ನನ್ ಜೊತೆ ಕ್ವಶನ್ ಕೇಳಲಿಕ್ಕೆ ಬರುವವರು, ನೀವು ಸ್ವಯಂ ನಿಮ್ಮನ್ನ ಕ್ವಶನ್ ಮಾಡಿ ನೀವು ಯಾರು ಅಂತ. ഞാൻ ആരാണ് എന്ന് നിങ്ങൾക്ക് എന്ന് അറിയുന്നോ അന്ന് ഈ പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി എന്നും പ്രപഞ്ചം എന്താണെന്നും ഈ പ്രപഞ്ചത്തിന്റെ എക്സിസ്റ്റൻസ് എന്താണെന്നും എല്ലാം A to Z നിങ്ങളുടെ ഉള്ളിൽ സ്വയം തെളിഞ്ഞു വരും. ನಾನ್ ಯಾರು ಅಂತ ನಿಮಗೆ ಗೊತ್ತಾದಾಗ ಇಡೀ ಈ ಬ್ರಹ್ಮಾಂಡದ ರಹಸ್ಯಗಳು ನಿಮಗೆ ಗೊತ್ತಾಗುತ್ತೆ. ಸೊ ನಿಮಗೆಲ್ಲವೂ ಅರ್ಥವಾಗುತ್ತೆ. ഞാൻ ഈ പറയണ കേട്ട് നിങ്ങൾ ഒരു പക്ഷെ ഇപ്പൊ ഗൂഗിളിൽ പോയിട്ട് ഹുവാമൈ എന്ന് എഴുതി കഴിഞ്ഞാൽ ഒരു ആൻസർ കിട്ടും. അതല്ല അതിന്റെ ആൻസർ. ಸೊ ನೀವು ಇದು ಹೇಳಿದ್ದನ್ನ ಕೇಳಿ ನೀವು ಗೂಗಲ್ ಅಲ್ಲಿ ಹೋಗಿ ಹೂ ಆಮ್ ಐ ಅಂತ ಹುಡುಕಬೇಡಿ. ಸೊ ಅದೆಲ್ಲ ಆನ್ಸರ್. ഇനി വരാൻ പോകുന്ന ഒരു വലിയ ദൂഷ്യഭാവമാണ് AI കൊണ്ടുവരാൻ പോകുന്നത്. ಇನ್ನೀಗ AI ಸಿಸ್ಟಮ್ ಏನಿದೆ ಅದೊಂದು ತುಂಬಾ ಕೆಟ್ಟ ಸಿಸ್ಟಮ್ ಆಗುತ್ತೆ. AI ഒരു തലത്തിൽ ഗുണം ചെയ്യുകയും മറ്റൊരു തരത്തിൽ വലിയ തരത്തിൽ ദൂഷ്യം ചെയ്യും. AI കള്ളം പറയും. AI ಅದು ಸಿಸ್ಟಮ್ ಏನಿದೆ ಅದು ಒಂದು ರೀತಿಯಲ್ಲಿ ನಮ್ಗೆ ಉಪಕಾರ ಆಗುತ್ತೆ, ಇನ್ನೊಂದು ರೀತಿಯಲ್ಲಿ ಅದು ಆಪೋಸಿಟ್ ಆಗುತ್ತೆ. ಅದು AI പറയുന്ന കള്ളത്തിനെ നമ്മുടെ ബുദ്ധി കൊണ്ട് കണ്ടുപിടിക്കാൻ പോലും പറ്റില്ല. ಸೊ ಅದರಲ್ಲಿ ಆಗುವಂತಹ ಏನು ಕಳ್ಳತರ ಅಥವಾ ಅದರಿಂದ ಏನು ಆಪೋಸಿಟ್ ಆಗಿರುವಂತದ್ದು ನಮ್ಗೆ ಅದು ಕಂಡು ಹಿಡಿಲಿಕ್ಕೂ ಆಗಲ್ಲ ಅದು ಏನ್ ಮಾಡ್ತಾ ಇದೆ ಅಂತ. അവൻ അത്രമാത്രം സ്മാർട്ട് ആയിട്ടാണ് ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കി വിട്ടുകൊണ്ടിരിക്കുന്നത്. ಸೊ ಅದನ್ನ ಅಷ್ಟೊಂದು ಸ್ಮಾರ್ಟ್ ಆಗಿ ಕ್ರಿಯೇಟ್ ಮಾಡಿಬಿಟ್ಟಿದ್ದಾರೆ. ബ്രഹ്മജ്ഞാനത്തിന്റെ മുന്നിൽ ഒന്നും നടക്കില്ല. ಆದ್ರೆ ಬ್ರಹ್ಮಜ್ಞಾನದ ಮುಂದೆ ಇದೆಲ್ಲ ನಡೆಯಲ್ಲ. ഇവിടെ ഏതെങ്കിലും ഒരു ശാസ്ത്രജ്ഞനോ ഒരു സയൻസിനോ പറ്റുമോ വിൻഡിനെ നിയന്ത്രിക്കാൻ? ಸೊ ಇಲ್ಲಿ ಯಾವುದೇ സയൻസിಗಾಗ್ಲಿ ಯಾವುದೇ ശാസ്ത്രജ്ഞನಿಗಾಗ್ಲಿ ಗಾಳಿಯನ್ನ ನಿಯಂತ್ರಣ ಮಾಡ್ಲಿಕ್ಕೆ ಆಗುತ್ತಾ? നമ്മുടെ ക്ലാസ്സിൽ ഇപ്പൊ 9 വയസ്സുള്ള ഒരു കൊച്ചു പയ്യനാ പറഞ്ഞ എനിക്ക് 2 ദിവസത്തേക്ക് വായുവിനെ നിയന്ത്രിക്കാനുള്ള കഴിവ് വന്നു. ನಮ್ಮ ಈ ತರಗತಿಯಲ್ಲಿ 9ನೇ ತರಗತಿಯಲ್ಲಿ ಓದುವಂತಹ ಒಬ್ಬ ವಿದ್ಯಾರ್ಥಿ ಆತ ಹೇಳಿದ್ದು 2 ದಿನಗಳ ಮಟ್ಟಿಗೆ ಏನು ಗಾಳಿಯನ್ನ ನಿಯಂತ್ರಣ ಮಾಡ್ಲಿಕ್ಕೆ ನನ್ನಿಂದ ಆಯ್ತು ಅಂತ. അഞ്ജലിയുടെ മകന് 9 വയസ്സല്ലേ? എനിക്കൊരു സംശയം. ഞാൻ ഒന്ന് അൺമ്യൂട്ട് ചെയ്യട്ടെ കേട്ടോ. ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് പറയോ, എനിക്കൊരു സംശയം. 11 വയസ്സ്. സോറി 11 വയസ്സാട്ടോ, ഞാൻ പറഞ്ഞതിൽ തെറ്റ്. 11 വയസ്സുള്ള ഒരു കൊച്ചു കുട്ടിക്കാണ് പ്രപഞ്ചം അനുഗ്രഹം കൊടുത്ത് വായുവിനെ നിയന്ത്രിക്കാൻ. ഒന്ന് ആലോചിച്ച് നോക്ക്. ಸೊ 11 ವರ್ಷದ ಒಬ್ಬ ಹುಡುಗನಿಗೆ ಬ್ರಹ್ಮಾಂಡ ಒಂದು ಶಕ್ತಿಯನ್ನ ನೀಡಿತು. 2 ದಿನಗಳ ಮಟ್ಟಿಗೆ ವಾಯುವನ್ನ ಆತನಿಗೆ ನಿಯಂತ್ರಣ ಮಾಡ್ಲಿಕ್ಕೆ ಒಂದು ಶಕ್ತಿಯನ್ನ ನೀಡಿತು. ഡബിൾ PhD ഉള്ള ഡോക്ടർമാർ നമ്മുടെ ക്ലാസ്സിൽ ഇരിക്കുന്നു. ಸೊ ಡಬಲ್ PhD ಮಾಡಿದಂತಹ ಡಾಕ್ಟರ್ಗಳು ಕೂಡ ನಮ್ಮ ಕ್ಲಾಸಲ್ಲಿ ಕೂತಿದ್ದಾರೆ. അവർക്ക് വായുവിനെ അല്ല എന്തെങ്കിലും നിയന്ത്രിക്കാൻ പറ്റും. ಸೊ ಅವರಿಗೆ ವಾಯು ಅಲ್ಲ ಇಂಥದ್ದು ಬೇರೆ ಏನಾದ್ರೂ ಈ ರೀತಿಯ ವಿಷಯಗಳನ್ನ ನಿಯಂತ್ರಣ ಮಾಡ್ಲಿಕ್ಕೆ ಆಗುತ್ತಾ? സ്വന്തം ചിന്തകളെയോ സ്വന്തം നാവിനെ പോലും നിയന്ത്രിക്കാൻ അവർക്ക് പറ്റില്ല. ಸ್ವಯಂ ಬರುವಂತಹ ಚಿಂತೆಗಳನ್ನ ಅವರ ನಾಲಿಗೆಯನ್ನು ಕೂಡ ನಿಯಂತ್ರಣ ಮಾಡ್ಲಿಕ್ಕೆ ಅವ್ರಿಗೆ ಆಗ್ತಾ ಇಲ್ಲ. ഇവിടെ ബ്രഹ്മജ്ഞാനം എന്താണെന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും സാധ്യമല്ല. ಸೊ ಇಲ್ಲಿ ಬ್ರಹ್ಮಜ್ಞಾನ ಅಂದ್ರೆ ಏನು ಅಂತೇಳಿ ನಮಗೆ ಅದು ಥಿಂಕ್ ಮಾಡ್ಲಿಕ್ಕೂ ಕೂಡ സാധ്യ ಇಲ್ಲ. ഇവിടെ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു സംഭവം പറയാം. ആ ചേട്ടന്റെ പേരെന്താന്ന് രാകേഷ് പറയാം. ഒരാള് വന്നിട്ട് ഞാൻ വെളിയിലിരുത്തിയിട്ട് പോയിപ്പോ ഉറങ്ങാൻ പറഞ്ഞത്. രാജേഷിന്റെ അയാളുടെ പേര് ഓർമ്മയുണ്ടോ? राजेश, उनका नाम याद है क्या? कौन है गुरुजी? जो आत्मा पेशेंट आया था उसको ऊपर बिठा के भी नीचे आते हुए उधर पर्सन आके कोटगी है कोटगी 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 ಕೊಟಗಿ ಕೊಟಗಿ हाँ कोटगी है क्या क्लास में? कोटगी उंडो क्लास ले ಸರ್ ಕೊಟಗಿ ಅವರು ಇದ್ದೀರಾ? ಕ್ಲಾಸ್ ಅಲ್ಲಿ ಇದ್ದೀರಾ? ಕನ್ನಡಕಾರ ಕೊಟಗಿ ಸರ್ ಕನ್ನಡ ಇದು ಕ್ಲಾಸ್ ಅಲ್ಲಿ ಇದ್ದೀರಾ? ಹುಷಾರಿಲ್ಲದ ಆಶ್ರಮದಿಂದ ಬಂದಿದ್ರಲ್ಲ. ಶ್ರೀ ಕೊಟಗಿ ಅವರು ಅನ್ಮ್ಯೂಟ್ ಮಾಡಿ ಮಾತಾಡಿ ಇದ್ರೆ. ಗಡ್ಡ ಇದೆ ಅವರಿಗೆ, ಬಿಳಿ ಗಡ್ಡ. ഇല്ല ആള് ഇല്ലാന്ന് തോന്നുന്നു. ക്ലാസ്സിൽ കയറിയിട്ടുണ്ടാവില്ല.
ക്ലാസ്സിൽ ഇല്ല അನ್ಸುತ್ತೆ. കുഴപ്പമില്ല. രാകേഷ് പറയും അയാൾക്ക് സംഭവിച്ചെന്താ. രാജേഷ് ഒന്ന് പറയോ? അറിയാ ಅವರಿಗೆ ಇದು ಆ, ಹಿಂದಿನ ದಿನ ಚಂದ್ರ ಧ್ಯಾನಕ್ಕೆ ಕೂತಿದ್ದಾಗ ಅವರಿಗೆ ಸಕ್ಕರೆಯ ಸಮಸ್ಯೆ ಇತ್ತು ಅಂತ, ಸಕ್ಕರೆ ಕಾಯಿಲೆ ಸಮಸ್ಯೆ ಇತ್ತು ಅಂತ ಹೇಳಿದ್ರು. ಹಾಗಾಗಿ ರಾತ್ರಿ ಇಡೀ ನಿದ್ದೆ ಬರ್ಲಿಲ್ಲ, ಅವರು ಎಚ್ಚರದಿಂದಲೇ ಇದ್ರು ಅಂತ ಹೇಳಿದ್ರು. ಆಗ ಬ್ರಹ್ಮ ಮುಹೂರ್ತಕ್ಕೆ ಗುರುಗಳ ಹತ್ತಿರ ಬರ್ತಾರೆ. ಗುರುಗಳು ಹೇಳ್ತಾರೆ, ಇದೇನು ದೊಡ್ಡ ವಿಚಾರ ಅಲ್ಲ, ನಿಮಗೆ ಅಸ್ತಮ ಇರ್ಲಿ ಯಾವ್ದೇ ಇರ್ಲಿ ದೊಡ್ಡ ವಿಚಾರ ಅಲ್ಲ, ನೀವು ಸ್ವಲ್ಪ ಹೊತ್ತು ಈ ಟ್ಯಾರಿಸಿನ ಮೇಲೆ ಚೇರಲ್ಲಿ ಕೂತ್ಕೊಳ್ಳಿ ಅಂತ ಹೇಳ್ತಾರೆ. ಅಷ್ಟು ಹೊತ್ತಿಗೆ ಕೂತ್ಕೊಳ್ತಾ ಇರುವಾಗ ಅವರೊಟ್ಟಿಗೆ ಮತ್ತೊಬ್ಬರವರ ಮಿತ್ರನೇ ಇರ್ತಾರೆ. ಗುರುಗಳು ಈ ಕಡೆ ಬರ್ತಾರೆ, ನಾನು ಬಂದಿದ್ದೆ, ನಾನು ಕೆಳಗಡೆ ಬಂದೆ. ಗುರುಗಳು ಒಳಗೆ ಹೋಗುವ ತಕ್ಷಣ 2 ಸೆಕೆಂಡಲ್ಲಿ ಒಬ್ಬ ಬಿಳಿ ಬಣ್ಣದ ವ್ಯಕ್ತಿ ಕಾಣಿಸಿಕೊಳ್ತಾನಂತೆ. ಆ ವ್ಯಕ್ತಿ ಕಾಣಿಸಿಕೊಂಡಾಗ ಹೇಳಿದ್ರಂತೆ, ಮಲಗು ನೀನು ಅಂತ. ಮಲಗು ನೀನು ಅಂತ ಹೇಳುವಾಗ ಇವರು ತನ್ನಷ್ಟಕ್ಕೆ ನಿದ್ದೆ ಹೋಗ್ತಾರೆ. ಆಗ ಅವರ ಮಿತ್ರ ನನ್ನಲ್ಲಿ ಹೇಳ್ತಾರೆ, ನನಗೆ ಗೊತ್ತೇ ಇಲ್ಲ, ನಾನು ನೋಡ್ತಾ ಇದ್ದವರು ತಕ್ಷಣ ನಿದ್ದೆಗೆ ಜಾರಿದ್ದು ಹೇಗೆ ಅಂತ. ವಾಪಸ್ ತಕ್ಷಣವೇ ಅವರಿಗೆ ಹುಷಾರು ಆಗ್ತದೆ, ಉಲ್ಲಾಸವನ್ನು ಪಡೀತಾರೆ. ನಂತರ ಬೆಳಿಗ್ಗೆ ತಂದು ಇದು ಬಂದು ಕೇಳುವಾಗ ಹೇಳಿದ್ರು, ನನಗೆ ಈ ತರ ಆಯ್ತು. ನಾನು ಕೇಳಿದೆ ಯಾರು ಅಂತ. ಆಗ ಹೇಳಿದ್ರು, ಬಹಳ ಒಬ್ಬ ವೈಟ್ ಮ್ಯಾನ್, ಬಿಳಿ 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 ಆಗಿದ್ರು. ಅವರು ಬಂದು ನನಗೆ 2 ಸೆಕೆಂಡಿಗೆ ಮಾತ್ರ ಕಾಣಿಸಿಕೊಂಡಿದ್ದಾರೆ. ನಾನು ಹೇಳಿದೆ ಕನಸ ಅಂತ. ಅಲ್ಲ, ನನ್ನ ಎದುರೇ ಬಂದು ಕಾಣಿಸಿಕೊಂಡು ಹೇಳಿದ್ರು, ನೀನು ಮಲಗು ಅಂತ. ಅಲ್ಲಿಂದ ನನಗೆ ಬಹಳ ಉಲ್ಲಾಸ ಆಯ್ತು ಅಂತ ಅವ್ರು ಹೇಳಿದ್ರು. ಇದು ನನಗೆ ಕೇಳಿ ಬಹಳ ಆಶ್ಚರ್ಯ ಆಯ್ತು. ನಾನು ಇದ್ದವರ ಹತ್ರ ಕೇಳಿದೆ, ನಿಮಗೇನಾದ್ರೂ ಕಂಡಿತ ಅಂತ. ಅವ್ರು ಹೇಳಿದ್ರು, ನನಗೆ ಏನು ಕಾಣಲಿಲ್ಲ, ಅದು ಅವರಿಗೆ ಮಾತ್ರ ಅಂತ. ನನಗೆ ಇದನ್ನು ಕೇಳಿ ನನಗೆ ಆಶ್ಚರ್ಯ ಆಯ್ತು. ഒന്ന് മലയാളത്തിൽ പറഞ്ഞു തരാനില്ലേ? ಒಬ್ಬ ಶುಗರ್ ಪೇಷಂಟ್ ಇದ್ರು ಕೊಟಗಿ ಅಂತ, ಅವರು ಆಶ್ರಮಕ್ಕೆ ಬಂದಿದ್ರು. ಸೊ ಅವರು ಮೂನ್ ಮೆಡಿಟೇಷನ್ ಕಳೆದು ಮೇ ಬಿ ಅರ್ಲಿ ಮಾರ್ನಿಂಗ್ ಆ ಮೂನ್ ಮೆಡಿಟೇಷನ್ ಅವ್ರಿಗೆ ಏನೋ ಒಂದು ಪ್ರಾಬ್ಲಮ್ ಆಯ್ತು ಅಂತ ಕಾಣುತ್ತೆ ಈ ಶುಗರ್ ಪೇಷಂಟ್ ಗೆ. ನಂತರ ಅದಕ್ಕೆ ಗುರುಜಿ ಒಂದು ಸಜೆಷನ್ ಮಾಡಿದ್ರು, ನೀವು ನೆಕ್ಸ್ಟ್ ಅರ್ಲಿ ಮಾರ್ನಿಂಗ್ ಕ್ಲಾಸ್ ಕೇಳಿ, ಹೊರಗಡೆ ಕೂತ್ಕೊಂಡು ಅಲ್ಲಿ ಕೇಳಿ ಅಂತ. ಸೊ ಅವಾಗ್ಲೂ ಕೂಡ ಅವ್ರಿಗೆ ಅದೇ ರೀತಿಯ ಒಂದು ಸಮಸ್ಯೆ ಆಯ್ತು. ಅವರು ಹಾರ್ಟ್ ಪೇಷಂಟ್ ಕೂಡ ಇದ್ರು, ಅಸ್ತಮಾ ಏನೋ ಪೇಷಂಟ್ ಕೂಡ ಇದ್ರು. ಸೊ ಆ ಟೈಮ್ ಅಲ್ಲಿ ಅವರು ಆ ಕಾಯಿಲೆಯಿಂದ ಬಳಲ್ತಾ ಇದ್ರು. ಸೊ ಆವಾಗ 1-2 ಸೆಕೆಂಡ್ಗೆ ಯಾರೋ ಒಬ್ಬ ವೈಟ್ ಆಗಿರುವಂತಹ ವ್ಯಕ್ತಿ ಅವರ ಮುಂದೆ ಬಂದು ನೀನೀಗ ಮಲ್ಕೊ ಅಂತ ಹೇಳಿದ್ರಂತೆ. ಸೊ ಅವ್ರು ಇಮಿಡಿಯೇಟ್ ಮಲ್ಕೊಂಡ್ರು. ಪಕ್ಕದಲ್ಲಿದ್ದವ್ರಿಗೆ ಆ ವ್ಯಕ್ತಿ ಯಾರು ಏನೋ ಕಾಣಿಸ್ಲೇ ಇಲ್ಲ. ಬಟ್ ಇವ್ರಿಗೆ ಅದು ಕಾಣಿಸ್ತು, ಹೇಳ್ದಂಗೆ ಇವ್ರು ಮಲ್ಕೊಂಡ್ರು. ಸ್ವಲ್ಪ ಹೊತ್ತು ಕಳೆದು ಎದ್ದೇಳ್ಬೇಕಾದ್ರೆ ಅವ್ರಿಗೆ ഏത് ഭാഷയിലാ പറഞ്ഞു? ഞാൻ മലയാളത്തിൽ പറയാനല്ലേ പറഞ്ഞു. ಅಯ್ಯೋ ಸಾರಿ. ഇനി ഞാൻ മലയാളത്തിൽ ഓക്കെ പറഞ്ഞോളാം, കുഴപ്പമില്ല. ശരി ശരി. ഒക്കെപ്പാടെ കുഴപ്പമായി, എല്ലാരും കന്നഡയായി. നോ പ്രോബ്ലം, ഞാൻ പറയാം. ശരി ഇവിടെ എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു കന്നഡക്കാരൻ ഒരാൾ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോ അദ്ദേഹത്തിന് ഒരു ഷുഗർ പേഷ്യന്റാ. അദ്ദേഹത്തിന് മൂൺ മെഡിറ്റേഷൻ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇൻസുലിൻ സപ്ലൈ കൂടാൻ തുടങ്ങി. അപ്പൊ ഷുഗർ ലെവൽ താഴേക്ക് വന്നു. ചെറുതായിട്ട് വേർക്കലൊരു ബുദ്ധിമുട്ടൊക്കെ പോലെ തോന്നി. പുള്ളിക്ക് മധുരം കഴിച്ചു കഴിഞ്ഞാൽ പുള്ളി പറഞ്ഞു, ശർക്കര കഴിച്ചാൽ ഇത് നോർമൽ ആവുന്ന പറഞ്ഞു. ഞാൻ പറഞ്ഞു, കുഴപ്പമില്ല, നിങ്ങളുടെ ഇമ്മ്യൂണിറ്റി സപ്ലൈ വരുമ്പോൾ എല്ലാം റെഡി ആവും. പുള്ളി പോയി കിടന്നു. ഏതായാലും ഇതൊക്കെ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. പുള്ളി കിടന്നു. വെളുപ്പിന് 2 മണി ആയപ്പോഴേക്കും പുള്ളി എണീറ്റു. ഞാൻ മുകളിൽ ധ്യാനിക്കാൻ ഇരിപ്പുണ്ടായിരുന്നു. ആ സമയത്തായപ്പോഴേക്കും എന്നെ ആരോ ഒരാൾ ആശ്രമത്തിൽ നിന്ന് വിളിച്ചു. എന്തായാലും ഫോൺ ബെല്ലടിച്ച് ഞാൻ അറിഞ്ഞു. ഞാൻ ഫോൺ എടുക്കുകയും ചെയ്തു. അതൊരു പ്രത്യേക കാരണം കൊണ്ട് അറിയാൻ ഭാഗ്യം കിട്ടി. ആ സമയത്ത് അറിഞ്ഞു. പുള്ളിയോട് മുകളിൽ വരാൻ പറഞ്ഞു. മുകളിൽ ഇരുത്തി. ഞാൻ പറഞ്ഞു, തുറന്ന ആകാശത്തിന്റെ താഴെ ഇവിടെ ഇരുന്നോ, എല്ലാം ശരിയാവും, ഞാൻ ഇനി താഴേക്ക് പോകാന്ന് പറഞ്ഞു. ഞാൻ താഴേക്ക് പോയി. ആ പോയ സമയത്തിനുള്ളിൽ ശ്രീനാരായണ ഗുരു അവിടെ വന്നു. ഗുരുദേവൻ വന്നിട്ട് പുള്ളിയോട് പറഞ്ഞു, നിങ്ങൾ ഉറങ്ങിക്കുന്നു. അത് തന്നെ ഞാൻ പുള്ളിയോട് പറഞ്ഞത്, നിങ്ങൾ അവിടെ സുഖമായിട്ട് ഇവിടെ മഞ്ഞത്ത് ഇവിടെ ഇരുന്നോ, എല്ലാം ശരിയാവും. പുള്ളി തലയിൽ തൊപ്പിയൊക്കെ ചെയ്യുക. ഞാൻ ഇവിടെ തൊപ്പി ഊരിക്കൊന്നൊരു സംശയം, ഈ തൊപ്പി ഊരിയ ജലദോഷം വരുമോ? ഒരു ദിവസമായോണ്ട് വന്നിട്ടേ. പിന്നെ ചെവിയിലൊന്നും പഞ്ഞി വെക്കേണ്ട സമയമാകുമ്പോൾ ഞാൻ മൂക്കിൽ പഞ്ഞി വെച്ച് തന്നോളാം, നിങ്ങൾ അവിടെ സുഖമായിട്ട് ഇരുന്നോ എന്നൊക്കെ തമാശ പറഞ്ഞിട്ട് ഞാനങ്ങ് പോയി. ഞാൻ പോയതിന്റെ പിന്നാലെ പുള്ളി തൊട്ട് പിന്നാലെ ഗുരുദേവൻ വന്നിട്ട് പറഞ്ഞു, ഉറങ്ങിപ്പോന്നു. അപ്പൊ പുള്ളി സുഖമായിട്ട് അവിടെ കിടന്നുറങ്ങി. പക്ഷെ പുള്ളി വിചാരിച്ചില്ല ഇത് വന്നു പറഞ്ഞതാണോ അല്ലാത്തതാണോ. തൊട്ടടുത്ത് നിന്ന് ആളോട്ട് കണ്ടൂല്ല. ഉണർവിൽ വന്നപ്പോ പുള്ളി കഥ പറഞ്ഞു. അപ്പൊ കേട്ടവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അതിശയം വന്നു. പുള്ളിയുടെ പ്രശ്നവും മാറി. പുള്ളി 10 ദിവസത്തേക്ക് വേണ്ടി വന്നതാ. പുള്ളി പിറ്റേ ദിവസം പോവുകയും ചെയ്തു. അപ്പൊ ഇത്തരം പ്രവൃത്തികളൊക്കെ നടക്കുന്നത് ഇത് അത്ഭുത സിദ്ധി അല്ലാതെ, നമ്മൾ ഒരാൾ മാറാൻ തയ്യാറായാൽ പ്രപഞ്ചം അയാളെ അങ്ങനെ ഏറ്റെടുക്കും. നന്നാവാൻ തയ്യാറില്ലാത്തവന് എന്ത് ചെയ്തിട്ടും കാര്യമില്ല, ഒരിക്കലും നന്നാവില്ല. ഒന്ന് പറഞ്ഞ ഈ കാര്യം മാത്രം അനിൽ. കന്നഡത്തിൽ പറയണ. നന്നാവണ കാര്യം പറഞ്ഞു മാത്രം കന്നഡ പറഞ്ഞു.
ನಾವು ಒಳ್ಳೇದಾಗ್ಬೇಕು ಅಂತ ನಾವು ಒಳಗಿಂದ ಅನ್ಕೊಂಡ್ರೆ ಸಾಕು, ಅದು ಆಗ್ತಾ ബರುತ್ತೆ. സാധാരണഗതിയിൽ നമുക്ക് പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊന്നും നന്നാവാൻ ഇഷ്ടമല്ല. അതാണ് സത്യം. കാരണം നമ്മളുടെ സമൂഹം ചുറ്റുപാടും ജീവിക്കണം എങ്ങനെയാണ്? ഈ ഞണ്ടിന്റെ പോലെ ജീവിക്കാനാണ് നമുക്ക് ഇഷ്ടമുള്ളൂ. നന്നാവണ കാര്യം പറഞ്ഞാൽ അടുത്ത വീട്ടിലുള്ളവരും അപ്പുറമുള്ളവരും ഇപ്പുറമുള്ളവരും ഒക്കെ പറയുന്ന വട്ടാണ്. അവരുടെ വട്ട് മാറ്റാൻ നമുക്ക് പറ്റില്ല. നമ്മൾ എങ്ങനെ ജീവിക്കണം നമ്മളാണ് തീരുമാനിക്കുന്നത്. അത് മാത്രമേ ഇവിടെ മാർഗമുള്ളൂ, വേറെ ഒരു മാർഗമില്ല. ഇന്നത്തെ നമ്മളുടെ ഈ എഡ്യൂക്കേഷൻ സിസ്റ്റം മാറിയാലേ നമ്മളുടെ സമൂഹം നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ. അതിന് നമുക്ക് പ്രാർത്ഥിക്കാനേ പറ്റുള്ളൂ. മോദിജി ഇങ്ങനെ തുടരട്ടെ. ಸೊ ನಾವು ಒಳ್ಳೆಯವರಾಗಬೇಕು ಅಂತ ನಾವು ಅಂದ್ಕೊಂಡ್ರೆ ಮಾತ್ರ ನಮಗೆ ಒಳ್ಳೆಯವರಾಗ್ಲಿಕ್ಕೆ ಸಾಧ್ಯ. ಬೇರೆಯವರು ಹೇಳಿದ್ದನ್ನ ಕೇಳಿ ನಾವು ಒಳ್ಳೆಯವರಾಗುವಂತದ್ದಲ್ಲ. ಸೊ ನಮ್ಮಲ್ಲಿ ನಿಸ್ವಾರ್ಥ ಗುಣ ಇದ್ಬಿಟ್ಟು ನಾವು ಒಳ್ಳೆಯವರಾಗ್ಬೇಕು ಅಂತ ನಾವು ಅಂದ್ಕೊಂಡ್ರೆ ಸಾಕು, ಈ ಬ್ರಹ್ಮಾಂಡ ನಮ್ಮನ್ನ ಒಳ್ಳೆ ರೀತಿಯಲ್ಲಿ ಕರ್ಕೊಂಡು ಹೋಗುತ್ತೆ. ಸೊ ಅದಕ್ಕೆ ನಮ್ಮ ಮೋದಿಜಿಗೆ ಒಂದು ನಮನ ಅಂತ ഗുരുകൾ ಹೇಳ್ತಾ ಇದ್ದಾರೆ. ಅವರು ತುಂಬಾ ಒಳ್ಳೆ ಕೆಲಸಗಳನ್ನ ಮಾಡ್ತಾ ಇದ್ದಾರೆ ಅಂತ ഗുരുജി ಹೇಳ್ತಿದ್ದಾರೆ. ഈ ഞാനിപ്പം നന്നാവണ കാര്യം പറഞ്ഞോളൂ. ഞാൻ വെറുതെ ആളുകളുടെ നമ്പർ നോക്കി. 309 പേര്, 306 പേരായിരുന്നു ക്ലാസ് തുടങ്ങിയത്. ഇപ്പൊ 391 പേരായി. ഈ കയറി വരുന്നവരുടെ ലക്ഷ്യം എന്താണ്? നന്നാവാനാണോ അത് ചുമ്മാ തമാശക്ക് കയറണോ? അവസാനം ക്ലാസ് ആവാറായി. അപ്പോഴാണ് ആളുകൾ ഇപ്പോഴും കയറിക്കൊണ്ടിരിക്കുക. ನೋಡಿ, ಸ್ಟಾರ್ಟಿಂಗ್ ಅಲ್ಲಿ 306 ಜನ ಇದ್ರು. ಬರ್ತಾ 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 ಅದು 325, 350, 375, ಈಗ 391 ಜನಕ್ಕೆ ಬಂದಿದ್ದಾರೆ. ಸೊ ಕ್ಲಾಸ್ ಮುಗೀತಾ ಬಂತು ನೋಡಿ, ಇವಾಗ ಬಂದಿದ್ದಾರೆ. ಸೊ ಇವ್ರ ಉದ್ದೇಶ ಏನು ಅಂತ ಗುರುಜಿ ಕೇಳ್ತಾ ಇದ್ದಾರೆ. ഞാൻ ഇതുകൊണ്ട് തന്നെയാ പറയുന്നത്, നന്നാവണമെന്ന് വേണമെന്നുണ്ടെങ്കിൽ സ്വയം ആഗ്രഹിക്കണം. ಸೊ ಇದಕ್ಕೆ ಗುರುಜಿ ಹೇಳ್ತಾ ಇರೋದು, ನಾವು ಒಳ್ಳೆಯವರಾಗ್ಬೇಕು ಅಂತ ನಮ್ಮೊಳಗಿಂದ ಬರ್ಬೇಕು. അല്ലാണ്ട് ഞാൻ പനിനീര് തളിച്ചാലൊന്നും ആരും നന്നാവില്ല. ಅಲ್ಲದೆ ಈ ರೋಸ್ ವಾಟರ್ ನಮ್ಮ ಏನು ಗುರುಜಿ ಹಿಂಗ ಹಾಕಿದ್ರೆ ಎಲ್ರು ಒಳ್ಳೆಯವರಾಗಲ್ಲ. അതിലല്ല അനുഭവങ്ങളൊന്നും ഇരിക്കണത്. ಸೊ ಅದರಲ್ಲೆಲ್ಲ ಅನುಭವಗಳು ಇರುವಂತದ್ದು. ഞാനിവിടെ കന്നഡയിൽ നിന്ന് വന്ന ഒരാളുടെ അടുത്ത് ദക്ഷിണയും മേടിക്കാറില്ല, നമസ്കരിക്കാനും പറയാറില്ല. എന്നെ നമസ്കരിക്കും വേണ്ട, ഒന്നും വേണ്ട. ഞാനൊരു ആശീർവാദം നേരിട്ട് കൊടുക്കണില്ല. ಸೊ ಇಲ್ಲಿ ಬರೋವರಿಗೆ ನಾನು ಅದೇ ಹೇಳೋದು, ನೀವು ಏನು ದಕ್ಷಿಣ ಕೊಡೋದು ಬೇಕಾಗಿಲ್ಲ, ನೀವು ಆಶೀರ್ವಾದ ಏನು ತಗೊಳ್ಬೇಕಾಗಿಲ್ಲ. ಸೊ ನೀವು ಬಂದು ನೀವು ಮೆಡಿಟೇಷನ್ ಮಾಡಿ ಅಷ್ಟೇ ಹೇಳ್ತಾ ഇರೋದು ನಾನು. ഇന്ത്യ അവർക്കെന്താ അനുഭവം കുറവാണ്? 30 കോടി ദൈവങ്ങളെയും കണ്ട് സൂര്യനെയും കണ്ട് സൂര്യ ലോകത്തും പോയി പ്രപഞ്ചത്തിലെ വലിയ വലിയ അനുഭവങ്ങൾ അറിഞ്ഞ് 2 ദിവസം 3 ദിവസം കൊണ്ട് സുഖമായിട്ട് പോവുക. 2 ದಿನ 3 ದಿನದಲ್ಲಿ 3 ಕೋಟಿ ದೇವತೆಗಳನ್ನ ನೋಡ್ತಾ ಇದಾರೆ, ಸೂರ್ಯಲೋಕಕ್ಕೆ ಹೋಗ್ತಾ ಇದಾರೆ, ಬೇರೆ ಬೇರೆ ಡೈಮೆನ್ಷನ್ ಗಳಿಗೆ ಹೋಗ್ತಾ ಇದಾರೆ. ಸೊ ಇಷ್ಟೊಂದು ಅನುಭವ ಪಡ್ಕೊಂಡು ಹೋಗ್ತಾ ಇದಾರೆ. ಸೊ ಇದಕ್ಕೆಲ್ಲ ನಿಮಗೆ ಏನು ಆಶೀರ್ವಾದನೇ ಬೇಕು ಅಥವಾ ದೀಕ್ಷೆ ಬೇಕು ಅಂತ ಯಾವುದೇ ನಿಯಮ ಇಲ್ಲ. ചിലർക്കൊക്കെ ഞാൻ ദീക്ഷ കൊടുത്തില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ട് പോലെയാണ്. ദീക്ഷ എന്താന്ന് പോലും എനിക്കറിയില്ല. ಕೆಲವರಿಗೆ ಅವರ ಮೈಂಡ್ ಅಲ್ಲಿ ಏನ್ ಅಂದ್ಕೊಳ್ತಾರೆ, ಗುರು ದೀಕ್ಷೆ ಪಡೆದ್ರೆ ಮಾತ್ರ ಈ ಅನುಭವಗಳು ಸಿಗುತ್ತೆ ಅಂತ. ದೀಕ್ಷೆ ಅಂದ್ರೆ ಏನು ಅಂತಾನೆ ನನಗೆ ಗೊತ್ತಿಲ್ಲ. എന്റെ ഗുരു എനിക്ക് ഇതുവരെ ഒരു ദീക്ഷയും തന്നിട്ടേ ഇല്ല. ಸೊ ನನ್ನ ಗುರುಗಳು ನನಗೆ ಇದುವರೆಗೂ ದೀಕ್ಷೆ ಕೊಡ್ಲೇ ಇಲ್ಲ. ഞാൻ കുറെ കാലമായിട്ട് ദക്ഷിണ കൊടുക്കാൻ വേണ്ടി വെറ്റില അടക്കയായിട്ട് നടക്കാം. എന്റെ ഗുരു ഇതുവരെ എന്റെ അടുത്ത് ദക്ഷിണ മേടിച്ചിട്ടില്ല. ನಾನು ತುಂಬಾ ಸಮಯದಿಂದ ಈ ಎಲೆ ಅಡಿಕೆ ಎಲ್ಲ ಹಿಡಿದು ಅದರಲ್ಲಿ ಒಂದು ಕಾಸೆಲ್ಲ ಇಟ್ಬಿಟ್ಟು ದಕ್ಷಿಣ ನೀಡ್ಲಿಕ್ಕೆ ಗುರುಗಳನ್ನ ಕಾಯ್ತಾ ಇದೆ. ಇದುವರೆಗೂ ನನಗೆ ದೀಕ್ಷೆ ಕೊಡ್ಲೇ ಇಲ್ಲ. ഇതാണ് പറയുന്നത്, സത്യം വദാ ധർമ്മം ചര. ಇದಕ್ಕೆ ಹೇಳೋದು ಸತ್ಯಂ ವದ ಧರ್ಮಂ ಚರ, ಸತ್ಯವನ್ನೇ ನುಡಿ ಧರ್ಮದಂತೆ ನಡಿ ಅಂತ. ഞാൻ സത്യം എന്താണെന്ന് അനുഭവിച്ചറിഞ്ഞ ആളാണ്. അത് ഞാൻ ഉച്ചത്തിൽ വിളിച്ചു പറയും. ಸೊ ನನಗೆ ಸತ್ಯ ಏನು ಅಂತ ಗೊತ್ತು. ನಾನು ಅದು ಎಷ್ಟು ಸೌಂಡ್ ಅಲ್ಲಿ ಬೇಕಾದ್ರೂ ನಾನು ಕೂಗಿ ಹೇಳ್ತೇನೆ. എനിക്ക് ആ ധർമ്മത്തിൽ മാത്രമേ ജീവിക്കാൻ പറ്റുള്ളൂ. ಸೊ ನನಗೆ ಆ ಧರ್ಮದಲ್ಲಿ ಮಾತ್ರ ಬದುಕಲಿಕ್ಕೆ ಸಾಧ್ಯ. അതുകൊണ്ട് ആരും വെറ്റില അടക്കയുടെ ഉള്ളിൽ പൂത്തി വെച്ച എന്റെ കാശ് എനിക്ക് വേണ്ട. ಸೊ ಹಾಗಾಗಿ ಎಲೆ ಅಡಿಕೆ ಮಧ್ಯದಲ್ಲಿ ನೀವು ಹಣ ಇಟ್ಕೊಂಡ್ ಬಂದ್ಬಿಟ್ಟು ನನಗೆ ಕೊಡೋದು ಬೇಡ. എനിക്ക് പൈസ തന്നെന്നുള്ളവർ നേരെ ഗൂഗിൾ പേ ചെയ്താൽ മതി. ನನಗೇನಾದ್ರೂ ದುಡ್ಡು ಕೊಡ್ಬೇಕು ಅಂತ ನಿಮ್ಗೆ ಅನ್ಸಿದ್ರೆ ನೀವು ಗೂಗಲ್ ಪೇ ಮಾಡ್ಕೊಡಿ. എന്നിട്ട് വിളിച്ച് പറയും വേണ്ട. ಸೊ ನಂತರ ನನಗೆ ಫೋನ್ ಮಾಡಿ ಹೇಳೋದಾಗ್ಲಿ, ಸ್ಕ್ರೀನ್ ಶಾಟ್ ಕಳಿಸೋದಾಗ್ಲಿ ಮಾಡ್ಬೇಡಿ. എനിക്ക് സ്ക്രീൻഷോട്ടും അയക്കണ്ട. ಸ್ಕ್ರೀನ್ ಶಾಟ್ ಕಳಿಸ್ಬೇಡಿ ನೀವು. ഈ ശവക്കറി കച്ചവടവും മീൻകറി കച്ചവടവും ചെയ്യണവന്റെ കാശ് എനിക്ക് തരുന്ന ദക്ഷിണയുടെ ഉള്ളിൽ വെച്ചിട്ട് എനിക്ക് തരും. തൊട്ടാ നാറും. അത് ഞാൻ മേടിച്ചിട്ട് നിങ്ങളെ അനുഗ്രഹിക്കണം, അല്ലേ? ಸೊ ಈ ಅಧರ್ಮದಲ್ಲಿ ಸಂಪಾದನೆ ಮಾಡಿದ ಕೆಲವೊಂದು ದುಡ್ಡುಗಳು ಈ ನಾನ್ ವೆಜ್ ಏನು ವ್ಯಾಪಾರ ಮಾಡಿ ಬರೋದು. അധർമ്മത്തിൽ സമ്പാദ്യമാടിയതല്ല, അധർമ്മത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കടലാസ് കഷണം. ಸೊ ಅಧರ್ಮಕ್ಕೋಸ್ಕರ ನೀವು ಉಪಯೋಗಿಸುವಂತ ಹಣಕಾಸುಗಳನ್ನ ಸೊ ನೀವು ಎಲೆ ಅಡಿಕೆ ಮಧ್ಯದಲ್ಲಿ ಇಟ್ಕೊಂಡು ನನಗೆ ಕೊಡಬೇಡಿ. ആ കടലാസ് ധർമ്മിയുടെ കൈക്കൂടെ മാത്രമല്ല പോണത്, അധർമ്മിയുടെ കൈക്കൂടെയും ഈ പറയുന്ന ശവക്കച്ചവടക്കാരുടെ ഒക്കെ കൈക്കൂടെ പോവാത്. ಈ ಕಾಗದ ಅನ್ನುವಂಥದ್ದು, ಈ ಹಣ ಅನ್ನುವಂಥದ್ದು ಎಲ್ಲರ ಕೈಗಳಲ್ಲೂ ಹೋಗುತ್ತೆ. ಅದು ಧರ್ಮದಲ್ಲಿ ನಡೆಯುವಂತವ್ರು ಅಧರ್ಮದಲ್ಲಿ. ಅದು ತೊಟ್ಟಾ ನಾರು. ಸೊ ಅಂತ ಈ
ಅಧರ್ಮಕ್ಕೆ ಏನು ಯೂಸ್ ಮಾಡುವಂತಹ ಹಣ ಅದು ಏನು ಮುಟ್ಟಿದ್ರು ಕೂಡ ಸ್ಮೆಲ್ ಬರುತ್ತೆ ಅಂತ ಹೇಳ್ತಾ ಇದ್ದಾರೆ. അതെ, തൊട്ടാ നമുക്കറിയാം നല്ല മണമാണോ ഇല്ലയോ എന്നുള്ളത്. ഒന്ന് മണത്ത് നോക്കി. ಸೊ ಅದು ಮುಟ್ಟಿದ್ರೆ ನಮಗೆ ಗೊತ್ತಾಗುತ್ತೆ ನೀವು ಸ್ಮೆಲ್. അതാണ് നമുക്ക് ദക്ഷിണയായിട്ട് തരണത്. ಸೊ ಕೆಲವರು ಅಂತ ಕಾಸುಗಳನ್ನು ನಮಗೆ ದಕ್ಷಿಣೆಯಾಗಿ ತಂದು ಕೊಡ್ತಾರೆ. അപ്പൊ ഞാനിതൊക്കെ ചിന്തിച്ച് എന്റെ ഒരു ഭാഗ്യം ഒന്ന് ആലോചിച്ച് നോക്കുക. ഞാൻ എന്റെ മെഡിറ്റേഷൻ തുടങ്ങിയപ്പോ ഗൂഗിൾ പേ വന്നു. ಸೊ ನನ್ನ ಒಂದು ಪುಣ್ಯ ಅಂತ ಹೇಳಿದ್ರೆ ನಾನು ಯಾವಾಗ ಮೆಡಿಟೇಷನ್ ಸ್ಟಾರ್ಟ್ ಮಾಡಿದೆ ಅಲ್ಲಿಂದ ಗೂಗಲ್ ಪೇ ಬಂದ್ಬಿಡ್ತು. പിന്നെ എന്തിനാ കൈകൊണ്ട് കാശ് മേടിക്കണം? എനിക്ക് എന്റെ കാര്യം നടന്നാൽ പോരെ. നമ്പറുകൾ കൊണ്ട് മാത്രമേ ഞാൻ കളിക്കുള്ളൂ. ಹಾಗಾಗಿ ಬರೀ ನಂಬರ್ ಅಲ್ಲಿ ಆಟ ಆಡ್ತಾ ಇದ್ದೀನಿ. ನಾನು ಯಾಕೆ ഞാൻ ಕೈಯಿಂದ ಹಣವನ್ನ ഇതാണ് ಮುಟ್ಲಿ? യഥാർത്ഥ ഗുരുതത്വം എന്ന് പറയുന്നത്. സൂക്ഷ്മ ലോകത്തിന്റെ വക്താവാണ് ഞാൻ. ಸೊ ಇದೇ ಏನು ನಿಜವಾದ ಏನು ಗುರು ತತ್ವ ಅಂತ ಹೇಳಿದ್ರೆ ಈ ಗುರುಗಳು ಅಂದ್ರೆ ಸೂಕ್ಷ್ಮ ಲೋಕದಿಂದ ಬಂದವರು ಅಂತ ನೀವು ಅರ್ಥ ಮಾಡ್ಕೊಳ್ಳಿ. ഇനി എനിക്ക് തരാൻ വേണ്ടിയിട്ട് എന്തിനാ അവിടെ നിൽക്കണം? വെറ്റിലൊക്കെ നുള്ളി പറിച്ച് അതിന്റെ ഉള്ളിൽ അടക്കയും വെച്ച് ഇതൊക്കെ കൊണ്ട് തന്നെ ആ വെറ്റില അവിടെ നിൽക്കുമ്പോൾ അതിന് സന്തോഷമാണ്, അടക്കി അവിടെ നിൽക്കുമ്പോൾ അതിന് സന്തോഷമാണ്. ಎಲೆಗಳು ಆ ಬಳ್ಳಿಯಲ್ಲಿ ಇರುವಾಗ ಅದಕ್ಕೆ ಸಂತೋಷ, ಅಡಿಕೆ ಆ ಮರದಲ್ಲಿ ಇರುವಾಗ ಅದಕ್ಕೆ ಸಂತೋಷ, ಅದರ ಸಂತೋಷವನ್ನ ಕಿತ್ತು ತಂದು ಅದು ಕೂಡ ನನಗ್ ಕೊಡ್ಬೇಡಿ. ഇതൊക്കെ നമ്മൾ ചെയ്യുന്ന ചെറിയ ചെറിയ ബലികളാണ്. ഇങ്ങനെ ബലി നടത്തിയാണ് ഇന്ന് പോത്തിനെയും ആടിനെയും കോഴീനെയും സകലതിനെയും ബലി കൊടുക്കലാണ്. മനുഷ്യനിൽ വരെ എത്തിപ്പെട്ടു. ಇದು ಕೂಡ ಸಣ್ಣ ಸಣ್ಣ ಬಲಿಗಳ ತರಾನೇ. ಸೊ ಮನುಷ್ಯ ಈ ರೀತಿ ಕಲ್ತು ಆತ ದೊಡ್ಡ ದೊಡ್ಡ ಬಲಿಗಳನ್ನ ಪ್ರಾಣಿ ಬಲಿಗಳನ್ನ ಕೊಡೋದನ್ನ ಕಲ್ತ್ಬಿಟ್ಟ. ഇതെല്ലാം ശരിക്കും നമ്മുടെ തത്വത്തെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഓരോ എന്താ പറയുക ബാഹ്യമായ ചേഷ്ടകളാണ് ഇതെല്ലാം. ಸೊ ಇದೆಲ್ಲ ಒಂದು ನಮ್ಮ ತತ್ವಗಳನ್ನ ಹಿಡಿದು ನಿಲ್ಲಿಸಲಿಕ್ಕೆ ಮಾಡ್ತಾ ಇರತಕ್ಕಂತಹ ಬಾಹ್ಯವಾದಂತಹ ಚೇಷ್ಟೆಗಳು ಅಂತ ಹೇಳ್ತಿದ್ದಾರೆ. ഇതിന്റെ സഭ്യമായ ഭാഷയിൽ പറയുമ്പോൾ ഇതിനെ ആചാരങ്ങൾ എന്ന് പറയും. ಸೊ ಇದನ್ನ ಉತ್ತಮ ರೀತಿಯಲ್ಲಿ ಹೇಳ್ಬೇಕಾದ್ರೆ ಇದನ್ನ ಆಚಾರಗಳು ಅಂತ ಹೇಳ್ತೀವಿ. അതെ, ബാഹ്യമായ ആചാരങ്ങളാട്ടോ, ആന്തരികമായിട്ടുള്ള ബാഹ്യമായ ആചാരം. ಇದು ಬಾಹ್ಯವಾದಂತಹ ಆಚಾರಗಳು. നമുക്ക് വേണ്ടത് ആന്തരികമായ പരിവർത്തനമാണ്. ಸೊ ನಮಗೆ ಬೇಕಾಗಿರುವಂತದ್ದು ನಮ್ಮೊಳಗಿನ ಆಂತರಿಕ ಪರಿವರ್ತನೆ. ഉള്ളില് ശവക്കറി തിന്നിട്ട് പുറത്ത് 10 പ്രാവശ്യം കുളിച്ചാലും ഉള്ളിൽ കിടക്കുന്ന ദുഷിപ്പ് പോവും. നിങ്ങൾ പറ. ಸೊ ನಾವು ಮಾಂಸ ಮೀನುಗಳನ್ನ ತಿಂದ್ಬಿಟ್ಟು ನಾವು 10 ಸಲ ಸ್ನಾನ ಮಾಡಿದ್ರು ಸೊ ಇದು ಕ್ಲೀನ್ ಆಗುತ್ತಾ? നേരെ മറിച്ച് നമ്മൾ ശവക്കറി തീറ്റ നിർത്തിയിട്ട് പുറത്ത് കുളിച്ചില്ലെങ്കിലും നമ്മളെ ദൈവം അറിയും. ಸೊ ಅದೇ ನಾವು ನಾನ್ ವೆಜ್ ತಿನ್ನದೆ ನಾವು ಸ್ನಾನ ಮಾಡಿಲ್ಲ ಅಂತ ಹೇಳಿದ್ರು ಕೂಡ ದೇವರಿಗೆ ನಾವು ಏನು ಅಂತ ಗೊತ್ತಾಗುತ್ತೆ. കുളിച്ചില്ല എന്ന് കരുതി നമ്മുടെ ചുറ്റുപാടുള്ളവർക്കേ ബുദ്ധിമുട്ടുള്ളൂ. ನಾವು ಸ್ನಾನ ಮಾಡಿಲ್ಲ ಅಂತ ಹೇಳಿದ್ರೆ ನಮ್ಮ ಸುತ್ತಮುತ್ತಲು ಇರುವವರಿಗೆ ಮಾತ್ರ ಸಮಸ್ಯೆ ಆಗುತ್ತೆ. ഇനി ഇത് കേട്ടുകൊണ്ട് കുളി ആരും നിർത്തിയേക്കല്ലേ കേട്ടോ. ಆದ್ರೆ ಇದು ಕೇಳಿ ಯಾರು ಸ್ನಾನ ಮಾಡೋದನ್ನ ನಿಲ್ಲಿಸಬೇಡಿ. നമ്മള് കുളിച്ച് ശുദ്ധമാവണ്ടെന്നല്ല പറഞ്ഞത്. കുളിച്ച് ശുദ്ധമാവുന്നതുകൊണ്ട് മാത്രം കാര്യമില്ല, ആന്തരിക ശുദ്ധിയാണ് വരേണ്ടത്. ಸೊ ನಮ್ಮ ಹೊರಗಿನ ಸ್ಥಾನ ಮಾತ್ರ ಅಲ್ಲ ನಮಗೆ ಬೇಕಾಗಿರೋದು, ನಮ್ಮ ಒಳಗೆ ಸ್ಥಾನ ಆಗ್ಬೇಕು ಅಂದ್ರೆ ನಮ್ಮ ಆಂತರಿಕವಾಗಿ ಶುದ್ಧಿ ಆಗ್ಬೇಕು ನಾವು. ഇത് പറയാൻ ഭൂമിയിൽ സനാതനികളല്ലാണ്ട് വേറെ ആരുമില്ല എന്നുള്ളതാണ് സത്യം. ಈ ಸನಾತನಿಗಳಲ್ಲದೆ ಬೇರೆ ಯಾರು ಇಲ್ಲ ಅನ್ನುವಂಥದ್ದೇ ಈ ಭೂಮಿ ಮೇಲೆ ಯಾರು ಇಲ್ಲ ಅನ್ನುವಂಥದ್ದೇ ಸತ್ಯ. ഇവിടെ ആർക്കാണ് പറയാൻ ധൈര്യമുള്ളത് ഒരു ജീവിയെയും കൊല്ലരുത്, ഒരു പുഷ്പം പോലും പറിച്ചു വെക്കാതെ പൂജ ചെയ്യണമെന്ന് പറയാൻ ആർക്കാ ഈ ഭൂമിയിൽ വേറെ ധൈര്യമുള്ളത്? ಈ ಸನಾತನ ಧರ್ಮದವರಿಗೆ ಬಿಟ್ರೆ ಬೇರೆ ಭೂಮಿ ಮೇಲೆ ಯಾರಿಗೆ ಈ ಧೈರ್ಯ ಇದೆ ಪ್ರಾಣಿಗಳನ್ನ ಕೊಲ್ಬಾರ್ದು, ಒಂದು ಹೂವನ್ನು ಸಹ ಕೀಳದೆ ನೀವು ಪೂಜೆಯನ್ನ ಮಾಡಿ ಅಂತ ಹೇಳುವಂತ ಧೈರ್ಯ ಯಾರಿಗಿದೆ? ഒരു ബ്രഹ്മജ്ഞാനിക്ക് അല്ലാതെ ഇത് എങ്ങനെ ഇത്ര കൃത്യമായിട്ട് പറയാൻ പറ്റും? ಇದೊಬ್ಬ ಬ್ರಹ್ಮಜ್ಞಾನಿಗಲ್ಲದೆ ಬೇರೆ ಯಾರಿಗೂ ಇಷ್ಟೊಂದು ಕಡಾಖಂಡಿತವಾಗಿ ಹೇಳಲಿಕ್ಕೆ ಸಾಧ್ಯ ಇಲ್ಲ. മന്ത്രം, തന്ത്രം, യന്ത്രം ഇതെല്ലാം നമ്മൾ പൂജയുടെ ബാഹ്യമായ അലങ്കാരങ്ങളുടെ മെത്തേഡ് രീതികളാണത്. ಯಂತ್ರ ಮಂತ್ರ ತಂತ್ರ ಏನಿದೆ ಈ ಪೂಜೆ ಅಥವಾ ಈ ಅಲಂಕಾರದ ಒಂದು ಮೆಥಡ್ ನ ರೀತಿ ಇದು. പക്ഷെ ഇതിനെല്ലാം സൂക്ഷ്മ അവസ്ഥയുണ്ട്. ಇದಕ್ಕೆಲ್ಲವೂ ಒಂದು ಸೂಕ್ಷ್ಮವಾದಂತಹ ಒಂದು ಅವಸ್ಥೆ ಇದೆ. യന്ത്രം എന്ന് പറയുന്ന ബാഹ്യ ഉപകരണങ്ങളുടെ കൈകളുടെ മുദ്രകൾ ഉപയോഗിച്ചിട്ട് യന്ത്രങ്ങൾ ആക്കാം. ಯಂತ್ರಗಳಿಗೆ ಈ ಬಾಹ್ಯವಾದ ಏನು ವಸ್ತುಗಳು ಬೇಕಾಗಿಲ್ಲ, ನಮ್ಮ ಕೈಗಳ ಮುದ್ರಗಳನ್ನ ಯೂಸ್ ಮಾಡ್ಬಿಟ್ಟು ಯಂತ್ರಗಳನ್ನ ಮಾಡ್ಬೋದು. മന്ത്രവും തന്ത്രവും അതിൽ തന്നെയുണ്ട്. ಈ ಮಂತ್ರ ತಂತ್ರ ಅನ್ನುವಂಥದ್ದು ಕೂಡ ಅದರಲ್ಲೇ ಇದೆ. എല്ലാം നമുക്ക് സൂക്ഷ്മത്തിൽ ചെയ്യാം. ಸೊ ಎಲ್ಲ ಕೂಡ ನಮಗೆ ಸೂಕ್ಷ್ಮದಲ್ಲಿ ನಾವು ಮಾಡ್ಬೋದು. നമ്മളുടെ ഉയർച്ചയാണ് ആഗ്രഹിക്കുന്നത് എങ്കിൽ ബാഹ്യമായി നമ്മൾ കുറേശ്ശെ പരിവർത്തനം വന്ന് ജ്ഞാനത്തിലേക്ക് എത്തിപ്പെടുന്നു. ಸೊ ನಮ್ಮ ಬೆಳವಣಿಗೆ ನಾವು ಆಗ್ರಹ ಪಡೋದು ಅಂತಂದ್ರೆ ಸೊ ನಾವು ಧ್ಯಾನದ ಮೂಲಕ ನಾವು ನಮ್ಮ ಬೆಳವಣಿಗೆಯನ್ನ ಕಂಡುಕೋಬಹುದು. നമ്മളുടെ ആന്തരികമായ പരിവർത്തനം വരുമ്പോൾ നമ്മളിൽ ആത്മീയത ഉണരും. ಸೊ ನಮ್ಮ ಒಳಗೆ ಪರಿವರ್ತನೆ ನಡೀತಾ ಇರ್ಬೇಕಾದ್ರೆ ನಮ್ಮೊಳಗೆ ಆಧ್ಯಾತ್ಮ ಅನ್ನುವಂಥದ್ದು ಚಿಗುರೊಡೆಯುತ್ತೆ. ആത്മീയതയുടെ ഏറ്റവും ടോപ്പ് ലെവലാണ് ബ്രഹ്മജ്ഞാനം.
ಆಧ್ಯಾತ್ಮದ ತುಂಬಾ ಟಾಪ್ ಲೆವೆಲ್ ಅಂದ್ರೆ ಅದೇ ಬ್ರಹ್ಮಜ್ಞಾನ. അതിന്റെ ഇടയിൽ അനേകം അവസ്ഥകളുണ്ട്. ಸೊ ಅದರ ಮಧ್ಯದಲ್ಲಿ ತುಂಬಾ ಅವಸ್ಥೆಗಳು ಬರುತ್ತೆ. ആത്മാനുഭവം അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ഈ അവധൂതാവസ്ഥ ഇങ്ങനെ കിടക്കുന്നു പലതായിട്ട്. ತುಂಬಾ ಅವಸ್ಥೆಗಳಿದೆ. ಅದರಲ್ಲಿ ಬರುವಂತದ್ದು ಒಂದು ಈ ಆತ್ಮಾನುಭವದ ಅವಸ್ಥೆ, ನಂತರ ಅವಧೂತ ಅವಸ್ಥೆ ಅಂತೇಳಿ. ಇದು ಬ್ರಹ್ಮಜ್ಞಾನದ ಕೆಳಗಡೆ ಬರುವಂತದ್ದು. ബ്രഹ്മജ്ഞാനിയുടെ അവസാന അവസ്ഥ എന്ന് പറയുന്നത് സമാധി മോക്ഷം. ಸೊ ಬ್ರಹ್ಮಜ್ಞಾನದ ಕಡೆಯ ಘಟ್ಟ ಅಂತ ಹೇಳಿದ್ರೆ ಸಮಾಧಿ ಮತ್ತೆ ಮೋಕ್ಷ. അത് SMS ധ്യാനത്തിലൂടെ കിട്ടുമോ എന്ന് സംശയിക്കണ്ട. ಸೊ ನೀವು ಸಂಶಯ ಪಡಬೇಡಿ, SMS ಧ್ಯಾನದಲ್ಲಿ ಇದು ಸಿಗುತ್ತಾ ಅಂತ. ബ്രഹ്മജ്ഞാനം നേടാൻ പറ്റും, പക്ഷെ അതിന് കുറച്ചുകൂടി നിങ്ങൾ കഠിന പ്രയത്നം കഴിക്കേണ്ടി വരും. പക്ഷെ മോക്ഷവും സമാധിയും നിങ്ങൾക്ക് എങ്ങനെയാണെങ്കിലും കിട്ടും. ಮೋಕ್ಷ ಮತ್ತೆ ಸಮಾಧಿ ನಿಮಗೆ ಇದರಿಂದ ಸಿಕ್ಕೇ ಸಿಗುತ್ತೆ. ಬ್ರಹ್ಮಜ್ಞಾನ ಅನ್ನುವಂಥದ್ದು ತುಂಬಾ ಕಠಿಣವಾದದ್ದು. ಪ್ರಯತ್ನ ಪಟ್ಟರೆ ನಿಮಗೆ ಅದು ಕೂಡ ಇದರಲ್ಲೇ ಸಿಗುತ್ತೆ. പക്ഷെ കഠിന എനിക്ക് യാത്ര ചെയ്യാൻ തയ്യാറുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് തരാം. ಕಠಿಣಾಧ್ವಾನ ಮಾಡ್ಲಿಕ್ಕೆ ನೀವು ರೆಡಿ ಇದ್ದರೆ, ಆ ಗುರು ಹೇಳುವಂತಹ ತತ್ವದಲ್ಲಿ ನಡೀಲಿಕ್ಕೆ ರೆಡಿ ಇದ್ರೆ ನಿಮಗೆ ಬ್ರಹ್ಮಜ್ಞಾನವನ್ನ ನೀಡ್ತೇನೆ ಅಂತ ಹೇಳಿ ಗುರುಜಿ ಹೇಳ್ತಿದ್ದಾರೆ. ഞാൻ അതിന് പൊതി കെട്ടി തരികയല്ല. 5 ലക്ഷം രൂപ വന്നാൽ 1 കിലോ ബ്രഹ്മജ്ഞാനം തരാമെന്ന് പറഞ്ഞിട്ട് തരികയല്ല. ನಾನು ಅದನ್ನ ಪ್ಯಾಕ್ ಮಾಡಿ ಕೊಡೋದಲ್ಲ. ನೀವು 5 ಲಕ್ಷ ರೂಪಾಯಿ ಕೊಟ್ರೆ ನಾನು ಒಂದು ಬಂಚ್ ನಿಮಗೆ ಕೊಡ್ತೇನೆ ಅಂತ. ഗുരുജ്ഞാനം നൽകുമ്പോൾ നിങ്ങളുടെ സമർപ്പണമാണ് വേണ്ടത്. ಸೊ ಗುರುವಿನಿಂದ ಜ್ಞಾನ ಸಿಗ್ಬೇಕು ಅಂತ ಹೇಳಿದ್ರೆ ನಿಮ್ಮ ಸಮರ್ಪಣೆ ಕರೆಕ್ಟ್ ಆಗಿರ್ಬೇಕು. സമർപ്പണം എന്നതിനർത്ഥം നിങ്ങളുടെ ശരീരമല്ല. നിങ്ങൾ എവിടെ ഇരുന്നാലും മതി, സമർപ്പണം നിങ്ങൾക്ക് ഉണ്ടായാൽ മതി. ಸಮರ್ಪಣೆ ಅಂದ್ರೆ ನೀವು ಏನು ನಿಮ್ಮ ಶರೀರವನ್ನ ಹೋಗಿ ಸಮರ್ಪಿಸೋದಲ್ಲ. ನೀವು ಕೂತಲ್ಲಿಂದ ನಿಮ್ಮೊಳಗಿಂದ ಆ ಸಮರ್ಪಣೆ ಬರ್ಬೇಕು. എന്നെ കാണുമ്പോ കാലിൽ കൊട്ടി വീണിട്ട് കാര്യമില്ല. ಸೊ ನನ್ನ ಏನು ನೋಡಿದಾಗಲೆಲ್ಲ ಬಂದು ಕಾಲಲ್ಲಿ ಬಿದ್ದು ನಮಸ್ಕಾರ ಮಾಡಿ ಏನು ಪ್ರಯೋಜನ ಇಲ್ಲ. ഈ അറിവെല്ലാം നൽകുന്ന സൂര്യൻ എത്രയോ പവറാണ്. സൂര്യന്റെ മുന്നിൽ നിങ്ങൾ എണീക്കാതെ ആ പാദം പിടിച്ച് അവിടെ തന്നെ കിടക്കണം. ಇಷ್ಟೊಂದು ಜ್ಞಾನ ಕೊಡುವಂತಹ ಸೂರ್ಯ ಭಗವಂತನನ್ನ ನೀವು ಹಿಡ್ಕೊಳ್ಳಿ, ಆತನ ಕಾಲನ್ನ ಹಿಡ್ಕೊಳ್ಳಿ, ನಿಮಗೆ ಆ ಜ್ಞಾನ ಅಲ್ಲಿಂದ ಸಿಗುತ್ತೆ. ഞാൻ ആ വഴി കാണിച്ചു തരുന്ന ഗുരു മാത്രമാണ്. ಸೊ ನಾನು ಅದಕ್ಕಿರುವಂತಹ ದಾರಿ ತೋರಿಸುವಂತಹ ಗುರು ಆಗಿದ್ದೇನೆ. സൂര്യന് മുന്നിൽ ഞാനും നിങ്ങളും എല്ലാം ഒരുപോലെ തന്നെയാണ്. ಸೂರ್ಯನ ಮುಂದೆ ನಾನು, ನೀವು, ನಾವೆಲ್ಲರೂ ಒಂದೇ. പക്ഷെ ഗുരുക്കന്മാർക്ക് മുന്നിൽ ഞാനും നിങ്ങളും ഒരുപോലെ അല്ല. ಆದ್ರೆ ಗುರು ಅನ್ನುವಂತ ವಿಷಯ ಬಂದಾಗ ನಾನು ನೀವು ಸೇಮ್ ಅಲ್ಲ. ഗുരു പരമ്പരയുടെ മാലയിൽ ഒരു മുത്താവാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടി. ಆ ಗುರು ಪರಂಪರೆಯಲ್ಲಿರುವಂತಹ ಸರದಲ್ಲಿ ಬರುವಂತಹ ಒಂದು ಮುತ್ತು ನಾನು. പക്ഷെ ദൈവങ്ങളുടെ ലിസ്റ്റിൽ ഞാൻ പെടില്ല. ಆದ್ರೆ ದೇವರ ಲಿಸ್ಟ್ ಅಲ್ಲಿ ನಾನಿಲ್ಲ. ദൈവങ്ങളുടെ ലിസ്റ്റിൽ ബ്രഹ്മാവ്, വിഷ്ണു അങ്ങനെയൊക്കെ അങ്ങോട്ട് പോകും. ಬ್ರಹ್ಮ, ವಿಷ್ಣು, ಮಹೇಶ್ವರ ಅನ್ನುವಂಥದ್ದು ಅದು ದೇವರುಗಳ ಲಿಸ್ಟ್ ಅಲ್ಲಿ ಬರುತ್ತೆ. ഗുരുക്കന്മാരുടെ പരമ്പരയിൽ ഒരു കണ്ണിയായിട്ട് ഞാനുണ്ടാവും. ಆ ಗುರು ಪರಂಪರೆ ಏನಿದೆ ಅದರಲ್ಲಿ ಒಂದು ಮುತ್ತು ನಾನು. ബ്രഹ്മജ്ഞാനം കൊണ്ട് നമുക്ക് ദൈവത്തോളം അടുത്ത് വരെ ചെല്ലാൻ, ദൈവമാവാൻ നമുക്ക് പറ്റില്ല. ಸೊ ಬ್ರಹ್ಮಜ್ಞಾನದಿಂದ ನೀವು ದೇವರ ಹತ್ರ ತಲುಪಬಹುದು, ಆದ್ರೆ ದೇವರಾಗಲಿಕ್ಕೆ ಸಾಧ್ಯ ಇಲ್ಲ. ദൈവത്തെ പോലെ ആവാനും പറ്റില്ല, ദൈവത്തിന്റെ അടുത്ത് പോകാം. ದೇವರ ತರನೂ ಆಗ್ಲಿಕ್ಕೆ ಆಗಲ್ಲ, ದೇವರ ಹತ್ತಿರ ಹೋಗ್ಬೋದು. അപ്പൊ പിന്നെ എങ്ങനെയാ ദൈവം ആവണേ? ಹಾಗಾದ್ರೆ ಹಿಂಗೆ ನಾನು ದೇವರಾಗ್ತೀನಿ. ഞാൻ പ്രധാനമന്ത്രിയുമായിട്ട് നല്ല അടുപ്പമുണ്ട് എന്നതിനർത്ഥം ഞാൻ പ്രധാനമന്ത്രിയാണെന്നാണോ? ಸೊ ನಾನೀಗ ಪ್ರಧಾನಮಂತ್ರಿಗೆ ತುಂಬಾ ಕ್ಲೋಸ್ ಆಗಿದ್ದೀನಿ ಅಂತ ಹೇಳಿದ್ರೆ ನಾನ್ ಪ್ರಧಾನಮಂತ್ರಿ ಅಂತ ಅರ್ಥನಾ? അപ്പൊ എനിക്ക് പ്രധാനമന്ത്രിയുടെ സുഹൃത്താണെന്നോ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ അടുത്ത് പോകാനുള്ള അടുപ്പമുണ്ടെന്നോ എനിക്ക് പറയാം. ನಾನ್ ಬೇಕಾದ್ರೆ ಹೇಳ್ಬೋದು ನಾನು ಪ್ರೈಮ್ ಮಿನಿಸ್ಟರ್ ಫ್ರೆಂಡ್ ಆಗಿದ್ದೀನಿ, ನನಗೆ ಯಾವ ಬೇಕಾದ್ರೂ ಅವ್ರನ್ನ ಹೋಗಿ ಭೇಟಿ ಆಗ್ಬೋದು ಅಂತ ನಾನು ಹೇಳ್ಬೋದು. ഇതേ രീതിയിൽ എനിക്ക് ദൈവങ്ങളെ കാണാനും അറിയാനും അനുഭവിക്കാനുമുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ബ്രഹ്മജ്ഞാനിയാണ് ഞാൻ, ഒരിക്കലും ദൈവമല്ല. മനുഷ്യനായി ജനിച്ചു, മനുഷ്യനായി സമാധിയാണ്. ಇದೇ ರೀತಿ ನಾನು ಒಬ್ಬ ಬ್ರಹ್ಮಜ್ಞಾನಿಯಾಗಿ ನನಗೆ ದೇವರನ್ನ ನೋಡ್ಲಿಕ್ಕೆ ಸಾಧ್ಯ, ಅವರೊಂದಿಗೆ ಮಾತಾಡ್ಲಿಕ್ಕೆ ಸಾಧ್ಯ, ಸೊ ಅಲ್ಲಿ ತಲುಪಲಿಕ್ಕೆ ಸಾಧ್ಯ. ಸೊ ಹಾಗಾಗಿ ನಾನೊಬ್ಬ ಬ್ರಹ್ಮಜ್ಞಾನಿ ಅಷ್ಟೇ. ഒരു മനുഷ്യന്റെ ഹയസ്റ്റ് ഒരു മനുഷ്യൻ എത്രമാത്രം ഉയരാൻ പറ്റൂ ഭൂമിയിൽ ജീവിച്ചിട്ട്, അതിന്റെ ഏറ്റവും ഉയർന്ന തലത്തിലേക്ക് എനിക്ക് ഉയരാനുള്ള ഒരു ഭാഗ്യം കിട്ടിയെന്ന് മാത്രമേ ഉള്ളൂ. ಒಬ್ಬ ಮನುಷ್ಯ ತುಂಬಾ ಹೈ ಲೆವೆಲ್ ಅಂದ್ರೆ ಆಧ್ಯಾತ್ಮದಲ್ಲಿ ತುಂಬಾ ಹೈ ಲೆವೆಲ್ ಅಂದ್ರೆ ಎಲ್ಲಿಗೆ ಹೋಗ್ಲಿಕ್ಕೆ ಆಗುತ್ತೆ, ಆ ಒಂದು ಲೆವೆಲ್ಗೆ ನನಗೆ ತಲುಪಲಿಕ್ಕೆ ಆಯ್ತು, ಅದೇ ನನ್ನ ಪುಣ್ಯ. അതിനാണ് നമ്മൾ ബ്രഹ്മജ്ഞാനി അല്ലെങ്കിൽ ബ്രഹ്മജ്ഞാനം കിട്ടുന്നവനെ ബ്രഹ്മജ്ഞാനി എന്ന് വിളിക്കുന്നത്. ಅದಕ್ಕೆ ನಾವು ಈ ಬ್ರಹ್ಮಜ್ಞಾನವನ್ನ ಸಿಗುವಂತವರು ಬ್ರಹ್ಮಜ್ಞಾನಿ ಅಂತ ಹೇಳ್ತಾರೆ. അപ്പൊ നിങ്ങൾക്ക് ക്ലാസ് ഒക്കെ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ಎಲ್ಲರಿಗೂ ತರಗತಿಗಳು ಇಷ್ಟವಾಗಿದೆ ಅಂತ ಹೇಳಿ ನಾನು ತಿಳ್ಕೊಂಡಿದ್ದೀನಿ. ഇഷ്ടപ്പെട്ടവരൊക്കെ ഗുരുവിനുള്ള ഫീസ് അടച്ച് ക്ലാസ്സിൽ കയറുക.
ಯಾರಿಗೆಲ್ಲ ಇಷ್ಟ ಆಯ್ತು ಏನು ಗುರುವಿಗೆ ಫೀಸ್ ಅಂತ ಹೇಳಿ ಏನಿದೆ ಅದನ್ನ ಕಟ್ಟಿ ನೀವು ತರಗತಿಯಲ್ಲಿ ಸೇರಿ 10 ദിവസമൊക്കെ ക്ലാസ് കേട്ട ശേഷം മെഡിറ്റേഷന്റെ പെർമിഷൻ ചോദിക്കുക. ಹೊಸಬರು ಯಾರಿದ್ದಾರೆ ಅವರು 10 ದಿನದ ತರಗತಿಗಳನ್ನ ಕೇಳಿ ನೀವು ಮೆಡಿಟೇಷನ್ ಸ್ಟಾರ್ಟ್ ಮಾಡಿ. പെർമിഷൻ ഒന്നും മേടിക്കാതെ പോയി തീക്കൊള്ളിയും കൊണ്ട് വെറുതെ പുറം ചൊറിയണ്ട. ನಿಮಗೆ ಪರ್ಮಿಷನ್ ಇಲ್ಲದೆ ನೀವು ಹೋಗಿ ಕೂತ್ರೆ ಬೆಂಕಿ ಗಡ್ಡಿಯಿಂದ ನಿಮ್ಮ ಹಿಂದುಗಡೆ ಬ್ಯಾಕ್ ಇಟ್ಟಂಗ ಆಗುತ್ತೆ. ധർമ്മത്തിന്റെ പാതയിൽ സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ಸೊ ಧರ್ಮದ ರೂಟಲ್ಲೇ ನೀವು ಯಾತ್ರೆಯನ್ನ ಮಾಡಿ. ആരോടും വൈരാഗ്യ ബുദ്ധി ഇല്ലാതിരിക്കുക. ಯಾರಲ್ಲೂ ಕೂಡ ದ್ವೇಷ ಇಟ್ಕೋಬೇಡಿ. നമുക്ക് ഇന്ന ആള് നമ്മുടെ മിത്രമാണെന്ന് പറയുമ്പോൾ ബാക്കിയുള്ളവരൊക്കെ തനിയെ ശത്രു ആവുകയാണ്. അതുകൊണ്ട് മിത്രം എന്ന് പോലും നമ്മൾ പറയാണ്ടിരിക്കുക. ಸೊ ನಾವು ತುಂಬಾ ಏನು ಹತ್ರದಲ್ಲಿರೋರ್ನ ಮಿತ್ರ ಅಂತಾನೂ ಕೂಡ ನೀವು ಕರೆಯೋದ್ ಬೇಡ. ನೀವು ತುಂಬಾ ಹತ್ರದವ್ರನ್ನ ಮಿತ್ರ ಅಂದಾಗ ಬಾಕಿದವರು ಶತ್ರುಗಳು ಅನ್ನುವಂತ ಭಾವನೆ ಬಂದ್ಬಿಡುತ್ತೆ. അത് ഓട്ടോമാറ്റിക്കലി വരുന്നതാണ്. ഇവർ എന്റെ മിത്രം എന്ന് പറയുമ്പോൾ അവരെല്ലാം നമ്മുടെ ശത്രുവായി പോകും. ಸೊ ಆಟೋಮೆಟಿಕಲಿ ನಮ್ಮಲ್ಲಿ ಬಂದ್ಬಿಡುತ್ತೆ ಇವರೆಲ್ಲ ನಮ್ಮ ಮಿತ್ರರು ಅಂತ. ಸೊ ಆಟೋಮೆಟಿಕಲಿ ಅದು ಏನಾಗುತ್ತೆ ಅವರೆಲ್ಲ ಏನು ಶತ್ರುಗಳು ಅಂತ ಬಂದ್ಬಿಡುತ್ತೆ. അപ്പൊ അത്രമാത്രം നിസ്വാർത്ഥതയിൽ പോകുമ്പോൾ മാത്രമേ നമുക്ക് ബ്രഹ്മജ്ഞാനത്തിന്റെ വഴിയിലൂടെ യാത്ര ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് ഏതായാലും ആത്മസുഖം കിട്ടുന്നുള്ളത് ഉറപ്പാണ്. ಅಷ್ಟೊಂದು ನಿಸ್ವಾರ್ಥವಾದ ಭಾವನೆಯಿಂದ ನಾವು ಹೋದ್ರೆ ಮಾತ್ರ ಈ ಏನು ಬ್ರಹ್ಮಜ್ಞಾನವನ್ನ ಪಡೆಯಲಿಕ್ಕೆ ಸಾಧ್ಯ. ಆದ್ರೆ ನಿಮಗೆ ಏನು ಜ್ಞಾನ ಅಥವಾ ಆತ್ಮದ ಖುಷಿ ಏನಿದೆ ಅದು ನಿಮಗೆ ಈಗ ಸಿಗ್ತಾ ಇದೆ ಅಂತ ನಾನು ಅನ್ಕೊಂಡಿದ್ದೇನೆ. ആത്മത ജ്ഞാനമില്ല, ആത്മത ಖುಷಿ മറ്റും കിട്ടും. ആത്മജ്ഞാന ಅಲ್ಲ, ಅದು ಆತ್ಮಕ್ಕೆ ಖುಷಿ ಸಿಗ್ತಾ ಇದೆ. ആത്മജ്ഞാനത്തിലേക്കുള്ള വഴി വളരെ നീണ്ടതാണ്. ಸೊ ಆತ್ಮಜ್ಞಾನಕ್ಕೆ ಆ ದಾರಿ ಸ್ವಲ್ಪ ಉದ್ದ ಇದೆ. ആത്മഖുഷി മാത്രം കിട്ടിയാൽ പോലും മനുഷ്യൻ കിടന്ന് നൃത്തമാണ്. ಸೊ ಈಗ ಆತ್ಮ ಖುಷಿ ಸಿಕ್ಕಿದ್ರು ಕೂಡ ಮನುಷ್ಯ ನೃತ್ಯ ಆಡ್ಲಿಕ್ಕೆ ಇಷ್ಟಪಡ್ತಾನೆ, ಡ್ಯಾನ್ಸ್ ಮಾಡ್ಲಿಕ್ಕೆ അപ്പൊ ಇಷ್ಟಪಡ್ತಾನೆ. ಜ್ಞಾനം കിട്ടിയാലത്തെ അവസ്ഥ എന്തായിരിക്കും? ಹಾಗಾದ್ರೆ ಆತ್ಮ ಜ್ಞಾನ ಸಿಕ್ಕಿದ್ರೆ ಆತನ ಅವಸ್ಥೆ ಹೇಗಿರ್ಬೋದು? ഒന്നുമില്ല, പിന്നെ വളരെ സിമ്പിൾ ആയിട്ട് ഇത് എന്നെ പോലെ ഇരുന്നു. ಸೊ ಅಂತ ಆತ್ಮಜ್ಞಾನ ಸಿಕ್ಕಿದವರು ನಂತರ ಹಿಂಗೆ ಸಿಂಪಲ್ ಆಗಿ ಇದ್ಬಿಡ್ತಾರೆ. അപ്പോ എല്ലാവർക്കും ക്ലാസ് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ അവരവരുടെ അനുഭവങ്ങളും അറിഞ്ഞതും ഒക്കെ ഗ്രൂപ്പിലൊക്കെ എഴുതിയിടുക. നമുക്ക് നാളെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. ನಿಮ್ಮ ಅನುಭವಗಳನ್ನ ಗ್ರೂಪ್ ಅಲ್ಲಿ ಬರೆದು ತಿಳಿಸಿ. ಅಭಿಪ್ರಾಯಗಳನ್ನ ಎಲ್ರಿಗೂ ನಮಸ್ಕಾರ. എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. ಎಲ್ಲರಿಗೂ ಒಳ್ಳೆಯದಾಗಲಿ. ನಮಸ್ತೆ.